والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. സഹോദരന്മാരെ, സൂറത്തുൽ കഹ്ഫാണ് വിശദീകരിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചത്. അഭിപ്രായം ആരാഞ്ഞിരുന്നു. മറ്റ് നിർദ്ദേശങ്ങളൊന്നും കിട്ടാത്തത് കൊണ്ട് ഈ സൂറത്തിനെ പറ്റി വിശദീകരിക്കണമെന്ന് അഭിപ്രായം കിട്ടുകയും ചെയ്തുകൊണ്ടാണ് ഈ തെരഞ്ഞെടുത്തത്. ഈ സൂറത്ത് പലതവണ പാരായണം ചെയ്യപ്പെടുന്നതാണ്. മാത്രമല്ല ഏതാണ്ട് കുറെ ഭാഗങ്ങളുടെ ആശയങ്ങളൊക്കെ അറിയുകയും ചെയ്യാവുന്നതാണ്. നമ്മളിവിടെ ചെയ്യുന്നത് എന്താന്ന് പറഞ്ഞാൽ സൂറത്തുൽ കഹ്ഫ് പേജ് നമ്പർ 293 293 ആ സൂറത്തിലെ ആയത്തുകളുടെ കൂടെ വളരെ പതുക്കെ ഇങ്ങനെ ഒന്ന് പോയി നോക്കുക. ഇതാണ് ചെയ്യാനുള്ളത്. സാവധാനത്തിൽ സാവകാശത്തില് ആ ആയത്തിലൂടെ മൊത്തത്തിൽ ആശയങ്ങൾ നമ്മുടെ പക്കലുണ്ട്. പരാമർശിക്കപ്പെട്ട വിഷയങ്ങളും പലരുടെയും മനസ്സിലുണ്ടായിന്ന് വരാം. എന്നാലും ഒന്ന് സ്വസ്ഥമായിട്ട് സാവകാശമായിട്ട് ഇങ്ങനെ ചിന്തയും കൊടുത്തുകൊണ്ട് ആയത്തുകളുടെ കൂടെ പോവാം. സൂറത്ത് കഹ്ഫ് എന്ന് പേര് വരാനുള്ള കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ ഒരു പരാമർശം ഈ സൂറത്തിൽ പിന്നീട് വരുന്നുണ്ട്. കഹ്ഫ് എന്ന വാക്കിന്റെ അർത്ഥം ഗുഹ എന്നാണ്. അപ്പൊ ആ ഗുഹയിൽ താമസിച്ച ഏതാനും ആളുകളുടെ ഒരു ചരിത്രം തൊട്ട് താഴെ തന്നെ പറയുന്നത് കൊണ്ടാണ് ഈ സൂറത്തിന് സൂറത്തുൽ കഹ്ഫ് എന്ന് പേര് വന്നത്. ഹിജ്റക്ക് മുമ്പ് അവതരിച്ച സൂറത്താണിത്, മക്ക ജീവിത കാലഘട്ടത്തിൽ. ഇനി ഒരു സൂറത്ത് പഠിക്കാൻ വരുമ്പോൾ നമ്മൾ സാധാരണ പരിശോധിക്കാറുള്ളത് ഏത് കാലഘട്ടത്തിലാണ് എന്നുള്ളതിനെ പറ്റി വല്ല ഐഡിയയും കിട്ടുമെന്നുള്ളതാണ്. ഇപ്പൊ സൂറത്ത് തൗബ അംഫാലൊക്കെ നമ്മൾ പഠിച്ചപ്പോൾ പറഞ്ഞു അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ അവസാന കാലഘട്ടം ഹിജ്റ 9 ഒക്കെ കാലഘട്ടത്തിലാന്ന് പറഞ്ഞു. അത് മനസ്സിലാക്കുമ്പോൾ നമുക്ക് സൂറത്ത് പഠിക്കാൻ കുറെ കൂടി സൗകര്യങ്ങളുണ്ട്. ചുറ്റുപാട് നമ്മുടെ മനസ്സിൽ കിട്ടും. സൂറത്തുൽ കഹ്ഫിനെ പറ്റി ഈ സൂറത്ത് തന്നെ വായിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഹിജ്റക്ക് മുമ്പാണ് എന്ന് പറയുമ്പോൾ തന്നെ 13 വർഷമുണ്ട്. അപ്പൊ ഏത് കാലത്താണെന്ന് നോക്കിയാല് ഹിജ്റയുടെ മുമ്പ് ആദ്യ കാലഘട്ടങ്ങളിലൊന്നും അല്ലാന്നും ഏതാണ്ട് ഹിജ്റയോടടുത്ത കാലഘട്ടങ്ങളിൽ മക്ക ജീവിത കാലഘട്ടത്തിന്റെ അവസാന സാഹചര്യങ്ങളിലാണ് ഈ സൂറത്ത് അവതരിക്കുന്നത് എന്ന് ഈ സൂറത്തിനെ പറ്റി വിശദീകരിക്കുന്ന തഫ്സീറുകൾ കാണുന്നുണ്ട്. ഈ സൂറത്ത് വിശദീകരിച്ച് ഒഴുകും അത് വ്യക്തമാവുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് ആ ഭാഗം രണ്ടുകൂടി കാണിച്ചു തരാം. ഇനി എന്താ പറയുന്നത് നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു ഇവജ ഖയ്യിമൻ ലിയുൻസിറ ബഅസൻ ശദീദൻ മിൻ ലദുന്നു വയുബശ്ശിറൽ മുഅ്മിനീന അല്ലദീന യഅമലൂന സ്വാലിഹാത്തി അന്ന ലഹും അജ്റൻ ഹസന മാകിസീന ഫീഹി അബദ വയുൻസിറ അല്ലദീന ഖാലു ഇത്തഖദല്ലാഹു വലദ. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനാണ് സർവസ്തുതി. അല്ലദീ അൻസല, അല്ലാഹു ആരാണ്? അൻസല അലാ അബ്ദിഹി, തന്റെ ദാസന് അവൻ ഇറക്കി കൊടുത്തിരിക്കുന്നു അൽ കിതാബ, ഈ വേദഗ്രന്ഥം. വലം യജ്അൽ ലഹു ഇവജ, ആ ഗ്രന്ഥത്തിന് ഒരു വക്രതയോട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. യാതൊരു വക്രതയും വളവും തിരിവും ഒന്നുമില്ലാതെ തന്റെ അടിമയ്ക്ക് ഈ വേദഗ്രന്ഥം ഇറക്കിക്കൊടുത്ത അള്ളാഹുവിനാണ് സർവസ്തുതി. ഖയ്യിമൻ, നേരായ വിധത്തിൽ, ചൊവ്വായ വിധത്തിൽ, ലിയുൻസിറ, മുന്നറിയിപ്പ് നൽകാൻ വേണ്ടിയിട്ട്, ബഅസൻ ശദീദൻ, ശക്തമായൊരു ശിക്ഷയെപ്പറ്റി, മിൻ ലദുന്നു, അവന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്ന, വയുബശ്ശിറൽ മുഅ്മിനീൻ, വിശ്വാസികൾക്ക് സന്തോഷവാർത്ത അറിയിക്കാനും, അല്ലദീന യഅമലൂന സ്വാലിഹാത്ത്, നന്മ പ്രവർത്തിക്കുന്ന വിശ്വാസികൾക്ക് സന്തോഷവാർത്ത അറിയിക്കുക, ബിഅന്ന ലഹും അജ്റൻ ഹസന, അവർക്ക് നല്ല പ്രതിഫലമുണ്ട് എന്ന് സന്തോഷവാർത്ത അറിയിക്കാനും വേണ്ടിയാണ് ഇത് അവതരിപ്പിച്ചത്. അവർ കഴിഞ്ഞുകൂടുന്നവരാണ്, താമസിക്കുന്നവരാണ് ഫീഹി, ആ സുഖത്തിൽ, അബദ, കാലാകാലം. വയുൻസിറല്ലദീന ഖാലു, മുന്നറിയിപ്പ് നൽകാൻ വേണ്ടിയുമാണ്. ആരെ? അല്ലദീന ഖാലു, പറഞ്ഞവരെ. എന്ത് പറഞ്ഞവരെ? ഇത്തഖദല്ലാഹു വലദ, അള്ളാഹു ഒരു മകനെ സ്വീകരിച്ചു എന്ന് പറഞ്ഞ ആളുകൾക്ക് മുന്നറിയിപ്പ് നൽകാനും വേണ്ടിയിട്ടാണ് ഈ ഖുർആൻ അവതരിച്ചിരിക്കുന്നത്. പുതുമ എന്ന് പറയാൻ എന്താണ്? മനസ്സിൽ നമ്മളെ കൈകളിലുള്ള ചിന്തകളല്ലാതെ കേട്ട് പഠിച്ചതോ മനസ്സിലാക്കിയതോ ആയ കാര്യങ്ങളൊക്കെ തന്നെയാണല്ലോ പറഞ്ഞത്. തന്റെ അടിമക്ക് വേദഗ്രന്ഥം ഇറക്കി കൊടുത്ത അള്ളാഹുവിന് സർവസ്തുതിയും, ആ ഗ്രന്ഥത്തിന് വക്രതയൊന്നുമില്ല. ഇവജ് എന്ന വാക്കിന്റെ അർത്ഥം വളവും തിരിവും നോക്കിയാണ് ഇവജ് എന്ന വാക്കിന്റെ അർത്ഥം. ഈ ഗ്രന്ഥത്തിന് വക്രതയൊന്നുമില്ല എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ നേരെ ചൊവ്വെ പ്രതിപാദിക്കുന്ന രീതിയാണ് ഈ ഗ്രന്ഥത്തിനുള്ളത്. അതാണിപ്പോ
ഇപ്പോ പ്രത്യേകം എന്തെങ്കിലും വിശദീകരണം ആവശ്യമുള്ള ഒരു ഭാഗം അതേ ഉള്ളൂ. വലം യജ്അൽ ലഹു ഇവജ, ഈ ഗ്രന്ഥത്തിന് യാതൊരു വക്രതയുമില്ല. എന്നാ വളച്ചുകെട്ടില്ലാതെ കാര്യങ്ങൾ പറയുന്നു എന്നർത്ഥം. നേർക്ക് നേരെ കാര്യങ്ങൾ പറയുന്ന ഗ്രന്ഥമാണ്. കേൾക്കുന്നവർക്കൊക്കെ കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അത്ര എളുപ്പത്തിലാണ് ആ പരാമർശങ്ങൾ ഉള്ളത്. ആ ലം യജ്അൽ ലഹു ഇവജ എന്ന് പറഞ്ഞിട്ട് അതൊന്നുകൂടി വിശദീകരിച്ചതാണ് താഴെ ഭാഗം. ഖയ്യിമൻ, നേരെ ചൊവ്വേ, നേർക്ക് നേരെ, ഖയ്യിമൻ. അപ്പൊ വക്രതയില്ലാതെ വളച്ചുകെട്ടില്ലാതെ നേർക്ക് നേരെ കാര്യങ്ങൾ പ്രതിപാദിക്കുന്ന ഒരു ഗ്രന്ഥം തന്റെ അടിമക്ക് ഉദ്ദേശിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിച്ചു കൊടുക്കുന്നത് അള്ളാഹുവാണ്. ആ അള്ളാഹുവിന് സർവസ്തുതിയും. ഇതാണ് ആദ്യ ഭാഗം. പിന്നെ പറഞ്ഞത് ബഅ്സാണ്. ബഅ്സ് യുദ്ധം എന്നർത്ഥത്തിന് അറബിയിൽ ഉപയോഗിക്കാറുണ്ട്, ശിക്ഷ എന്നർത്ഥത്തിന് അറബിയിൽ ഉപയോഗിക്കാറുണ്ട്. അദാബ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ബഅ്സ് അദാബാണ്. അല്ലെ യുൻസിറൊക്കെ മലയാള വാക്കായി മാറിയിട്ടുണ്ടല്ലോ. എന്നുവെച്ചാൽ കേട്ട് നമുക്ക് അറിയുന്ന വാക്കുകളാണ്. മുന്നറിയിപ്പ് നൽകുക, അതിന്റെ കൂടെയുള്ള വാക്കാണ് യുബശ്ശിറ, സന്തോഷ വാർത്ത അറിയിക്കുക. നദീർ മുന്നറിയിപ്പ് നൽകുന്നവൻ, ബഷീർ സന്തോഷ വാർത്ത അറിയിക്കുന്നവൻ. നബിമാർ അലൈഹിസ്സലാത്തു വസ്സലാം അവരെ പറ്റി പറയുമ്പോഴൊക്കെ ഖുർആൻ ഉപയോഗിക്കാറുള്ള രണ്ട് സ്ഥിരം വാക്കുകളാണത്, നദീറും ബഷീറും. അപ്പൊ യുൻസിറ മുന്നറിയിപ്പ് നൽകാൻ വേണ്ടി, ബഅ്സൻ ശദീദൻ ശക്തമായ ശിക്ഷയെപ്പറ്റി, കഠിനമായ ശിക്ഷയെപ്പറ്റി, മിൻ ലദുന്നു അവന്റെ ഭാഗത്തുനിന്നുള്ള, അള്ളാന്റെ ഭാഗത്തുനിന്നുള്ള. മിൻ ലദുന്നു എന്നൊക്കെ പറഞ്ഞാൽ മിൻ ഇന്ദിഹി എന്ന് അർത്ഥം ഉപയോഗിക്കുന്ന വാക്കാണ് അറബിയിൽ ലദുൻ എന്ന് പറയുന്ന വാക്ക്. അപ്പൊ യുബശ്ശിറൽ മുഅ്മിനീന വിശ്വാസികൾക്ക് സന്തോഷവാർത്ത അറിയിക്കാനും വേണ്ടി. ഏത് വിശ്വാസികൾ? സാലിഹാത്ത് പ്രവർത്തിക്കുന്ന, നല്ലത് പ്രവർത്തിക്കുന്ന. എന്താണ് സന്തോഷവാർത്ത? ബിഅന്ന ലഹും അജ്റൻ ഹസന, അവർക്ക് നല്ല പ്രതിഫലമുണ്ട്. അജ്റ് കൂലിയാണ്, സമ്മാനം, പ്രതിഫലം. മാക്കിസീൻ കഴിഞ്ഞുകൂടാന്നാണ്, താമസിക്കുക, കഴിഞ്ഞുകൂടാ. ഫീഹി ആ നന്മയിൽ, ആ പ്രതിഫലത്തിൽ, അബദൻ കാലാകാലം. അപ്പോ ശക്തമായ ശിക്ഷയെപ്പറ്റി താക്കീത് നൽകുക, വിശ്വാസവും സൽക്കർമ്മവും ഉള്ളവർക്ക് സന്തോഷവാർത്ത അറിയിക്കുക. ഇതാണ് വേദഗ്രന്ഥം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ യുൻസിറ മുന്നറിയിപ്പ് നൽകണം. ആർക്ക്? അല്ലദിനെ കാലു പറഞ്ഞവർക്ക്. എന്ത് പറഞ്ഞവർ? ഇത്തഖദല്ലാഹു വലദ, അള്ളാഹുവിന് മക്കളുണ്ട്, അള്ളാഹു മക്കളെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞവർക്ക് മുന്നറിയിപ്പ് നൽകാനും വേണ്ടിയിട്ടാണ് ഇത് അവതരിപ്പിച്ചിരിക്കുന്നത്. എന്താണ് ഈ ആയത്ത് കൊണ്ട് മനസ്സിലാക്കാനുള്ളത്, പഠിക്കാനുള്ളത്? നമ്മൾ അങ്ങനെയാണല്ലോ പോകാറ്. നിങ്ങൾ പറഞ്ഞോളൂ, പറയുന്നത് കേട്ടോക്കൂ. ഒരു വക്രതയില്ലാത്ത വിധത്തിൽ ഈ വേദഗ്രന്ഥം തന്റെ അടിമക്ക് അറിയിച്ചു കൊടുത്ത റബ്ബിന് സർവസ്തുതിയും. വേദഗ്രന്ഥം ചൊവ്വാണ്. അത് മുന്നറിയിപ്പ് താക്കി നൽകാൻ വേണ്ടിയിട്ടാണ്, സന്തോഷവാർത്ത അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. മക്കളെ സ്വീകരിച്ചു എന്ന് പറഞ്ഞവർക്ക് താക്കി നൽകാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞാല് എന്താണ് അള്ളാഹുവോട് ഉദ്ദേശിക്കുന്നത്? ഇതാണ് ഈ പണി. ഈ ആയത്തെ നിങ്ങൾ കുറച്ചു നേരം ഇങ്ങനെ ചിന്തിക്കുക, ആ സമയം ഞാൻ അങ്ങനെ മിണ്ടാതിരിക്കുക. അത് തന്നെ, തമാശ പറഞ്ഞതല്ല. ഇങ്ങനെ പോവാ ഈ സൂറത്തേക്ക്. അപ്പൊ ആ സൂറത്ത് നമ്മളെ കയ്യിലുണ്ടാവും. അതാലോചിച്ച് നോക്കൂ, എന്താണ് പറഞ്ഞപ്പോ ഓതണം. ആദ്യ ഭാഗം എടുക്കുക. അൽഹംദുലില്ലാഹില്ലദി അൻസല അലാ അബ്ദിഹി അബ്ദിഹിൽ കിതാബ എന്ന് പറയുമ്പോൾ ഒരു കൽപ്പനയൊന്നും അതിലില്ല, ഒരു ശാസനയൊന്നും ഇപ്പൊ അതിലില്ല. ഒരു സ്റ്റേറ്റ്മെന്റ്, പ്രസ്താവന അത്രേ ഉള്ളൂ. ഇങ്ങനെ അടക്കിക്കൊടുത്ത അള്ളാഹ്ക്ക് സർവസ്തുതിയും എന്ന് പറയുമ്പോ ആ വാചക രീതി എന്താ? ഒരു കൽപ്പന ഉണ്ടോ? ഒരു ശാസനം ഉണ്ടോ? അല്ല ഒരു വിരോധം, അങ്ങനൊന്നുമില്ല. ഒരു വർത്തമാനം പറഞ്ഞിരിക്കുന്നു. അള്ളാഹു തന്നെയാണ് സ്തുതി പറയുന്നത്, അള്ളാഹ്ക്ക് തന്നെയാണ് സ്തുതിയും പറയുന്നത്, അല്ലെ? അള്ളാഹു തന്നെ സ്തുതിച്ചു പറയാണ്, എല്ലാ സ്തുതിക്കും അർഹൻ ഞാനാണ്, ഈ അടിമക്ക് വേദഗ്രന്ഥം ഇറക്കി കൊടുത്ത ഞാൻ എല്ലാ സ്തുതിക്കും അർഹനാണ് എന്ന് അള്ളാഹിനെ പറ്റി തന്നെ പറയാണ്. എന്താ അതിന്റെ സൂചന? അള്ളാഹിനെ നമ്മള് സ്തുതിക്കണം, അങ്ങനെ മനസ്സിലാക്കി പോവാ, അത്രേ ഉള്ളൂ. അൽഹംദുലില്ലാ എന്ന് അള്ളാഹു പറയുമ്പോൾ അള്ളാഹു സ്തുതിക്ക് അർഹനാണ്, സർവസ്തുതിയും അള്ളാഹുവിനാണ് എന്ന് പറയുമ്പോൾ നമ്മളോട് അള്ളാഹു സൂചിപ്പിക്കുന്നത്, ആവശ്യപ്പെടുന്നത് എന്താ? നിങ്ങള് അള്ളാഹുവിനെ സ്തുതിച്ചേ പറ്റൂ. പല കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ട് അള്ളാഹുവിനെ നാം സ്തുതിക്കുകയും പ്രശംസിക്കുകയും ചെയ്യാറുണ്ട്, അള്ളാഹുവിനെ വാഴ്ത്താറുണ്ട്. ആ കൂട്ടത്തിൽ ഈ വേദഗ്രന്ഥം ഇറക്കി കിട്ടി എന്ന കാര്യം ആലോചിക്കുകയും പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾ ഈ റബ്ബിന് സ്തുതി പറഞ്ഞേ പറ്റൂ, സ്തുതി പറഞ്ഞേ പറ്റൂ. അപ്പൊ അള്ളാഹുവിന് നാം സ്തുതി അർപ്പിക്കണം,
അള്ളാഹുവിന് സർവ്വസ്തുതികൾ നൽകണം. അള്ളാഹുവിന്റെ ദുനിയാവ്, അള്ളാഹിന്റെ ജീവിതം, അള്ളാഹുവാണ് ഈ സുഖങ്ങൾ നൽകിയത്, ഒക്കെ അങ്ങനെ കുറെ വശങ്ങളുണ്ട്. കൂട്ടത്തിൽ അള്ളാഹു ചെയ്ത വലിയൊരു അനുഗ്രഹമാണ് ഈ വേദഗ്രന്ഥം അവതരിപ്പിച്ചു തന്നു എന്നും അതിന്റെ ആളുകളായി ജീവിക്കാൻ സൗഭാഗ്യം ലഭിച്ചു എന്നതും. അതുകൊണ്ട് ഈ അനുഗ്രഹത്തിന് നിങ്ങൾ നന്ദിയുള്ളവരായിട്ട് അള്ളാഹുവിനെ സ്തുതിക്കുകയും പ്രശംസിക്കുകയും ചെയ്യേണ്ടതാണ്. എങ്ങനെ നമ്മൾ മണപ്പിൽ വരുത്തുക? മറ്റു മതങ്ങളുമായി താരതമ്യം ചെയ്യുകയും മറ്റ് സമൂഹങ്ങളുമായി ജീവിത രീതികളും വിശ്വാസങ്ങളെയും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ നാം കൊണ്ടു നടക്കുന്ന ആരാധനാക്രമങ്ങളും നമ്മളോട് വിശ്വസിക്കാൻ പറഞ്ഞിരിക്കുന്ന വിശ്വാസങ്ങളും നമ്മളോട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും മറ്റുള്ളവർ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളും തമ്മിൽ നമ്മുടെ ബുദ്ധി കൊണ്ട് താരതമ്യം ചെയ്തിങ്ങനെ വരുമ്പോഴാണ് ഞങ്ങളുടെ വിശ്വാസം, നമ്മുടെ വിശ്വാസം ഈ ജാതി അന്ധവിശ്വാസമൊന്നുമല്ല കേട്ടോ, നേരായ വിശ്വാസമാണ്, ആരെ മുന്നിൽ പറഞ്ഞു നിൽക്കാവുന്ന വിശ്വാസമാണ്. അൽഹംദുലില്ലാ, ഈ ഒരു വിരുദ്ധരായി തീർന്നത് നന്നായി പഠിച്ചു തമ്പുരാൻ. ഞങ്ങൾ ആരാധനാക്രമം കണ്ടില്ലേ, ഇതുപോലെ ഒന്നുമല്ല, അവരെ പോലെ ഒന്നുമല്ല. എന്തോ ഒരു വൃത്തിയുള്ള ആരാധനാക്രമം, എന്തോ ഒരു രസകരമായ ആരാധനാക്രമം, ഒരു കടപ്പാടും ഒരു അടിമപ്പണിയും മറ്റാർക്കും ചെയ്യേണ്ടി വരാത്ത ഒരു ആരാധനാക്രമം. അങ്ങനെ നമ്മളോട് കൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ, കള്ളുകൂടിയൊക്കെ നേരത്തെ കാലത്ത് വിരോധിച്ചൊരു ദീനായല്ല പഠിച്ചത് നമ്മളെ കിതാബ്. വ്യഭിചാരം പോലത്തെ തോന്യാസങ്ങൾ നേരത്തെ കണ്ട് വിരോധിച്ചല്ലോ ഇതൊക്കെ. അൽഹംദുലില്ലാ, ഇത്തരം ഒരു ശാസനം നമുക്ക് ഇറക്കി തന്ന റബ്ബ് സ്തുതി അർഹിക്കുന്നു. ഇതാണ് പറയുന്നത്. അള്ളാഹുവിനെ പഠിക്കുക, ഖുർആനെ പറ്റി മനസ്സിലാക്കുക, അത് അള്ളാഹു ചെയ്തൊരു അനുഗ്രഹമായി കണക്കാക്കുക. ആ അനുഗ്രഹങ്ങളെക്കുറിച്ച് അറിയുന്നിടത്തോളം അള്ളാഹുവിന് നന്ദി പറയുകയും ചെയ്യും. അത് ആർക്കാണ് നന്ദി യഥാർത്ഥത്തിൽ ഉണ്ടാവുക? ഇപ്പൊ നാം ചെയ്തു കൊടുത്ത മറ്റു സാധാരണ മനുഷ്യന്മാർക്ക് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുത്താൽ ഒരു 10 ആൾക്ക് നമ്മൾ എന്തൊക്കെയോ സഹായങ്ങൾ ചെയ്തു. ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മളോട് നന്ദി കാണിക്കുന്നവൻ ആരായിരിക്കും? ആ സഹായത്തിന്റെ വില മനസ്സിലായവനായിരിക്കും. അല്ലാത്തവനിപ്പോ എന്താ ഒന്നും ഉണ്ടാവില്ല. ഒരു ഭംഗി വാക്ക് ചടങ്ങിന് വേണമെങ്കിൽ നന്ദി എന്നൊക്കെ പറഞ്ഞു വരുന്നല്ലാതെ അയാൾക്ക് മനസ്സിൽ കടപ്പാടുണ്ടാവില്ല. നാം ചെയ്ത സഹായത്തിന്റെ വില മനസ്സിലായവൻ ആ കടപ്പാട് വാക്കുകൾ കൊണ്ട് പ്രദർശിപ്പിച്ചില്ലെങ്കിലും കാലാകാലം അയാളെ മനസ്സിൽ മായാതെ നന്ദിയോടെ ഇതുണ്ടാവും. ഇത് സത്യമാണല്ലോ. അതിന്റെ വില മനസ്സിലായവനാ നന്ദി പ്രകാശിപ്പിക്കാൻ കഴിയാം. ഖുർആന്റെ വില മനസ്സിലായവനാ ഖുർആന്റെ പേരിൽ പടച്ചോനെ സ്മരിക്കാൻ കഴിയും. ഖുർആന്റെ വില മനസ്സിലാകല് ഇത് അച്ചടിച്ച മഷിയുടെ വലുപ്പം കൊണ്ടല്ല, പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ്. അപ്പൊ ഖുർആൻ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തു വരുമ്പോഴാണ് എന്തുമാത്രം മഹത്തരമാണ് ഈ കിതാബ് എന്ന് വ്യക്തമാവുക. ആ വ്യക്തമാകുന്ന ഓരോ സമയത്തും നാം നമ്മുടെ സ്തുതിയും പ്രശംസകളും നന്ദിയും അള്ളാഹുവിനെ അർപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യാം. ഇതാണ് ആശയം. ഒറ്റവാക്കിൽ പറഞ്ഞാല് അള്ളാഹു നമുക്ക് ചെയ്തു തന്ന വലിയൊരു അനുഗ്രഹമാണ് ഈ വേദഗ്രന്ഥമെന്നും ഖുർആനെന്നും, ആ അനുഗ്രഹത്തിന് അള്ളാഹുവിന് നിങ്ങൾ നന്ദി കാണിച്ചുകൊണ്ട് അള്ളാഹുവിനെ സ്തുതിക്കുകയും പ്രശംസിക്കുകയും ചെയ്യാം. അൽഹംദുലില്ലാ. ഇതാണ് രണ്ടാമത്തെ ആശയം. അതിലുള്ളത് വലം യജഅൽ ലഹു ഇവജ എന്നുള്ള വാക്കാണ്. ഖുർആനെ പറ്റി അവകാശപ്പെടുന്നത് ഇതിൽ വക്രതയില്ല, വളച്ചുകെട്ടില്ല എന്നാണ്. ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത സാധാരണ ഒരു മനുഷ്യന് അള്ളാഹു നൽകിയൊരു ബുദ്ധി വലിയ അതിബുദ്ധിമാന്മാരായ മനുഷ്യന്മാരല്ല. ശരാശരി ഒരു നാടൻ മനുഷ്യൻ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അയാൾക്കൊരു പക്ഷേ ഔദ്യോഗിക വിദ്യാഭ്യാസം ലഭിച്ചിട്ടുണ്ടാവാൻ ഇല്ലാതിരിക്കുക, പക്ഷെ ഒരു നാടൻ മനുഷ്യന് നാടൻ ബുദ്ധി, അങ്ങനത്തെ ഒരു മനുഷ്യന് പോലും പ്രയാസരഹിതമായിട്ട് കാര്യം ഗ്രഹിക്കാൻ പറ്റുന്ന വിധത്തില് റബ്ബിന്റെ കാര്യങ്ങൾ സംസാരിച്ചിട്ടുള്ളൂ. ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത എന്തോ ഒരു വലിയ സാധനമാണിത് എന്ന മട്ടിലാണ് ഖുർആനെ പറ്റി ചിത്രീകരിക്കുന്നതെങ്കിൽ ഖുർആൻ ഒരിക്കലും അങ്ങനെ പറഞ്ഞില്ല. ഇത് വളച്ചുകെട്ടില്ലാത്ത കാര്യങ്ങൾ പറയുന്ന കിതാബാണ്. അത് നേരാണോ ആ പറഞ്ഞ പരാമർശം? നമ്മൾ പരിശോധിക്കുന്നത്. നമ്മൾ ഖുർആനായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് തോന്നിയത് എന്താ? അത് വളച്ചുകെട്ടില്ലാത്ത കാര്യങ്ങൾ പറയുന്നുവെന്നോ അതോ വളച്ചുകെട്ടി ബുദ്ധിമുട്ടിച്ച് പറയുന്നുവെന്നോ? നിങ്ങളുടെ കൂടെ ഇല്ലേ? അത് നമ്മളെ അനുഭവം എങ്ങനെയാണ്? സത്യം പറയാമോ? നമുക്ക് തോന്നിയത് പറയണം. ചില സ്ഥലത്തൊക്കെ നമുക്ക് വളച്ചുകെട്ടില്ല എന്ന് തോന്നിയിട്ടുണ്ട്, ചിലപ്പോഴൊക്കെ എന്തോ ഒരു ഇടങ്ങേറ് പോലെ തോന്നിയിട്ടുണ്ട്. അതല്ലേ അനുഭവം? ആ അനുഭവത്തിന് കുറ്റക്കാരൻ ഖുർആനല്ല. ഖുർആൻ സ്വതന്ത്രമായിട്ട് അതിന്റെ ഖുർആന്റെ പരസ്പരമുള്ള വിശദീകരണങ്ങളും അവക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ ആശയങ്ങളും വിശദീകരണങ്ങളുണ്ടെങ്കിൽ അവയും മാത്രം വെച്ചുകൊണ്ടാണ് ഖുർആന്റെ പഠനം നടക്കുന്നതെങ്കിൽ ഖുർആൻ ഒരു വളച്ചുകെട്ടുമില്ല. ഖുർആൻ വളച്ചുകെട്ട് വരുന്നത് എന്തോട്ടാന്ന് പറഞ്ഞാല് അതിന്റെ കൂടെ ഖുർആനുമായി യാതൊരു ബന്ധവുമില്ലാത്ത പല കഥകളും പല സംഭവങ്ങളും അതിന്റെ പശ്ചാത്തലങ്ങളായി ചേർക്കപ്പെട്ടുകൊണ്ട് വിശദീകരിക്കപ്പെട്ടു പോയപ്പോൾ
അല്ലെങ്കിൽ ആരുടെയെങ്കിലുമൊക്കെ ഈ തലകളിൽ ഉണ്ടായ ചില ചിന്തകൾക്ക് ന്യായീകരണത്തിന് വേണ്ടി ചിന്തകൾ ആദ്യം ഉണ്ടാക്കുകയും അതിന് ന്യായീകരണമായി അള്ളാന്റെ കിതാബിനെ വലിച്ചു കൊണ്ടുപോവുകയും ചെയ്തപ്പോഴാണ് ഖുർആൻ ആയത്തുകൾ വക്രമാണെന്നോ അവ്യക്തമാണെന്നോ ആളുകൾക്ക് തോന്നി തുടങ്ങിയത്. ഇപ്പോ ആദം അലൈഹിസ്സലാമിന്റെ കഥ ഖുർആൻ പറഞ്ഞ രീതിയിൽ മനസ്സിലാക്കിയ ഒരു ബുദ്ധിമുട്ടുമില്ല. എത്ര ഖുർആൻ പറഞ്ഞു അവിടെ നിർത്തണം. വല്ല വിശദീകരണവും നബി പറഞ്ഞിട്ടുണ്ടോ അതുകൂടി കൂട്ടി വായിക്കണം. ബാക്കി ബൈബിളിലോ തൗറാത്തിലോ ഒക്കെ കിടക്കുന്ന വല്ല വാക്കുകളും അത് തെരഞ്ഞു നോക്കാൻ നമ്മളോട് പറഞ്ഞിട്ടില്ല. അതിന്റെ പിന്നാലെ പോയിട്ട് അത് ആപ്പിളാണെന്നും ആപ്പിള് കടിച്ചപ്പോഴാണെന്നും പാമ്പ് പോലത്തിലാ വന്നതെന്നും താത്താൻ വന്നതും ഒക്കെ പറയുന്ന കഥകൾ അതിന്റെ പിന്നാലെ പോയപ്പോഴാ ഖുർആന്റെ വാക്കുകൾ നമുക്ക് പ്രയാസകരമായി മാറിയത്. ഖുർആന്റെ രീതി വളരെ എളുപ്പമാണ്. ആ 5-10 വാക്കുകൾ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാക്കുകൾ പഠിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. വായിച്ചിങ്ങനെ വന്നപ്പോൾ അത്ഭുതം തോന്നിയ കഥ പറയട്ടെ. ആദമിന്റെ കഥയിൽ ചരിത്രത്തിൽ എഴുതി വെച്ചതാ. കള്ളം എന്ന് പറഞ്ഞാൽ എഴുതി വെച്ചവർക്ക് അബദ്ധം പറ്റിയതാണ്. നമ്മളവരെ കുറ്റപ്പെടുത്തുകയല്ല. നമുക്കറിയാം ആദം അലൈഹി ഇസ്ലാമിന് കഥയാണ്. ഇനി വേറെ ഒന്നും പറയരുത്. ആദം അലൈഹി ഇസ്ലാമിന് സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടതിന്റെ പേരിൽ ദുഃഖമുണ്ടായിട്ട് 6 മാസക്കാലത്തോളം സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും ഒപ്പമുണ്ടായി. എങ്ങനെയുണ്ട്? ആദം സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടതിന്റെ പേരിൽ ഈ പ്രകൃതിക്കാകെ ദുഃഖമുണ്ടായി എന്നാണ് എഴുതി വെക്കാൻ ഉദ്ദേശിക്കുന്നത്. പഴയ പുസ്തകമാണ്, പഴയ ആധികാരിക ഗ്രന്ഥമാണ്. അന്ന് അബദ്ധമാണ് ഈ പറയുന്നത്. എന്നിട്ട് എഴുതി വെക്കുന്നത് എന്താ പറയുക, ദുഃഖത്തിന്റെ വലിപ്പം വിശദീകരിക്കാൻ ഉപയോഗിച്ച വാക്ക് 6 മാസക്കാലത്തോളം തുടർച്ചയായിട്ട് ഈ ഭൂമിയാകെ പ്രപഞ്ചമാകെ സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും കൂടി ഒപ്പമുണ്ടായി. ഒരിക്കലും സംഭവിക്കൂലല്ലോ. സൂര്യഗ്രഹണം ഉണ്ട്, ചന്ദ്രഗ്രഹണമല്ലല്ലോ, ചന്ദ്രഗ്രഹണം സൂര്യഗ്രഹണമല്ലോ. ഒപ്പം നടക്കണ കാര്യം ഈ 6 മാസക്കാലം തുടരുന്നുള്ള വേറെ വിഷയമാണ്. നോക്കൂ നിങ്ങള്, ഈ അബദ്ധത്തിൽ പോയി ചാടിയത് എന്തിനാ? ആകാശത്തെ സൃഷ്ടിച്ച ശേഷം മലക്കിനെ പറഞ്ഞയച്ചു. മലക്കിനോട് വന്നിട്ട് പിന്നെ ഈ ഭൂമിയെ കയ്യിലെടുക്കാൻ വേണ്ടി പറഞ്ഞു. ഭൂമി വന്നിട്ട് മലക്ക് വന്നിട്ട് തോളില് തന്റെ പെരടിയിൽ ചുമലിൽ ഭൂമിയെ ഏറ്റി നിന്നു. 2 കൈകൾ നീട്ടിപ്പിടിച്ചിട്ട് ഇടത്തും വലത്തും കിഴക്കും പടിഞ്ഞാറും ഭാഗങ്ങൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് ഈ മലക്കിന്റെ തലയിലാണ് ഈ ഭൂമി നിൽക്കുന്നത്. അവസാനം വന്നപ്പോ ഈ മലക്കിന് കാല് വെക്കാൻ സ്ഥലം ഉണ്ടായിരുന്നില്ല. അപ്പൊ അള്ളാഹു ആകാശ ലോകത്തുനിന്ന് ഒരു കാളയെ താഴോട്ടിറക്കി. ആ കാള നിലത്ത് നിന്നു. ആ കാളയുടെ മുതുകത്ത് ഈ മലക്ക് ചവിട്ടി നിന്നു. അങ്ങനെയാണ് ഇപ്പൊ ഈ ഭൂമി നിൽക്കുന്നത്. പുസ്തകമാണിത്. കഥ പറയുന്ന, ഭൂമിയുടെ സൃഷ്ടിപ്പ് പറയുന്ന പഴയ ഗ്രന്ഥങ്ങൾ മുസ്ലിം പണ്ഡിതന്മാർ എഴുതിയതാണ്. ആ കഥയിൽ ചോദ്യമില്ല, അതിന് ഇത്രയേ ഉള്ളൂ. ഈ കാള പിന്നെ അവിടെ നിൽക്കണ്, ഇയാൾക്ക് കഴിഞ്ഞതിന് ശേഷം ഇത്രയില്ല. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു കാലഘട്ടത്തിലെ മുസ്ലിം ചിന്തയെ സ്വാധീനിച്ച മറ്റുള്ളവരിൽ നിന്ന് വന്ന സ്വാധീനങ്ങളാണ്. വല്ലാതെ ഈ തരം കഥകളിലേക്ക് സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ട് പല ആളുകളും. ഇത് പറയാൻ കാരണം, ഇതൊക്കെ പെറുക്കി നടന്നിട്ട് ഇതൊക്കെ വലിയ വിജ്ഞാനമായി വിളമ്പുകയും വിശദീകരിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് ഈ കാലഘട്ടങ്ങളിലൊക്കെ. ആരെ മുന്നിലും പറയാൻ കൊള്ളാത്ത കഥകൾ. അപ്പൊ നമുക്കെല്ലാം കൂടി ഖുർആനായിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് നമ്മളിങ്ങനെ അത്ഭുതപ്പെടുകയാണ്. എന്താ പഠിച്ചോനെ, എന്താ ഈ പഠിച്ചോനെ. ഇത് കേട്ടതിന് ശേഷം ഖുർആൻ എടുത്ത് മറിക്കുന്നത്. ഖുർആൻ ആ ജാതി ഒരു അബദ്ധം പറഞ്ഞില്ലല്ലോ. ഒരബദ്ധം പറയാൻ പോയില്ല. സത്യത്തിനെ പറ്റിയൊന്നും ഈ ജാതി അബദ്ധങ്ങൾ, ആ ജാതി അബദ്ധങ്ങൾ മാറ്റിവെച്ച് അള്ളാഹു ഖുർആനിൽ പറഞ്ഞവ പരസ്പരം കൂട്ടി വായിക്കുക. ഒരിടത്തും മറ്റൊരിടത്തും പറഞ്ഞവ ഒരുമിച്ച് പഠിക്കാൻ ശ്രമിക്കുക. പിന്നെ നമ്മൾ നോക്കേണ്ടത് ഹദീസിന്റെ കിതാബുകളിൽ എവിടെയെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിശദീകരണങ്ങൾ നൽകിയിട്ടുണ്ടോ എന്ന് നോക്കുക. ആ വിശദീകരണങ്ങളും കൂടി കൂട്ടി വായിച്ചാൽ ഒരു വക്രതയും വരില്ല, ഒരു വിഷമവുമില്ല ഖുർആൻ മനസ്സിലാക്കുന്നത്. ബാക്കിയൊക്കെ ആളുകൾ പറഞ്ഞുണ്ടാക്കുന്ന വിഷമങ്ങൾ മാത്രമാണെന്ന് നോക്കുക. നമ്മുടെ ധാരണയിൽ വന്ന എന്തെങ്കിലും അവ്യക്തത ഖുർആനെ പറ്റി തോന്നുന്നുണ്ടെങ്കിൽ അതേ നിലക്ക് മനസ്സിലാക്കുക. ഇനി ഉണ്ടാകുന്നത് അവ്യക്തമാണ് തീർത്തുമെന്ന് പറയുന്ന കുറെ പ്രയോഗങ്ങളുണ്ട് ഖുർആനിൽ. അലിഫ് ലാം മീം പോലത്തെ കുറെ പദങ്ങളും മറ്റുമൊക്കെ. അത് നമ്മൾ നേരത്തെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഈ കിതാബ് അള്ളാഹുവിന്റേതാണ് എന്ന് ഉറപ്പിക്കാനുള്ള ചില സൂചനകൾ മാത്രമാണവ. അവ മനസ്സിലായില്ല എന്നതുകൊണ്ട് നമുക്ക് യാതൊരു നഷ്ടവും വരാനില്ല. അവയെപ്പറ്റി പരാമർശിക്കാതെ ഒരു ആയത്ത് ഖുർആനിനെ പറ്റി പറഞ്ഞില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. അതിനെപ്പറ്റി തന്നെ ഒരു ആയത്ത് ഖുർആനിൽ പറഞ്ഞു ഇങ്ങനെ ചില ആയത്തുകളുണ്ട്, നിങ്ങൾക്ക് അതിന്റെ ആശയം മനസ്സിലാവില്ല, അത് ഉപേക്ഷിച്ചേക്കും. അതിനെപ്പറ്റിയുള്ള ചർച്ചയും അത് നിങ്ങൾക്ക് അതുകൊണ്ട് യാതൊരു ദ്രോഹം സംഭവിക്കാനില്ല. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വായിച്ചൊഴിവാക്കാൻ നമ്മൾ വേണ്ടതുള്ളൂ. അപ്പൊ ഖുർആൻ വക്രതയില്ലാതെ വളച്ചുകെട്ടില്ലാതെ കാര്യങ്ങൾ പറയുന്നവ തന്നെയാണ്. ബൈബിളിന്റെ ആദ്യ ഭാഗം എടുത്ത് വായിച്ചു നോക്കിയാൽ ആദിയിൽ വചനമുണ്ടായി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് സൃഷ്ടിപ്പിനെ പറ്റി പറഞ്ഞു വരുന്ന ഭാഗത്ത് ആദ്യ വചനങ്ങളില് രാവും പകലും ഉണ്ടായതിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഭൂമിയെ സൃഷ്ടിക്കുന്നതൊക്കെ പിന്നീട് രാവും പകലുണ്ടായതിനു മുമ്പാണ്, ശേഷം.
ബൈബിൾ പറഞ്ഞു തരുന്ന കണക്കിന് രാവും പകലൊക്കെ ഉണ്ടായി എന്ന് പറയുന്നുണ്ട് ഒരു നാൾ. ആ നാളിലെ സൃഷ്ടിപ്പ് കഴിഞ്ഞിട്ടാണ് പിന്നെ സൂര്യന്റെയും ചന്ദ്രന്റെയും ഒക്കെ സൃഷ്ടിപ്പിനെ പറ്റി പറയുന്നത്. സൂര്യനെയും ഭൂമിയും ഒക്കെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ഇത് രാവും പകലുണ്ടാവാനോ? അതിനുശേഷമല്ലേ രാവും പകലൊക്കെ ഉണ്ടാവേണ്ടത്? ആ ബൈബിളിന്റെ ആദ്യ വചനങ്ങൾ വായിച്ചു നോക്കിയാൽ തന്നെ അവ്യക്തമാണ്, നിങ്ങൾക്കറിയാൻ പലരും. ഇതൊക്കെ തന്നെയാണ് മറ്റുള്ള വേദഗ്രന്ഥങ്ങളുടെ അവസ്ഥ. ആ ജാതി വക്രതയും വളച്ചുകെട്ടൊന്നും ഖുർആനിലില്ലാന്ന് മനസ്സിലാക്കുക. മുസ്ലിം സമൂഹത്തിൽ സംഭവിച്ചത്, തസവ്വുഫിന്റെ ആളുകൾ, തെരീക്കത്തിന്റെ ആളുകൾ കടന്നു വന്നപ്പോ അവരുടെ ആ ചിന്താഗതിക്ക് യോജിക്കുന്ന ഖുർആൻ ആയത്തുകളൊന്നും കാണാൻ കഴിഞ്ഞില്ല. അപ്പൊ അവരെന്ത് ചെയ്തു? ഖുർആൻ ആയത്തുകൾക്കൊന്നും നമ്മൾ നേർക്കുനേരെ കാണുന്ന അർത്ഥമല്ല, ബാത്തിനിയായ ഒരു അർത്ഥം, ഒരു രഹസ്യമായ അർത്ഥം അതിനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഖുർആൻ ആയത്തുകളെ മുഴുവൻ ആ നിലയ്ക്ക് വ്യാഖ്യാനിക്കാനും മറ്റും തുടങ്ങിയിട്ടുണ്ട്, വക്രമാക്കാനും വേണ്ടിയിട്ടുണ്ട്. ഖുർആൻ നിരപരാധിയാണ്, ഖുർആൻ വക്രമല്ല, വളച്ചുകെട്ടില്ലാതെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഖയ്യിമൻ അതേ ആശയം. പിന്നെ പറഞ്ഞത് ഈ പറഞ്ഞ ആശയം എന്താണ്? മുന്നറിയിപ്പ് നൽകാൻ വേണ്ടിയാണ്, സന്തോഷവാർത്ത അറിയിക്കാൻ വേണ്ടിയാണ്. ഇതും ശാസനയല്ല, ഒരു പ്രസ്താവനയാണ്, അതിനു വേണ്ടിയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. പഠിക്കാനുള്ളത് എന്താ? പറഞ്ഞോളൂ. അങ്ങനെ പറഞ്ഞാൽ എന്ത് നമ്മൾ മനസ്സിലാക്കണം? ഈ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് അവതരിപ്പിച്ചു തരുന്നത് നിങ്ങൾ ഈ കാര്യം നിർവഹിക്കാനാണ്. ഏത് കാര്യം നിർവഹിക്കാൻ? താക്കീത് നൽകണം, അള്ളാഹുവിന്റെ ശിക്ഷയെപ്പറ്റി സന്തോഷവാർത്ത അറിയിക്കണം, സുവിശേഷം അറിയിക്കണം നന്മ ചെയ്യുന്ന ആളുകൾക്ക്. ലിയുൻദിറ ബഅസൻ ശദീദൻ മിൻ ലദുൻഹു വയബശ്ശിറൽ മുഅ്മിനീന ലദീന യഅമലൂന സാലിഹാത്തി അന്ന ലഹും അജ്റൻ ഹസന എന്ന വാക്കും ഒരു ശാസനയല്ല, ഒരു കൽപ്പനയല്ല പ്രയോഗം. പക്ഷെ കൽപ്പനയാണത് ഉദ്ദേശം. എങ്ങനെയാണത് കൽപ്പന? അള്ളാഹു പറയുന്ന ആശയം ഇതാണ്: നിങ്ങൾക്ക് നൽകിയ ഒരു അനുഗ്രഹമാണ് ഈ ഖുർആൻ, അതിന്റെ പേരിൽ നിങ്ങൾ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടേയിരിക്കണം, പ്രശംസിക്കണം. ഈ ഖുർആൻ വക്രതയില്ലാത്തതാണ്, അത് നിങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കണം, പഠിച്ചു മനസ്സിലാക്കണം. പിന്നെ മുന്നറിയിപ്പ് നൽകുകയും സന്തോഷവാർത്ത അറിയിക്കുകയും ചെയ്യാനാണ് ഖുർആൻ അവതരിപ്പിച്ചതെന്ന് പറഞ്ഞാൽ ഈ ഖുർആൻ ഉപയോഗിച്ച് താക്കീത് നൽകണം നിങ്ങൾ, അതുപോലെ തന്നെ സന്തോഷവാർത്ത അറിയിക്കുകയും ചെയ്യണം നിങ്ങൾ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്, അതാണ് സഹാബികൾ ചെയ്തത്, അതാണ് നാം പലപ്പോഴും ചെയ്യാതിരിക്കുന്നത്. അങ്ങനെ പറയാനുള്ളൂ, ചെയ്യുന്നത് പലപ്പോഴും ചെയ്യാതിരിക്കുന്നത്. ലിയുൻദിറ, താക്കീത് നൽകണം. ഖുർആൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന, നിങ്ങളെ കൈകളിൽ ലഭിച്ചിരിക്കുന്നത് ഈ താക്കീത് നൽകാനാണ് മൊത്തത്തിൽ. എന്നിട്ട് താക്കീത് നൽകുക എന്ന് പറയുമ്പോൾ എല്ലാവരും പെട്ടുവതി. ഒരു താക്കീതിനെ പറ്റി പ്രത്യേകം എടുത്തു പറയുന്നു: ലിയുൻദിറ അല്ലദീന ഖാലു ഇത്തഖദല്ലാഹു വലദ. അള്ളാഹുവിന് മക്കളുണ്ട് എന്ന് പറയുന്നവരാരാണോ അവരെ മുന്നിൽ പോയി താക്കീത് നൽകാനാണ് നിങ്ങൾക്ക് ഞാൻ ഈ ഖുർആൻ അവതരിപ്പിച്ച് നൽകിയിരിക്കുന്നത്. അപ്പൊ നിങ്ങളെ ജോലിയാണ്, ഖുർആൻ ആരുടെ കൈകളിലാണോ ഉള്ളത് അവരുടെ ജോലിയാണ്, ഉത്തരവാദിത്വമാണ്. അള്ളാഹുവിന് മക്കളുണ്ടെന്ന് പറയുന്ന ഏതെങ്കിലും വിഭാഗം എവിടെയെങ്കിലും ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവരെ മുന്നിൽ പോയിട്ട് ഈ ജാതി അബദ്ധം, പടച്ചവനെ പറ്റി പറയാൻ പാടില്ല എന്ന് പറയേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ട്. അതാണ് ആയത്തിന്റെ ആശയം. വലിയുന്ദ്രന്നതിനെ കാലുത്തഹദല്ലാഹു വലദ. കാരണം ഇത് പറയാൻ കഴിവുള്ള പറ്റുന്ന ഏക വിഭാഗം നമ്മൾ മാത്രമാണ്, മുസ്ലിങ്ങൾ മാത്രം. യഹൂദികൾക്ക് അത് പറയാൻ കഴിയില്ല. ഉസൈർ അലൈഹിസ്സലാമിനെ പറ്റി അവർ അള്ളാഹുവിന്റെ മകനാണെന്ന് പറയാറുണ്ട്. ആ നിലക്കാണ് അവരുടെ ഭാഗം. മറ്റു മതക്കാരെ സംബന്ധിച്ചിടത്തോളം ചിലർ അത് വാദിക്കുന്നവരാണ്, ചിലർക്ക് ആ വാദം പ്രകടമായി ഉണ്ടായാലുമില്ലെങ്കിലും ആ നിലക്കുള്ളൊരു സത്യം തെളിച്ച് പറയാൻ കഴിയാത്ത വിധത്തിൽ മറ്റ് അന്ധവിശ്വാസങ്ങൾ നിറഞ്ഞു നിൽക്കുന്നവരാണ്. ആ ജാതി ഒരു കലർപ്പുമില്ലാതെ ശുദ്ധമായി അള്ളാഹിനെ പറ്റി മനസ്സിലാക്കുന്നവർ നമ്മൾ മാത്രമായതുകൊണ്ട് നമ്മളത് പറയാൻ ബാധ്യസ്ഥരാണ് എന്നാണ് ഈ ആയത്തിന്റെ അർത്ഥം. അപ്പൊ അങ്ങനെ വല്ലതും നമ്മൾ ചെയ്താല് അള്ളാഹ് കൽപ്പിച്ചൊരു ബാധ്യത നിർവഹിച്ചു സമാധാനിക്കുക. നമ്മളൊരു നിസ്കരിച്ചു കഴിഞ്ഞിട്ട് സലാം വീട്ടിയാൽ ഞാനൊരു വലിയ കാര്യം ചെയ്ത് നമുക്ക് തോന്നാറില്ലല്ലോ, ഞാൻ ചെയ്യേണ്ട ഒരു കാര്യം ചെയ്തതല്ലേ ഉള്ളൂ. എന്നാ അതുപോലെ ഏതെങ്കിലും ഒരു അള്ളാഹുവിന് മക്കളുണ്ടെന്ന് വാദിക്കുന്ന ഒരുത്തന്റെ മുന്നിൽ പോയിട്ട് എന്നെങ്കിലും ഇത് ശരിയല്ലടോ എന്ന് പറഞ്ഞ് താക്കീത് നൽകാൻ കഴിഞ്ഞാല് നമ്മളെ ഏൽപ്പിച്ച ഒരു ഉത്തരവാദിത്വം നിർവഹിച്ചിരിക്കുന്നു എന്ന് സമാധാനിക്കാം. ഇല്ലെങ്കിൽ നിസ്കരിക്കാതെ നോമ്പ് വെക്കാതിരുന്നാൽ ഉണ്ടാകുന്ന ഒരു ബേജാറുണ്ടല്ലോ, ആ ഒരു ബേജാറ് മനസ്സിലുണ്ടായിക്കോട്ടെ, നാം ഒരു കാര്യം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ. അപ്പൊ ആയത്തിനകൾക്കൊക്കെ അർത്ഥമുണ്ട്, വെറുതെ പ്രസ്താവിച്ചു പോയതല്ല, കൽപ്പനകളാണ് ഇതിൽ. ബാക്കി ആ ഭാഗം തുടരാണ് അല്ലാഹ്. ഫമാലഹും ബിഹി മിൻ ഇൽമിൻ, അവർക്കതിന് മാലഹും ബിഹി മിൻ ഇൽമിൻ, അവർക്കതിനെ കുറിച്ച് യാതൊരു വിവരവുമില്ല. വലാലി ആബായിയും, അവരുടെ പിതാക്കന്മാർക്കുമില്ല. കെബറത്ത് കലിമ വല്ലാത്തൊരു വാക്കാണ് കേട്ടോ. കെബറ ഗൗരവമുള്ള വാക്കാണ്. കെബറത്ത് കലിമ, കെബറ എന്ന് പറഞ്ഞാൽ കബീറായി വലുതായി. കെബറത്ത് കലിമ
ആ വാക്ക് വലുതായിരിക്കുന്നു, ഗൗരവമുള്ളതായിരിക്കുന്നു. തഖ്റുജു, അത് പുറത്തു വരുന്നു, മിൻ അഫ്വാഹിഹിം, അവരുടെ വായകളിൽ നിന്ന്. ഇവരുടെയൊക്കെ വായയിൽ നിന്ന് പുറത്തു വരുന്ന ആ വാക്കില്ലേ, പടച്ചോന് മക്കളുണ്ടെന്ന് പറയുന്ന ആ വാക്ക്, ദൈവത്തിന്റെ പുത്രൻ എന്ന് പറയുന്ന ആ വാക്ക്, അത് വലിയ ഗൗരവമുള്ളൊരു വാക്കാണ് കൂട്ടര്. ഈ യഖൂലൂന ഇല്ല കദിബ, കള്ളം മാത്രമല്ലേ അവർ പറയുന്നത്. ഒന്നുകൂടി, അവർക്കോ അവരുടെ പിതാക്കൾക്കോ അതിനെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. അവരെ വായിൽ നിന്ന് വരുന്ന ആ വാക്ക് വളരെ ഗൗരവതരമുള്ളതാണ്. അവർ കള്ളം മാത്രമാണ് പറയുന്നത്. തീരെ സഹിക്കുന്നില്ല അള്ളാഹ്, തീരെ ഇഷ്ടമില്ല അള്ളാഹ്. അള്ളാഹ്ക്ക് മക്കളുണ്ടെന്ന് പറയുന്ന ആ വാക്കിനെ അള്ളാഹു ആ വിധത്തിലാണ് കാണുന്നത്. ഒരു ചെറിയ കാര്യമായിട്ടില്ല, ഗൗരവതരമായ കാര്യമായിട്ടാണ്. അതെന്താ പോലെ ബാപ്പാർക്കോ വിവരില്ല എന്ന് പറഞ്ഞിടത്തോ? നമ്മൾ സാധാരണ നാടൻ വർത്തമാനത്തിലൊക്കെ പറയാറുള്ള വാപ്പാന്റെ ശൈലിയാ. എനക്കെന്റെ വാപ്പാക്കുന്നൊക്കെ നാടൻ പ്രയോഗമുണ്ടല്ലോ, ആ നാടൻ ശൈലി പഠിച്ചോണ്ട് ഉപയോഗിച്ചതാ. എന്നുവെച്ചാല് ചിലപ്പോ അറിവുകൾ ഇങ്ങനെ ഉണ്ടാവുക, എങ്ങനെ മുൻ തലമുറകൾക്കുണ്ടായിരുന്ന ഒരു അറിവ് പിൻതലമുറകൾക്ക് ലഭിക്കാതെ പോവാം. അതായത് ബാപ്പാർ എന്ന പ്രയോഗത്തിന്റെ നാടൻ ശൈലിയിലെ ഒരു ചീത്ത പ്രയോഗം ഖുർആൻ ഉപയോഗിച്ചതല്ല. ഖുർആൻ ഉപയോഗിക്കുന്നത് അവർക്കും അവരെ വാപ്പാർക്ക് ആ വിവരമില്ല എന്ന് ഖുർആൻ പറയും, പിതാക്കൾക്ക് ആ വിവരമില്ല എന്ന് പറയുമ്പോ ഇപ്പോൾ ജീവിക്കുന്ന തലമുറകൾക്ക് അതിനെക്കുറിച്ച് അറിയില്ല, ഇവരുടെ മുൻ തലമുറകൾക്കും ഇതിനെക്കുറിച്ച് യാതൊരു വിവരമില്ല. ചിലപ്പോൾ അറിവുകൾ അങ്ങനെ ഉണ്ടാവാറുണ്ട്. ഈ തലമുറക്ക് അറിയില്ലെങ്കിലും മുൻ തലമുറക്ക് അറിയാമായിരുന്നു, എന്നിട്ടത് പിന്നുള്ളവർക്ക് പിന്നാലെ വന്നവർക്ക് അത് വിവരമില്ലാതെ പോയതാണ്. അങ്ങനെ സംഭവിക്കാലോ. അതുപോലുമല്ല. അതാണ് മാലഹും ബിഹി മിൻ ഇൽമിൻ വലാലി ആബായിഹിം എന്ന് പറയുമ്പോൾ അവർക്ക് അവരുടെ പിതാക്കൾക്കും അതിനെക്കുറിച്ച് വിവരമില്ല എന്ന് പറയുമ്പോൾ ഇപ്പൊ ജീവിക്കുന്നവരുടെ മക്കൾ ഇത് പറയാനൊരു തെളിവില്ല. അള്ളാഹുവിന് മക്കളുണ്ടെന്ന് പറയാനൊരു തെളിവില്ല. ഇവർക്ക് മാത്രമല്ല, ഇവരെ മുൻഗാമികളുടെ മക്കൾ ഒരു തെളിവുണ്ടായിരുന്നില്ല. മുമ്പ് ഉണ്ടായിരുന്ന ഒരു തെളിവ് നഷ്ടപ്പെട്ടു പോവുകയോ മറന്നു പോവുകയോ ചെയ്തില്ല. ഒരു തെളിവും ഒരു രേഖയും ഇത് പറയാൻ അവരുടെ മക്കൾ ഉണ്ടായിരുന്നില്ല. ഇന്നും രസകരമാണ് ആ കാര്യത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ. സമർത്ഥമായി പറയാൻ, തെളിയിക്കാൻ, സ്ഥാപിക്കാൻ യാതൊരു തെളിവും രേഖയും അവരുടെ മക്കളില്ലല്ലോ. ഫമാലഹും ബിഹി മിൻ ഇൽമിൻ വലാലി ആബായി. എന്നിട്ട് അള്ളാന്റെ പ്രയോഗം നോക്കി നിങ്ങള്. അള്ളാഹ്ക്കറിയാലോ കാലഘട്ടത്തിന്റെ മാറ്റങ്ങളും സമൂഹത്തിന്റെ മാറ്റങ്ങളും ഒക്കെ. ദൈവോത്തരം 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 ഇങ്ങനെ പറഞ്ഞു നടക്കുമ്പോ അത് കേട്ട് കേട്ട് തഴമ്പിക്കുമ്പോൾ എന്താ ഒരു കൂട്ടർ അങ്ങനെ പറയുകയാണെങ്കിൽ പറഞ്ഞോട്ടെ, ഈ ഒരു ഭാവത്തിലാണല്ലോ ഇപ്പൊ നമ്മുടെയൊക്കെ മനസ്സ് നിൽക്കുക. ഖബറത്ത് കെലിമത്തൻ തഹ്റത്തിന് നഫ്വായി, എന്തോ ഒരു ഗൗരവമുള്ള വാക്ക് അവരെ വായന്ന് വീഴുന്നത്. ഈ അക്കൂനല്ല കെതിബ, വെറും കള്ളം മാത്രമല്ലേ അവർ പറയുന്നത്. ദൈവപുത്രൻ എന്ന പ്രയോഗം, അള്ളാഹുവിന് മക്കളുണ്ട് എന്ന് പറയുന്ന വാക്ക് ഒരു സാധാരണ ഒരു അബദ്ധമായോ ഒരു തെറ്റായോ കണക്കാക്കപ്പെട്ടുകൂടാ എന്നും അത് വളരെ ഗൗരവതരമുള്ളൊരു വാക്കായും ഒരു അബദ്ധമായും തന്നെ കണക്കാക്കേണ്ടതാണ് എന്നുമാണ് ഈ പറയുന്നത്. അതങ്ങനെയാണ് തലേക്ക് കയറിയാല്, അതിന്റെ ഗൗരവം അങ്ങനെയാണ് തലേക്ക് കയറിയാല് ആരാടാ എന്റെ പടച്ചവനക്ക് മക്കളുണ്ട് എന്ന് പറയുന്നത്, ഈ അങ്ങ് തെളിയിക്ക്, ഞാൻ കാണിച്ചു തരാം എന്നൊരു ഭാവത്തിലെത്തും. കാണിച്ചു തരാറിനാൽ ഞാൻ തെളിയിച്ചു തരാം, എന്റെ വാക്കുകൾ കളവാണ് എന്ന് തെളിയിച്ചു തരാം എന്നൊരു ഭാഗത്തേക്ക് മനുഷ്യനെത്തും. ഇതിങ്ങനെ കേട്ട് കേട്ട് സഹാബികൾ ആ ഭാഗത്തേക്ക് എത്തിയിരുന്നു. അതുകൊണ്ടാ അവർക്കത് പറയാനും ചോദ്യം ചെയ്യാനും മറ്റുള്ളവരുടെ പ്രതികരണത്തെക്കുറിച്ച് ചിന്തിക്കാതിരുന്നത്. ഞങ്ങൾ ഇത് പോയി പറഞ്ഞാൽ ക്രിസ്ത്യാനികളായ ആളുകൾക്ക് ഞങ്ങളോടെന്ത് തോന്നും? ഈ ഒരു ചിന്തയുണ്ടല്ലോ മനസ്സിന്റെ തട്ടിൽ എവിടെയോ കിടക്കുന്ന, ആ ചിന്ത നമ്മളെ സ്വാധീനിക്കാനുള്ള കാരണം ഇവർ ഈ പറയുന്ന വാക്ക് കുറ്റകരമാണ്, ഗൗരവതരമാണ് എന്ന ബോധം നമ്മളില്ലാത്തതുകൊണ്ടാണ്. നമ്മൾ ആലോചിച്ച് നോക്കുമ്പോ നമ്മളെ പറ്റിയ ഒരാൾ വളരെ ഗൗരവതരമായ ഒരു വാക്ക് പറഞ്ഞാൽ അത് നമ്മളെ വല്ലാതെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞോൻ ആരാ നോക്കൂലല്ലോ നമ്മള്, ഭവിഷ്യത്ത് ആലോചിക്കില്ലല്ലോ നമ്മള്. എന്താ താൻ അങ്ങനെ പറയാൻ, അല്ലെങ്കിൽ താങ്കൾ അങ്ങനെ പറയാൻ എന്നെപ്പറ്റി എന്ന് നമ്മൾ ചോദ്യം ചെയ്യുമല്ലോ. ആ പറഞ്ഞ വിഷയം, വാക്ക് ഗൗരവം അത്രക്ക് നമ്മളെ മനസ്സിൽ തട്ടുകയും നമുക്കത് അത്രക്കും വെറുപ്പായി തീരുകയും ചെയ്താൽ പറഞ്ഞവനെ നമ്മൾ ചിന്തിക്കാറില്ല, താൻ എന്താ അങ്ങനെ പറയാനെന്ന് നമ്മൾ ചോദ്യം ചെയ്യും. ഇതേപോലെ അള്ളാനെ പറ്റി അള്ളാഹ്ക്ക് മക്കളുണ്ടെന്നൊക്കെ പറയാൻ തനിക്കെന്ത് അധികാരം, എന്ത് തെളിവാ തന്റെ മക്കളുള്ളത് എന്നത് ഗൗരവതരമായി മനസ്സിലുണ്ടാക്കി തീർക്കുക. ഇതാണ് ഖുർആൻ ഈ ആയത്ത് കൊണ്ട്, ഇതുപോലത്തെ ആയത്തുകൾ കൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോ ആ ശ്രമം നടത്തപ്പെടണം, അത് സഹകരിക്കപ്പെടണം, പിന്തുണക്കപ്പെടണം എന്ന് മനസ്സിലാക്കുക. ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണത് ഗൗരവതരമായിട്ട്. അപ്പൊ ഇതാണ് ഖുർആൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറയുമ്പോൾ നമ്മൾ നിർവഹിക്കേണ്ടതാണ് എന്നാണ് ആശയം. ബാക്കി ഫല അല്ല ബാഹ്യവും നഫ്സ, നീ നിന്റെ ശരീരത്തെ നാശത്തിൽ അകപ്പെടുത്തിയേക്കാം അല്ലേ. അല്ല ആസാരിയും ഇവരുടെ പിന്നാലെ പോയിട്ട് ഇല്ലം യുഅ്മിനു വിശ്വസിക്കാത്തത് കൊണ്ട് ഇവർ ബിഹാദൽ ഹദീസ് ഈ സന്ദേശത്തിൽ അസഫ
ദുഃഖിച്ചിട്ട് താൻ തന്റെ ശരീരത്തെ നശിപ്പിച്ചേക്കാമല്ലേ? ബാഹ്യ എന്ന വാക്കിന്റെ അർത്ഥം നാശത്തിൽപ്പെടുത്തുന്നവൻ, നശിപ്പിക്കുന്നവൻ എന്നൊക്കെയാണ് ബാഹ്യ. കുറച്ചുകൂടി കടന്നു പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം സ്വന്തം ശരീരത്തെ നശിപ്പിക്കുക, ആത്മാഹുതി ചെയ്യുക, മരണത്തിലേക്ക് എത്തിക്കുക എന്നിവരെ അർത്ഥം ബാഹ്യ നഫ്സക്കാറിനാൽ. സംസാരം പോകുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേരെയാണ്. ലഅല്ലക എന്ന് പറഞ്ഞുകൊണ്ട് സംസാരം നബിയുടെ നേരെയാണ്. വാക്കിന്റെ അർത്ഥം ഇങ്ങനെയുണ്ട്: പ്രവാചകരെ, ഈ ആളുകൾ ഇനിയും വിശ്വസിക്കാത്തതിൽ താങ്കൾക്ക് വല്ലാത്ത ദുഃഖമുണ്ട്. അങ്ങനെ ദുഃഖിച്ച് ഇവരെ പിന്നാലെ വിശ്വാസവും പറഞ്ഞ് നടന്നിട്ട് ഈ ദുഃഖവും പേറി അവസാനം സ്വന്തം ശരീരം തന്നെ താങ്കൾ നശിപ്പിക്കുമല്ലേ? ആ പോക്കാണില്ലേ പോകുന്നത്? ഈ ആളുകൾ, മക്കയിലെ ആളുകൾ, ഈ സന്ദേശത്തിൽ, ഈ ഖുർആനിൽ വിശ്വസിക്കാത്തത് കൊണ്ട് ദുഃഖവും പേറി പ്രവാചകൻ അവരെ പിന്നാലെ നടന്ന് സ്വന്തം ശരീരത്തെ നശിപ്പിക്കുമല്ലേ പ്രവാചകരെ? അതിനാണല്ലേ ഈ പോക്ക്? ആ വിധത്തിലാണല്ലേ ജീവിതം? എന്തായി പറഞ്ഞതിനർത്ഥം? അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിക്കുന്ന ജീവിതാ പറഞ്ഞത് ലഅല്ലക, ആയേക്കാം എന്നാണ് ലഅല്ലകന്റെ അർത്ഥം. ബാഹ്യു നഫ്സക, താങ്കളുടെ ശരീരത്തെ നാശത്തിൽ അകപ്പെടുത്തിയേക്കാം അല്ലേ? എങ്ങനെ നാശത്തിൽ അകപ്പെടുത്തിയ? അല ആസാരിയും, ഇവരുടെ പിന്നാലെ പോയിട്ട്, ഈ മക്കാരുടെ പിന്നാലെ പോയിട്ട്. എന്തിനാ പോകുന്നത്? ഇല്ലം യുമിനു, ഇവർ വിശ്വസിക്കാത്തത് കൊണ്ട്. ബിഹാദൽ ഹദീസ്, ഈ സംസാരം ഖുർആൻ ഉദ്ദേശിക്കുന്നത് അസഫ, ദുഃഖിതനായിട്ട്. ഈ സന്ദേശത്തിൽ ഇവർ വിശ്വസിക്കാത്തതിന്റെ പേരിൽ ദുഃഖവും പേറി ദുഃഖിതനായി ഇവരുടെ പിന്നാലെ നടന്നിട്ട് താങ്കളുടെ ശരീരത്തെ നാശത്തിൽ അകപ്പെടുത്തിയേക്കാം അല്ലേ? എന്താണ് ഈ പറയുന്ന അർത്ഥം? നബി മരിക്കാൻ പോയിരുന്നു? സുബ്ഹാനല്ലാഹ്, അനുഭവിച്ചിരുന്നു? ഇല്ലല്ലോ. നബി തന്റെ ശരീരം നാശത്തിൽ അകപ്പെടുത്താൻ പോയിരുന്നോ? പിന്നെന്താ ഈ പറയുന്നത്? രണ്ട് കാര്യങ്ങൾ വിശദീകരിക്കാനാണ് പടച്ചോനെ പറഞ്ഞത്. ഒന്ന്, ഈ സൂറത്ത് അവതരിക്കുന്നത് ഹിജ്റയുടെ തൊട്ടു മുമ്പുള്ള കാലഘട്ടങ്ങളിലാണ് എന്ന് വ്യക്തമാക്കി തരാം. കാരണം ഈ പറയുന്ന ഒരു അവസ്ഥ നബിക്ക് വരുന്നത് എപ്പോഴും മാത്രമാണെന്നറിയോ? ഹിജ്റക്ക് തൊട്ടു മുമ്പുള്ള കാലഘട്ടങ്ങളിൽ മാത്രമാണ്. ഹിജ്റക്ക് ശേഷമുള്ള കാലഘട്ടങ്ങളിൽ നബിയുടെ അവസ്ഥ ഇതല്ല. നബി ആരെ പിന്നാലെയും നടന്നിട്ടില്ല. നബിയുടെ പിന്നാലെ ഓലും അടക്കിയിരുന്നു. ഹിജ്റക്ക് ശേഷം ചരിത്രം നിങ്ങൾക്ക് അറിയാലോ. ഹിജ്റക്ക് ശേഷം മദീനയിൽ ചെന്നപ്പെടുന്നതിന് ശേഷം നബിയെ പരിശോധിച്ച് നോക്കൂ നിങ്ങൾ. നേതാവാണ് അവിടുത്തെ, അനുയായികൾ പൂർണ്ണമായി പിന്നിലുണ്ട്. ഏതവസരത്തിലും നബിയുടെ ശാസനകളും കൽപ്പനകളും സ്വീകരിക്കാൻ സന്നദ്ധരായി അവർ പിന്നാലെയുണ്ട്. തെരഞ്ഞു നടക്കേണ്ട ഒരു സാഹചര്യം നബിക്കുണ്ടായിട്ടില്ല. അതായത് മക്കയിൽ നിൽക്കുന്ന അതുപോലത്തെ ഒരു ആരെങ്കിലും ഒന്ന് താങ്ങിയിരുന്നെങ്കിൽ, ഒന്ന് പിന്തുണച്ചിറങ്ങിയിരുന്നെങ്കിൽ എന്നൊരവസ്ഥ മദീനയിലില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് വ്യക്തമാകുന്നുണ്ട് ഈ ആയത്തിറങ്ങുന്നത് മക്ക ജീവിതത്തിലല്ല, മദീന ജീവിതത്തിലല്ല, മക്ക ജീവിത കാലഘട്ടത്തിലാണ്. ഇനി നമ്മൾ നോക്കേണ്ടത് ഈ പറയുന്ന ഒരു പാരവശ്യമുണ്ട്, ഒരു വിഷമം, ഒരു ദുഃഖം. ഈ വിധത്തിൽ പിന്നാലെ നടന്ന് ചൊല്ലിക്കൊടുത്ത് ഒന്ന് അംഗീകരിക്കൂ, വിശ്വസിക്കൂ എന്ന മട്ടിൽ നബി എല്ലാ ത്യാഗവും ശ്രമവും ഉപയോഗിച്ചിരുന്ന ഒരു കാലഘട്ടം ഏതാണ്? അത് ഹിജ്റയ്ക്ക് തൊട്ട് മുമ്പുള്ള കാലഘട്ടം. എന്ന് വെച്ചാൽ അബൂ താലിബിന്റെയും ഖദീജ റളിയല്ലാഹു ഒക്കെ മരണം സംഭവിച്ചിട്ട് ആരോരും സഹായിക്കാനൊന്നുമില്ലാതെ ഇങ്ങനെ സ്വന്തം സംരക്ഷണം വരെ, സുരക്ഷിതത്വം വരെ പ്രശ്നമായിരുന്ന ഒരു കാലഘട്ടമുണ്ട് മക്കയിൽ. ആ കാലഘട്ടത്തിലാണ് പറയുന്നത്. അപ്പോ അള്ളാഹു എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, സൂറത്തുൽ കഹ്ഫ് എടുത്ത് ഓതുന്ന ഒരാൾക്ക് ആ സൂറത്ത് അവതരിക്കുന്ന കാലഘട്ടം എന്താണെന്ന് സൂചന നൽകുന്ന പരാമർശങ്ങളിൽ കൊടുത്തിരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു വെച്ച് ഈ ആയത്ത് നമുക്ക് സൂചന നൽകുന്നുണ്ട് ഈ സൂറത്ത് അവതരിക്കുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ്. കാരണം ഈ പറഞ്ഞൊരവസ്ഥയിൽ നബിയെ നാം കാണുന്നത് ഈ ഒരു സാഹചര്യത്തിൽ മാത്രമാണ്. ഇനി എന്താണ് പറഞ്ഞതിന്റെ ആശയം? നബി ഇങ്ങനെ നാശത്തിലാകപ്പെടുമാറെന്നൊക്കെ പറഞ്ഞാല് രണ്ട് ചിത്രം നമുക്ക് മനസ്സുകൊണ്ട് കാണാം പ്രവാചകന്റെ. ഒന്ന്, ഒരു മനസ്സിൽ ഒരാളെ മനസ്സിലുണ്ടാകുന്ന ചിത്രം ഞാൻ പറഞ്ഞത്, നബിയെ പറ്റിയൊക്കെ ഒരാൾ കുറെ വായിക്കുകയും കേൾക്കുകയും പഠിക്കുകയൊക്കെ ചെയ്ത് അയാൾക്ക് തോന്നി അള്ളാഹ് വഹി കൊടുക്കും. നബി ആൾക്കാരോട് പറയും, വേണേ വിശ്വസിച്ചോളി, ലക്കും തീർക്കും മതിയത്, നിങ്ങൾക്ക് നിങ്ങളെ തീര് ഞാൻ തീരിട്ട് നടക്കും, നിങ്ങൾ അകത്ത് പോയാലും പാടില്ല, തുറത്ത് പോയാലും പാടില്ല, എനിക്കൊന്നുമില്ല. ഇതൊരു ഭാവം മനസ്സിലുണ്ടാവുന്ന ഒരു ചിത്രം. മറ്റൊരു ചിത്രം ഒരാൾക്ക് തോന്നി, എന്താ ഈ ആളുകൾ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് വിശ്വസിക്കാത്തത്? ഇവർ കട്ടിച്ചൂട്ടി പിന്നെയും നരകത്തേക്ക് പോവാണല്ലോ ഈ മനുഷ്യന്മാര്. എന്റെ സംസാരത്തിന് തരാറുകൊണ്ടാണോ? ഞാൻ പറഞ്ഞിട്ട് ഏശാഞ്ഞിട്ടാണോ? എന്താണ് ഈ ആളുകൾക്കൊന്ന് വിശ്വസിച്ചാല്? എന്തെല്ലാം തെളിവുകൾ ഞാൻ ഈ ആളുകളെ മുന്നിൽ നിരത്തി കൊടുത്തു
എന്താ പടച്ചവൻ എന്റെ ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കാത്തത് എന്നിങ്ങനെ വേവലാതിപ്പെടുന്ന വിഷമിക്കുന്ന ഒരു ചിത്രവും. ഇത് രണ്ടുമുണ്ട്. ചിലരെ സംബന്ധിച്ച് നബിയെപ്പറ്റി കിട്ടിയിരിക്കുന്ന ഒരു ചിത്രം ആദ്യം പറഞ്ഞതാണ്, എന്ന യഥാർത്ഥ ചിത്രം രണ്ടാമത് പറഞ്ഞതാണ്. ആളുകളെ മുന്നിൽ വന്നിട്ട് കുറെ ആയത്തുകളും ചൊല്ലിക്കൊടുത്ത് വേണമെങ്കിൽ വിശ്വസിച്ചോടെ ഞാൻ എന്റെ പണിക്ക് പോവാണ് എന്ന വിധത്തിൽ നടന്ന ഒരു പ്രവാചകനെ അല്ല ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്, ചരിത്രവും കാണിച്ചു തരുന്നത്. പക്ഷെ നമ്മളിത് പറയാറുണ്ട്. ഇത് പറയാറുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സ്വരം സംസാരിച്ചത് ലക്കും ദീനിക്കും വഴി. ഞാൻ എന്താ നിർബന്ധിച്ച് നിങ്ങളെ ഈ കൂട്ടത്തേക്ക് കൂട്ടാൻ എനിക്ക് അനുവാദമല്ല, എന്നോട് പറഞ്ഞിട്ടില്ല. അതിന്റെ അർത്ഥം നിർബന്ധം ചെലുത്തിയില്ല എന്നുള്ളൂ, മനസ്സ് വിഷമിച്ചില്ല എന്നതിനർത്ഥമല്ല. ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് ഇതാണ്. എന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സ് ഈ ആളുകൾ ഈ ദീനിലേക്ക് കൂട്ടത്തോടെ വരണം എന്നാഗ്രഹിക്കുന്നതായിരുന്നു, താല്പര്യപ്പെടുന്നതായിരുന്നു. ഒരാളെങ്കിലും ഒരാൾ കൂടുതലായി തന്റെ സന്ദേശം സ്വീകരിക്കുക, തന്റെ ഉപദേശം സ്വീകരിക്കുക, എന്നിട്ട് സന്മാർഗത്തിലായി തീരുക, ഇത് ആഗ്രഹിക്കുന്ന ഒരു മനസ്സാണ് നബിയുടെ. അത് സ്വീകരിക്കപ്പെടാതെ വരുമ്പോൾ വിഷമിക്കുന്ന ഒരു മനസ്സ്, ദുഃഖിക്കുന്ന ഒരു മനസ്സ്, എന്താണ് ഇയാൾ ഇങ്ങനെ ആവാതിരുന്നത് എന്ന് വിഷമിക്കുന്ന ഒരു മനസ്സ്, ഇതാണ് നമുക്ക് കാണാൻ കഴിയും. ചരിത്രം പരിശോധിച്ച് നോക്കൂ, നിങ്ങൾക്ക് ആ രംഗം കാണാം. ഒന്ന്, സ്ഥിരീകരണമില്ലാതെ പറഞ്ഞു പോകാൻ ഇങ്ങനെ എണ്ണിയാൽ മതി. ഒന്ന്, തായിഫിലേക്ക് പോയിട്ട് ആട്ടി ഓടിച്ച് തിരിച്ചു വരുന്ന സമയത്ത് എന്ത് വേണമെന്ന് ചോദിച്ചുകൊണ്ട് മലക്കരികത്ത് വന്നപ്പോൾ പറഞ്ഞ വാക്കെന്താ? വിവരമില്ലാഞ്ഞിട്ടാറപ്പെ പുറത്തു കൊടുക്ക്. പ്രതീക്ഷ എന്താ? എന്തെങ്കിലും ഒരിക്കലും ഒരാരെങ്കിലും വിശ്വാസികളായിക്കൂടായില്ലല്ലോ, നശിപ്പിക്കാൻ എളുപ്പമാണ്. ആ ശാപത്തിന് വന്നവനല്ലല്ലോ ഞാൻ, നശിപ്പിക്കാൻ വന്നവനല്ലല്ലോ ഞാൻ ഈ ആളുകൾക്ക് പ്രാർത്ഥിക്കാൻ പിന്നെ നന്മയിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി വന്നവനല്ലേ, ഒരു കാലത്ത് ഇവർ നന്നായിക്കൂടായില്ലല്ലോ. ഇതാണ് ആ പ്രതീക്ഷ. ബദറിൽ പിടിക്കപ്പെട്ട 70 ആളുകളെ കൊല്ലാൻ വേണ്ടി സഹാബികൾ അഭിപ്രായപ്പെട്ടപ്പോ നബി ചിന്തിച്ച ചിന്ത മാപ്പ് കൊടുക്കുക, അവർക്ക് നഷ്ടപരിഹാരം വാങ്ങി അവര് ജീവൻ തിരിച്ചു കൊടുക്കുക, മറിച്ചൊരു ചിന്ത വന്നുകൂടായില്ലല്ലോ അവർക്ക്. അവർ നന്നാവുകയാണെങ്കിലോ മുസ്ലിം ആവുകയാണെങ്കിലോ അങ്ങനെ ആവട്ടെ, അതാണ് ആ ചിന്ത. ഈ ഒരു വീക്ഷണമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമീപത്തിൽ ജീവിതത്തിൽ ഏത് അവസരത്തിലും കാണാൻ കഴിയുന്നത്. ആളുകൾക്ക് നന്നാവാൻ അവസരം ഉണ്ടാവട്ടെ, ചിന്തിക്കാൻ അവസരം ഉണ്ടാവട്ടെ. ഇതാണ് മക്കം ഫത്വ, അതാണല്ലോ ആളുകൾക്ക് അവസരം കൊടുക്കുക ചെയ്തത്. ഇതാ നിങ്ങൾ എന്റെ കയ്യിൽ കിട്ടിയിരിക്കുന്നു, പക്ഷെ ഞാൻ നിങ്ങൾ വെറുതെ വിടുകയാണ് എന്ന് പറയുമ്പോഴും മറിച്ചൊരു ചിന്ത ആളുകൾക്ക് ഉണ്ടാവട്ടെ എന്നുള്ളതാണ്. അപ്പോ പ്രവാചകന്റെ മനസ്സ് അതായിരുന്നു. അസീസുൻ അലൈഹിമ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം എന്ന് സൂറത്ത് തൗബയുടെ അവസാന ഭാഗം പറഞ്ഞ മാതിരി ഹരീസുൻ അലൈക്കും വളരെ താല്പര്യമുള്ളവനാണ്. എന്നിട്ട് ആ ഭാഗം ചിത്രീകരിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഒരു വിളക്ക് കത്തിച്ചു വെച്ചാൽ വിളക്കിന്റെ നേരെ പാറ്റകൾ പറന്നെടുക്കുന്നു, ചത്തൊടുങ്ങാൻ. പാറ്റകൾക്കറിയില്ല ഇത് വിളക്കാണ്, ചിറക് കരിഞ്ഞ് ചാവുന്നു, വിളക്കിന്റെ പ്രകാശത്തിൽ പറന്നു വരും. എന്താ രസകരമായ വർണ്ണനയാണ്. പക്ഷെ ഒരാൾ തന്റെ കൈകൾ കൊണ്ട് ഈ പാറ്റകളെയൊക്കെ ഈ വിളക്കിൽ നിന്ന് ആട്ടി ഇങ്ങനെ നിൽക്കുകയാണ്. ഇങ്ങോട്ട് വരല്ല, ഇത് വിളക്കാണ്, ചിറക് കരിഞ്ഞൊഴുവിലും ചത്തൊടുങ്ങുമെന്ന് പറഞ്ഞുകൊണ്ട്. എന്റെ അവസ്ഥ ഇതാ കൂട്ടര്, നരകത്തിലേക്ക് ചത്തൊടുങ്ങാൻ വേണ്ടി പോവുകയാണ് നിങ്ങൾ, ചിറക് കരിഞ്ഞ് താഴെ വീഴാൻ വേണ്ടിയിട്ട് പറക്കുകയാണ് നിങ്ങൾ, കൂട്ടത്തോടെ പറക്കാണ്. ഈ നരകത്തിലേക്ക് പറക്കുന്ന മനുഷ്യകളെ ഈ വിളക്കിൽ നിന്ന് പാറ്റകളെ തട്ടി അകറ്റും പോലെ തട്ടി അകറ്റിക്കൊണ്ട് നിൽക്കുകയാണ് ഞാൻ. എന്നിട്ട് എന്താണ് ഈ ആളുകൾ ഞാൻ പറയുന്നത് സ്വീകരിക്കാത്തത് എന്ന് പറയുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ വിഷമിക്കുന്ന, പ്രയാസപ്പെടുന്ന ഒരു ഭാവം, അതാണ് ഇവിടെ ചിത്രീകരിക്കുന്നത്. അപ്പോ നമുക്ക് കിട്ടിയത് 2 കാര്യങ്ങളാണ് ഈ ആയത്ത് കൊണ്ട്. ഒന്ന്, ഈ സൂറത്ത് അവതരിക്കുന്നത് ഹിജ്റക്ക് തൊട്ട് മുമ്പുള്ള കാലഘട്ടങ്ങളിലാണ്. മറ്റൊന്ന്, ആ കാലഘട്ടങ്ങളിൽ മക്കയിലെ ജനങ്ങൾ തന്നിൽ വിശ്വസിക്കാത്തതിന്റെ പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വളരെയേറെ വിഷമവും ദുഃഖവും ഉണ്ടായിരുന്നു. അള്ളാഹു എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ, എന്താ പ്രവാചകരെ ഭാവം? ഈ ദുഃഖവും പേറി ഇവരെ പിന്നാലെ ഇങ്ങനെ നടന്നിട്ട് സ്വന്തം ശരീരം പോലും നഷ്ടപ്പെടുത്തണമെന്നാണോ ആഗ്രഹിക്കുന്നത് എന്ന് വെച്ചാൽ, നബിയുടെ മനസ്സിന്റെ വിഷമവും വിമ്മിഷ്ടവും എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് പിൻതലമുറക്കാർക്ക് വിശദീകരിച്ചു തരാൻ പഠിച്ചു. നിങ്ങളറിയോ നിങ്ങളുടെ പ്രവാചകന്റെ ആ കാലഘട്ടത്തിലെ അവസ്ഥ? ഈ ആളുകൾ വിശ്വസിക്കാത്തതിന്റെ പേരിൽ മനസ്സ് വിഷമിച്ചിട്ട് സ്വന്തം ശരീരം പോലും നാശത്തിലേക്ക് അകപ്പെടുത്താവുന്ന ഒരു കോലത്തിൽ ഈ പ്രവാചകൻ ജീവിച്ചിട്ടുണ്ട്. അത്രമാത്രം സ്നേഹനിധിയായിരുന്നു, കരുണയുള്ളവനായിരുന്നു ഈ പ്രവാചകൻ എന്ന് നിങ്ങൾ ഓർമ്മിക്കുക എന്ന് പിൻതലമുറക്കാർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിചയപ്പെടുത്തി തരികയാണ്. 2 കാര്യങ്ങൾ പറഞ്ഞല്ലോ. ഒന്ന്, ആ ഖുർആൻ ഇറങ്ങിയ കാലഘട്ടം എന്താണെന്ന് മനസ്സിലാക്കി തരിക ഈ സൂറത്ത് അവതരിക്കുന്ന. മറ്റൊന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് വിധത്തിലുള്ള വ്യക്തിയായിരുന്നു എന്ന് മനസ്സിലാക്കി തരിക. നബിയുടെ വാചകങ്ങൾ ഒരുപാട് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ചരിത്രം അത് തന്നെയാണ്. നബി ഈ വിധത്തിലായിരുന്നു. നമുക്ക് പഠിക്കാനുള്ള എന്താ?
മുന്നറിയിപ്പ് നൽകാനും താക്കീത് നൽകാനും വന്നാൽ പിന്നെ നമുക്ക് വിചാരം ഉണ്ടാകല് നൂഹിനബിന്റെ തൂഫാൻ വരുത്താൻ കഴിഞ്ഞാൽ തരക്കടിലിരുന്നാണ്. 2 പ്രാവശ്യം പറഞ്ഞ് 3 പ്രാവശ്യം പറഞ്ഞാൽ പിന്നെ നശിക്കട്ടെ അവർ എന്ന ഭാവമാണല്ലോ പലപ്പോഴും സംഭവിക്കുക ആളുകളിൽ. ശ്രദ്ധിച്ചിട്ടില്ല നിങ്ങള്? നാട്ടുമുറ സാധാരണ ആളുകൾ സംസാരിക്കുമ്പോൾ പറയാറുണ്ടാ ഉണ്ടാവാറ്? ശാപത്തെപ്പറ്റി, കറാമത്തുകളുടെ പേരിൽ നടക്കുന്ന ദുഷ്ടതകളെപ്പറ്റി, പിന്നീട് സംഭവിക്കാവുന്ന ആപത്തുകളെ പറ്റിയാണ് പൊതുവെ മതവുമായി ബന്ധപ്പെട്ട ആളുകൾ ആരെയും പറഞ്ഞ് പേടിപ്പിക്കാറ്. ചെയ്തോ ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ പിന്നെ പറയേണ്ട ആൾക്കാർക്ക് അറിയാം എന്താ പറയാൻ പോണത്. ഉണ്ടെങ്കിൽ ഒരവസരമില്ല, സമയമില്ല, നാശം, ആപത്ത്, ഈ അർത്ഥത്തിലാണ് പലപ്പോഴും ഉണ്ടാവാറ്. അതല്ല സ്വരം, അതാണല്ലോ ഖുർആന്റെ ആശയം. മുസ്ലിം അലൈഹി സ്വലമാക്ക് വിഷമാ തോന്നിയത്, ദുഃഖാ തോന്നിയത്, എന്താ ഈ ആളുകൾക്ക് ഇനി ഈ കാര്യം ബോധ്യപ്പെടാത്തത് എന്ന വിഷമമാണ് ഉണ്ടായിരുന്നത്. നേരത്തെ പറഞ്ഞ മുന്നറിയിപ്പിനും സന്തോഷ വാർത്തയ്ക്കും വേണ്ടി പുറപ്പെടുമ്പോൾ മനസ്സിന്റെ ഭാവം ഇതായിരിക്കട്ടെ, എന്തുകൊണ്ടാണ് ആളുകൾ സ്വീകരിക്കാത്തത് എന്ന വിഷമം, അല്ലാതെ ഒരു ശപിക്കുന്നവന്റെ നാശം പ്രതീക്ഷിക്കുന്നവന്റെ സ്വരമായിരിക്കരുത്. അടുത്തായിട്ട് ഇന്നാ ജഅൽനാ മാ അലൽ അർളി സീനത്തല്ലഹ ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമല വഇന്നാ ലജാഇലൂന മാ അലൈഹാ സഈദൻ ജുർസ. അപ്പോ ഖുർആൻ അവതരിപ്പിച്ച ആശയം പറഞ്ഞു, അള്ളാഹുവിന്റെ അനുഗ്രഹമാണതെന്ന് പറഞ്ഞു. അള്ളാഹ്ക്ക് മക്കളുണ്ടെന്ന് പറയുന്നത് ഗൗരവകരമായ കുറ്റമാണ്, നിങ്ങൾ താക്കീത് നൽകാൻ മറക്കരുതെന്ന് പറഞ്ഞു. പ്രവാചകന്റെ അവസ്ഥയെപ്പറ്റി പറഞ്ഞു. ഇനി പറയുന്നത് ഇന്നാ ജഅൽന, നാം ആക്കിയിരിക്കുന്നു, മാ അല്ലർളി, ഈ ഭൂമിയുടെ മേലെയുള്ളതൊക്കെ, സീനത്തല്ലഹ, ആ ഭൂമിക്കൊരു അലങ്കാരമാക്കിയിരിക്കുന്നു. ഭൂമിയുടെ മേലെയുള്ളതെന്ന് പറയുമ്പോ ഇവിടെയുള്ള ജീവികളായാലും സസ്യങ്ങളായാലും മറ്റു വസ്തുക്കൾ എന്തൊക്കെയുണ്ട് എല്ലാം ആയിരുന്നാലും ശരി, അതൊക്കെ ഒരു അലങ്കാരാണ്, ഒരു ഭംഗിയാണ് ഈ ഭൂമിക്ക്. എന്തിനാ? ലിനബ്ലുവഹും, അവരെ പരീക്ഷിക്കാൻ വേണ്ടി, അയ്യുഹും അഹ്സനു അമല, ആരാണ് നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുക എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. എന്താ പറഞ്ഞ് ഭൂമിക്ക് മേലെയുള്ള ഈ സൗകര്യങ്ങളൊക്കെ അള്ളാഹു ചെയ്തു വെച്ചിരിക്കുന്നത് ഈ ഭൂമിക്ക് അത്യാവശ്യം വേണ്ട ഭംഗിയും സൗന്ദര്യവും ഉണ്ടാവാനാണ്. ഇല്ലെങ്കിൽ നിങ്ങളത് സങ്കല്പിച്ചു നോക്കുന്നത്, ചെടികളില്ലാത്ത, സസ്യങ്ങളില്ലാത്ത, പക്ഷികളും പറവകളും മറ്റ് ജീവികളും ഒന്നുമില്ലാത്ത ഒരു ഭൂമിയിൽ അന്ന് മണ്ണും സെൽവയും ഇവർക്ക് കൊടുത്ത മാതിരി എന്തോ 2 സാധനം തിന്നാനും തന്നിട്ട് ഇവിടെ ഏൽപ്പിച്ചാൽ മടുപ്പ് തോന്നും, മതിന്ന്. ബുദ്ധിമുട്ട് രോഗമൊന്നുമില്ല. എന്നാൽ തന്നെ ഇപ്പോഴത്തെ നമ്മുടെ പ്രകൃതി സ്വർഗീയ പ്രകൃതിയല്ല, ഇവിടുത്തെ പ്രകൃതിയിൽ ഇങ്ങനെ തന്നാല് ഈ ചെടിയും മരങ്ങളും പൂക്കളും ഒന്നുമില്ല, ഈ കാണുന്ന വൈവിധ്യങ്ങളും ഇല്ലാത്തൊരു കോലത്തിലാണ് നൽകിയിരുന്നെങ്കിൽ, ഈ അലങ്കാരവും മോടിയൊന്നുമില്ലെങ്കിൽ ഈ ഭൂമി മടുക്കും. അത് ഈ അലങ്കാരവും മോടിയെല്ലാം കൂടി ആളുകൾ ഉണ്ടാക്കുകയും മോടി പിടിപ്പിക്കുകയൊക്കെ ചെയ്തുകൊണ്ടാണ് ഈ ദുനിയാവ് മറക്കാത്തത്. ഇവിടെ തന്നെ നോക്കൂ നിങ്ങൾ, അധിക സ്ഥലങ്ങൾ കാണാനില്ലല്ലോ ഇവിടെ. പിന്നെന്താ പണി? വെറുതിരിക്കുക. എവിടെ പോവാൻ? എണ്ണാം കുറച്ച് സ്ഥലങ്ങൾ. അത് കഴിഞ്ഞാൽ ഇത്ര തവണ കണ്ടതാ, അതൊക്കെ കണ്ടതിനല്ലേ കാണുന്നത്. കഴിഞ്ഞു. ഈ സിവിൽ ഏവിയേഷനില് പരിശീലനത്തിന് പോയിരുന്ന, പൈലറ്റായി പഠിക്കാൻ വേണ്ടി പോയിരുന്നൊരു പയ്യൻ പറഞ്ഞു, ആദ്യമൊക്കെ സന്ധ്യാസമയത്ത് ആദ്യത്തെ പറക്കല് നല്ല ഉഷാറാ, മേലോട്ട് നോക്കി ഉറക്കുമ്പോൾ താഴോട്ട് നോക്കാൻ. ഒരാഴ്ച പോയപ്പോ മടുത്ത്, എന്താ കാണാനൊന്നുമില്ല, ഈ ലൈറ്റിന്നില്ലേ. ആദ്യം ഭയങ്കര ഹരായിരുന്നു, രാത്രി ടൈം കിട്ടാൻ വലിയ മോഹമായിരുന്നു, പക്ഷെ ഒരു രസവുമില്ല. പിന്നെ കഴിഞ്ഞു താഴോട്ട് നോക്കാറുണ്ടല്ലോ. ഇപ്പൊ അയാള് പറഞ്ഞത് നോക്കാറുണ്ടല്ല. എന്താണ് എല്ലാരും അവസ്ഥ തന്നെ. വൈവിധ്യങ്ങളും മാറ്റങ്ങളും അധികം കിട്ടാഞ്ഞിട്ട് പോലും, അധികം ഒന്നും ഇല്ലാഞ്ഞിട്ട് പോലും മനുഷ്യന് മടുക്കാണ്ടാവുക. അപ്പൊ ഇതൊക്കെ ചെയ്തു വെച്ചത് അതൊക്കെ ഒരു അലങ്കാരാണ്, ഒരു മോടിയാണ്. എന്നിട്ട് അതനുസരിച്ചുള്ള അഭിരുചികളും മനുഷ്യന് നൽകിയിട്ട് മനുഷ്യന്റെ മനസ്സ് അതിനോട് ഇണക്കുണ്ടാക്കുന്ന ഒരു കോലത്തിൽ ഒപ്പിച്ചു വെച്ചിരിക്കുക. ഓരോ നാട്ടിനോട് യോജിപ്പിച്ച വിധത്തില്. മരുഭൂമിയും ജീവിച്ച താമസിച്ച ആൾക്കാർ നമ്മളെ നാട്ടിൽ കൊണ്ടിട്ടാ ഓൾക്ക് വല്ലാതൊന്നും ഇഷ്ടപ്പെടില്ല. എന്തിനാ ചീഞ്ഞ മഴ എപ്പോഴും നിറവിൽ കൊണ്ട് പോയി. ആ മനുഷ്യന്റെ അഭിരുചി അതിനോടാണ്. തണുപ്പ് സീസണിൽ ശീലിച്ചു വന്നവരോട് നല്ലൊരു തണുപ്പ് വന്നെങ്കിൽ എന്നാണ്. അതാ മനുഷ്യന്റെ പ്രകൃതിയും അതിനോട് ഇണക്കി ഓരോ ആൾക്കാർ ഓരോ സ്ഥലത്ത് കൊണ്ടിട്ട് ഒരു മാറ്റത്തിന് വേണ്ടി അവിടെ ഇവിടെയൊക്കെ പോയാലും വീണ്ടും അതേ സ്ഥലത്തേക്ക് തിരിച്ചെത്തുന്ന ഒരു കോലത്തിൽ മനുഷ്യന്റെ മനസ്സുകൾ യോജിപ്പിച്ച് എല്ലാം കൂടി ഇങ്ങനെയൊക്കെ ആക്കി വെച്ചിരിക്കുന്നു. എന്തിനാ? ഇതിനെവരും ഒരു പരീക്ഷണത്തിന്. അയ്യവും അഹ്സനു അമല, ആരാ നല്ല പ്രവൃത്തി ചെയ്യുക എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അയ്യവും അഹ്സനു അമല, ഇതാണ് പോയിന്റ്. അഹ്സനു അമല. എന്നിട്ട് വൈന്നാല ജായിലൂന, നാം ആക്കി തീർക്കും മാ അലേഹ, ആ ഭൂമിയുടെ മേലെയൊക്കെ ഉള്ളത്, സഈദൻ ജുർസ, തരിശ് ഭൂമിയാക്കി മാറ്റും. സഈദ് എന്ന വാക്കിന്റെ അർത്ഥം
മണ്ണൊന്നുമില്ലാത്ത ഭാഗം എന്നാണ് സൈദ്. മൊട്ടക്കുന്ന് മൊട്ട പ്രദേശം എന്നൊക്കെ പറയാം. ആ വാക്കെത്രത്തോളം സാഹിത്യപരമാണെന്ന് എനിക്കറിയില്ല. സൈദ് എന്ന വാക്കിന് മണ്ണൊന്നുമില്ലാതെ ഇങ്ങനെ മൊട്ടയായി നിൽക്കുക, വെറും ക്ലീൻ ആയിട്ട് മിനുസമുള്ള പാറയായി നിൽക്കുക, അതിനാണ് സൈദ് പറയാം. ജുറുസ് എന്ന അറബിയിൽ ഉപയോഗിക്കാറ് തരിശിനാണ്, പാഴ്ഭൂമിയാണ്, ഒരു കൃഷിയും ഉണ്ടാവാത്ത ഭൂമിക്ക്. അപ്പൊ സൈദൻ ജുറുസ എന്ന് പറഞ്ഞാല് കൃഷിയൊന്നും ഉണ്ടാവാത്ത, ചെടികളൊന്നും വളരാത്ത വെറും മൊട്ടക്കുന്നുകളായി മൊട്ടപ്രദേശങ്ങളായി മാറ്റാനാണ്, മാറ്റിക്കളയും സൈദൻ ജുറുസ. അത് ഉദ്ദേശിക്കുന്നത് ലോകാവസാന സമയത്താണ് ഈ ഭൂമിയെല്ലാം കൂടി നശിച്ചിട്ട് കൃഷിക്കും മറ്റും ഒന്നിനും പറ്റാത്തൊരു കോലത്തിൽ ഒരു പ്രത്യേക രൂപത്തിലാക്കി മാറ്റുന്നു. ഇന്നാ ജായിലൂന വൈന്നാല ജായിലൂന, നാം ആക്കി തീർക്കും മാ അലിഹ, ഈ ഭൂമിയുടെ മേലെയുള്ള ഈ അലങ്കാരങ്ങളെയൊക്കെ എന്താക്കി മാറ്റും? സഈദൻ ജുർസ, തരിശു ഭൂമിയായ മൊട്ട പ്രദേശങ്ങളാക്കി മാറ്റും. ഈ ഭംഗിയൊക്കെ നശിച്ച്, ഈ അലങ്കാരങ്ങളൊക്കെ നശിച്ച്, ഒരിടത്തും നോക്കിയാൽ മറ്റൊരിടത്ത് നേർക്ക് കാണാവുന്ന വിധത്തിൽ കുന്നും കുഴിയുമൊക്കെ മാറിയിട്ട് വിശാലമായ ഒരു പ്രദേശമാക്കി മാറ്റും. മഹ്ശറയിലേക്ക് ഒന്നിച്ചുകൂടുന്ന സമയം ഈ ഭൂമിയുടെ അവസ്ഥ അതായിരിക്കുമല്ലോ. അപ്പൊ ഇനി ഒരിക്കലും ഈ ഭൂമിയിൽ സസ്യലതാദികളൊന്നും ഇല്ലാത്തൊരവസ്ഥയിൽ നിങ്ങളിവിടെ ഒരുമിച്ച് കൂടാൻ വേണ്ടി വരാനിരിക്കുന്നുണ്ട് കൂട്ടരെ. അന്ന് നിങ്ങൾക്ക് കാണാം ഈ മൊട്ട പ്രദേശം, ഒന്നുമില്ലാത്ത ഈ പ്രദേശം നിങ്ങൾക്ക് കാണേണ്ടി വരും. അങ്ങനത്തെ ഒരു അവസ്ഥ വരാനുണ്ട്. അപ്പോ ഖുർആൻ എന്തിനാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തിനാണ് ഈ മുന്നറിയിപ്പ്? ചെയ്യാനും മുന്നറിയിപ്പ് നൽകാനും താക്കീത് നൽകാനും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു തുടക്കം എന്ന നിലയ്ക്ക് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു വെച്ചു ഖുർആൻ. അത്രയും കാര്യങ്ങൾ ഞാനും ഇന്ന് പറഞ്ഞു വെക്കുന്നു. ബാക്കി പിന്നെ ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ, ഇനി ഖുർആൻ ആ ഗുഹാവാസികളുടെ കഥ പറയാം, സംഭവം പറയാം. അവിടെ ഒരു കാര്യം, ഒരു നീണ്ട കഥ പറയാൻ എന്റെ പക്കലില്ല. എന്ന് വെച്ചാൽ നമ്മൾ കുറെ കേട്ടത് കയ്യിലുണ്ടാവും. ഒരു അത്ഭുതമുണ്ട്, ഖുർആനിൽ ഇവിടെയല്ലാതെ വേറെ എവിടെയും ഈ കാര്യം പറഞ്ഞിട്ടില്ല. മാത്രമല്ല ഒരൊറ്റ ഹദീസിൽ പോലും ഇതിനെപ്പറ്റി വേറൊരു വിശദീകരണം നൽകിയിട്ടില്ല. ഗുഹാവാസികൾ എന്താണെന്നൊരു വിശദീകരണം പ്രവാചകൻ നൽകണ്ടേ? സഹാബികൾ ചോദിക്കണ്ടേ? അപ്പൊ പിന്നെ ഞങ്ങൾ ഈ കേട്ട കഥകളൊക്കെ ഖുർആന്റെ തഫ്സീറുകൾ എഴുതപ്പെട്ട കാലഘട്ടങ്ങളിൽ ഈ ആളുകൾക്ക് ബന്ധപ്പെട്ട് അറിയാൻ സാധിച്ച പിന്നെ ക്രിസ്ത്യൻ പണ്ഡിതന്മാരിൽ നിന്നോ ക്രിസ്ത്യാനികളുടെ ഗ്രന്ഥങ്ങളിൽ നിന്നോ പകർത്തെഴുതപ്പെട്ടവ മാത്രമാണ്. എന്തഭിപ്രായങ്ങൾ അവയെക്കുറിച്ച് പറഞ്ഞിരുന്നാലും ശരി, പിൽക്കാലത്ത് ഇന്ന് ഖുർആന്റെ ഒരു അത്ഭുതമായി ഖുർആനിൽ പറയപ്പെട്ട പരാമർശിക്കപ്പെട്ട ഒരു കാര്യം ലോക ചരിത്രത്തിൽ തെളിയിക്കപ്പെട്ടതിന് ഉദാഹരണമായി എടുത്തു കാണിക്കാറുണ്ട്. പിന്നീട് അമ്മാന്റെ ഭാഗത്ത് ജോർഡാനിൽ നടത്തപ്പെട്ട ഗവേഷണങ്ങളും മറ്റുമൊക്കെ. അതും ഏതാനും പണ്ഡിതന്മാരുടെയും ശാസ്ത്രജ്ഞന്മാരുടെയും ഏറെക്കുറെയുള്ളൊരു നിഗമനം, ഇന്ന് ഏറെക്കുറെ മുസ്ലിം പണ്ഡിതന്മാർ യോജിച്ചു നിൽക്കുന്ന ഒരു നിഗമനം എന്നതിൽ കവിഞ്ഞ് 100% ശരിയായ വിധത്തിൽ അവിടെ തന്നെയായിരുന്നു ഈ ഗുഹാവാസികൾ ഉണ്ടായിരുന്നത് എന്ന് പറയാവുന്ന രൂപത്തിൽ ഉറപ്പിച്ച് പറയാനൊന്നുമില്ല. വളരെ കുറഞ്ഞ ഖുർആൻ ആയത്തുകളുടെ പോക്കിന്റെ കൂട്ടത്തിൽ പോയാൽ എന്ത് കിട്ടുമോ അത്രേ നമുക്ക് ആ കാര്യത്തിൽ കൂടുതൽ പറയാനുള്ളൂ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ കൂടെ കൂട്ടി വായിച്ചോളൂ നിങ്ങൾ. ബാക്കി അങ്ങോട്ട് കൊണ്ട് പോകാൻ നമ്മളോട് പറഞ്ഞിട്ടില്ല. പോയാൽ നമ്മൾ കൊടുക്കും ചെയ്യും. കാരണം ഈ സംഭവിച്ച ഗുഹാവാസികളെ പറ്റി ഒക്കെ പരാമർശിച്ചിരിക്കുന്നത് ക്രിസ്ത്യാനികളിൽ സംഭവിച്ചൊരു കാര്യമാണ്. ക്രിസ്ത്യാനികൾപ്പെട്ടൊരു കാലഘട്ടത്തിൽ സംഭവിച്ചതാണെന്ന് പറഞ്ഞ് രാജാവിന്റെ പേരും കാലഘട്ടത്തിന്റെ പേരും ഒക്കെ പരാമർശിച്ചു. ഒന്നും ഖുർആൻ ആയത്തുകളല്ല, ഹദീസുകളില്ല. ചരിത്രങ്ങളിൽ പരാമർശിക്കപ്പെട്ടതിനോട് ഏതാണ് സാമ്യതയുള്ളത് ചിലർ എഴുതി വെച്ചു, അത് ബാക്കിയുള്ളവർ കൊണ്ട് ഏറ്റു പറയുകയും ചെയ്തു. എന്നാല് മുന്തഹബ് എന്ന് പറയുന്ന തഫ്സീറിനെ പറ്റി അറിയോ അറിയില്ല, ഒരു കൂട്ടം പണ്ഡിതന്മാരിരുന്നിട്ട് എഴുതി ഈജിപ്തിൽ നിന്ന് പ്രസിദ്ധീകരിച്ച വ്യത്യസ്ത ഖുർആൻ തഫ്സീറുകളും പഠനങ്ങളും എടുത്തുകൊണ്ട് വെച്ച ഖുർആൻ തഫ്സീറുണ്ട്. ആ ഖുർആൻ വ്യാഖ്യാനത്തിൽ പറയുന്ന ഈ സംഭവിച്ചിരിക്കുന്നത് യഹൂദികളിലാണ്. ബാക്കി തഫ്സീറുകളൊക്കെ പറയുന്നത് ഈ ഗുഹാവാസികൾ എന്ന് പറയുന്ന ഒരു കൂട്ടം ക്രിസ്ത്യാനികളാണ്. ഈ തഫ്സീറിൽ പറയുന്നത് യഹൂദികളിൽപ്പെട്ട വിഭാഗത്തിലാണ് സംഭവിച്ചിരിക്കുന്നത്. സത്യം എന്താണെന്ന് പറഞ്ഞാൽ ഇത് ക്രിസ്ത്യാനികൾ സംഭവിച്ചതാണെന്ന് പറയുന്നവരുടെ വക്കലും ഉപോത്ഭവമായി കാണിക്കാൻ രേഖകളൊന്നുമില്ല. ഇത് യഹൂദികൾ സംഭവിച്ചതാണെന്ന് പറയുന്നവരുടെ വക്കലും രേഖകളൊന്നുമില്ല. ആരാണെന്ന് ഖുർആനിട്ട് വ്യക്തമാക്കിയിട്ടില്ല. ഒരു കൂട്ടം വിശ്വാസികൾ എന്നേ ഖുർആൻ പറഞ്ഞിട്ടുള്ളൂ. കാലഘട്ടം പറഞ്ഞില്ല, നാടും പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല. ഖുർആൻ അത് പരാമർശിക്കാൻ ഉപയോഗിച്ച് സംസാരിക്കാൻ ഉപയോഗിച്ച് വാചകം നോക്കും നിങ്ങൾ. വിശദീകരണം പിന്നീട് നിനക്ക് തോന്നുന്നുണ്ടോ ഈ ഗുഹാവാസികളും ആ റഖീം വാസികളും ഒക്കെ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വലിയൊരു അത്ഭുതമായിരുന്നു എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എത്ര വലിയൊരു കാര്യമില്ലാത്ത മട്ടില്ല പടച്ചോന്റെ നിനക്ക് തോന്നുന്നുവോ അൻ അസ്ഹാബൽ കഹ്ഫ്, ഈ ഗുഹാവാസികൾ വർ റഖീം,
റഖീം എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗുഹാവാസികൾ ഉണ്ടായിരുന്ന ആ പ്രദേശത്തിന്റെ പേരാണോ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്? അതല്ല, ഗുഹാവാസികളുടെ പേര് എഴുതി വെച്ച ഒരു ഫലകം, അതിന് റഖീം എന്ന അറബിയിൽ പറയാം. അതാണെന്ന് ഉദ്ദേശിക്കുന്നത് അർത്ഥമെന്ന് അഭിപ്രായം പറഞ്ഞ തഫ്സീറുകളുണ്ട്, അഭിപ്രായ വ്യാഖ്യാതകൾ. അത് വ്യക്തമല്ല, രണ്ടും ആവാം. അപ്പോ ആ ഗുഹാവാസികളും അവരുടെ പേര് എഴുതി വെച്ച കാര്യമൊക്കെ ഒരു വലിയ കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ എന്നായിരിക്കാം അർത്ഥം. അല്ലെങ്കിൽ ആ ഗുഹാവാസികളും അവരിട്ടേച്ചു പോകേണ്ടി വരുന്ന ഒരു നാടുണ്ട്, റഖീം എന്ന് പറയുന്ന ഒരു നാട്, ആ നാട്ടുകാരുമൊക്കെ അള്ളാന്റെ ദൃഷ്ടാന്തങ്ങളിൽ വലിയ കാര്യമാണെന്ന് നീ കരുതുന്നുണ്ടോ? അങ്ങനെയൊന്നും കരുതേണ്ടതില്ല. അപ്പൊ എന്താണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ മുന്നിൽ വന്നിട്ട് ഈ പൂർവ്വകാല കഥകളും സംഭവങ്ങളും ഒക്കെ സംസാരിച്ചു നിന്നപ്പോ ഖുർആൻ എന്ന ഈ അത്ഭുത ദൃഷ്ടാന്തം അവരെ മുന്നിൽ വെച്ച് സംസാരിച്ചപ്പോൾ അതിനൊരു തരം രക്ഷപ്പെടാനുള്ള പഴുതായിട്ട് ഇങ്ങനത്തെ കഥകളൊക്കെയാണ്, ഇതിനേക്കാളും വലിയ കഥകളൊക്കെ ഞങ്ങളുടെ നാട്ടിലുണ്ടല്ലോ, ഗുഹാവാസികളുടെ കഥകൾ എന്ന മട്ടിൽ അറബികൾക്കിടയിൽ പ്രചാരമുണ്ടായിരുന്നു ഈ കഥ. അപ്പൊ അങ്ങനെ ഉണ്ടല്ലോ. അപ്പൊ നമ്മള് ഖുർആനിൽപ്പെട്ട ഒരു കഥയെടുത്ത് മറ്റുള്ളവർ പറഞ്ഞു നോക്കൂ, ഇതിനേക്കാളും മെച്ചപ്പെട്ട കഥ ഞങ്ങളുടെ വേദങ്ങളിലുണ്ടല്ലോ, ബൈബിളിലുണ്ടല്ലോ എന്ന് മറ്റൊരു തിരിച്ചു പറയും. ഇതൊരു രീതിയാ മനുഷ്യന്റെ. ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു നോക്കൂ, കേൾക്കണോന്റെ നാടുകളതല്ലെങ്കിൽ അപ്പൊ പറയും ഞങ്ങളുടെ നാട്ടിൽ ഇതിനേക്കാളും വലുതൊന്നും ഉണ്ടായിരുന്നു. ഇത് മനുഷ്യന്റെ സ്വഭാവമാണ്. ഉണ്ടായാലും ശരി ഇല്ലെങ്കിലും ശരി വിട്ടുകൊടുക്കൂല, ഇങ്ങനെ പറയും മനുഷ്യൻ. ഇതേ അവസ്ഥ മതങ്ങളുടെ രംഗത്തുണ്ടാവാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതെല്ലാം കൂടി ഇങ്ങനെ ചൊല്ലി പറഞ്ഞപ്പോ അവര് പറഞ്ഞു, വലിയ വലിയ കഥകളൊക്കെ പറയുന്നു, അതിനേക്കാളും വലിയ അതല്ലേ ഗുഹാവാസികളുടെ കഥ. ആ ഗുഹാവാസികളുടെ കഥ എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു അത്ഭുതമാണ് എന്ന മട്ടിൽ ഒരു വലിയ കഥയായി അവർ പറഞ്ഞു. കഴിഞ്ഞ ദിവസം വായിക്കാൻ സാധിച്ചൊരു സംഭവം കൂടി പറയട്ടെ. അതായത് ഖുർആനോട് മത്സരിക്കാൻ വേണ്ടിയിട്ട് ഖുറൈശി പ്രമാണികൾ തീരുമാനമെടുത്തിരുന്നു. എന്തിന്? അവിടെ ഇവിടെയൊക്കെ പോയിട്ട് കഥ പഠിച്ചു വരാൻ. ആളെ പേര് ഞാൻ മറന്നു, വായിച്ചു തുടങ്ങിയിട്ടുള്ളൂ, അന്നിങ്ങനെ വന്നതാണ്. അതായത് ഖുറൈശികളിൽപ്പെട്ട ചില ഖുറൈശി പ്രധാനികള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഥകൾ ചൊല്ലിക്കൊടുത്ത സമയത്ത് ആ നബിയോട് മത്സരിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരെ തെരഞ്ഞെടുത്തിരുന്നു, പേർഷ്യയിലേക്ക് പറഞ്ഞയച്ചിരുന്നു. ഇതിനാ കഥ പഠിക്കാൻ. എന്നിട്ട് മക്കയിൽ വന്നിട്ട് നബി ചൊല്ലുമ്പോ ഒപ്പത്തിനൊപ്പം വലിയ കഥ പറയാൻ. എന്തോ ഒരു ബുദ്ധി ആലോചിച്ച കുട്ടികള്. അപ്പൊ നബിക്കൊപ്പം അതേ കഥകളിൽ മത്സരിക്കാൻ, ഖുർആന്റെ കഥകളോടൊപ്പം മത്സരിക്കാൻ പേർഷ്യയിൽ പോയിട്ട് ഇറാന്റെ ഭാഗത്ത് പോയിട്ട് കഥ പഠിച്ചു വരാൻ വേണ്ടി മക്കയിലെ ആളുകൾ പറഞ്ഞയച്ച് ആളുകളെ ഏൽപ്പിച്ചിരുന്നു ഖുറൈശി പ്രമാണികൾ എന്ന് പറയുമ്പോ ആ കാലഘട്ടം നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പൊ നബിയുടെ സംസാര രീതിയും ഖുർആന്റെ രീതിയും ചെറുതായി കാണിക്കാൻ ഗുഹാവാസികളെ വലിയ കഥ ഒരു സദസ്സിലിരുത്തി പറയും. അപ്പൊ ആളുകൾ ഇങ്ങനെ പാവപ്പെട്ട മനുഷ്യന്മാരുണ്ടാവുമല്ലോ, പാവം എന്ന് പറഞ്ഞാൽ പൈസ ഇല്ലാത്തതുകൊണ്ടല്ല, ബുദ്ധിയിൽ കുറെ പാവങ്ങളായ മനുഷ്യന്മാര്, ഈ ജാതി കഥകളൊക്കെ നിങ്ങളെടുത്ത് ഉണ്ടല്ലേ, ഖുർആനിൽ മാത്രമൊന്നുമല്ല എന്ന മട്ടിലെങ്ങനെ ഇരിക്കും. ഖുർആൻ പറഞ്ഞു ഹസിത്ത, അതൊക്കെ ഒരു വലിയ കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട് വളരെ സംക്ഷിപ്തമായി അതോടൊപ്പം അതിന്റെ പ്രധാന ഭാഗങ്ങൾ വിട്ടുപോവുകയും ചെയ്യാതെ ആ കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ ഇന്ന് ഉദ്ദേശിച്ചിത്രയുള്ളൂ. ഒന്ന് സൂറത്തിന്റെ ആദ്യ ഭാഗം പരിചയപ്പെടുക, മറ്റൊന്ന് ഗുഹാവാസികളുടെ കഥ എന്നിട്ടൊരു വലിയ കാര്യമില്ല. എന്തൊക്കെയാണെന്നതിൽ ഖുർആൻ പരാമർശിച്ചിരിക്കുന്നത് നോക്കുക, ഹദീസുകൾ എവിടെ നിൽക്കുന്നു എന്ന് പരിശോധിക്കുക. ഖുർആനും ഹദീസും പറയാത്ത കാര്യങ്ങളെപ്പറ്റി അതൊരു ഈമാൻ കാര്യമായിട്ട് നമ്മൾ കൊണ്ടു നടക്കേണ്ടതില്ല. അള്ളാഹു ഉദ്ദേശിക്കാത്തൊരു കാര്യമാണല്ലോ നമ്മളെ സംബന്ധിച്ച് എന്ന സ്വാതന്ത്ര്യം മനസ്സിൽ വെച്ചുകൊണ്ട് ഖുർആനോട് നമ്മൾ സമീപിക്കുക. അതായിരിക്കും ആ ഗുഹാവാസികളെ പറ്റിയുള്ള അന്ധവിശ്വാസങ്ങൾ നീങ്ങാനും ആ നായ്ക്കളെ ഇത്രയൊക്കെ തൂങ്ങാതിരിക്കാനും. വീട് കാക്കാൻ നായ്ക്കളെ തൂക്കലൊക്കെ ഉണ്ടല്ലോ, ഗുഹാവാസികളെ ആ ജാതി കഥകളും മറ്റു സംഭവങ്ങളും ഒക്കെ ബന്ധത്തിന് ഒഴിവാക്കപ്പെടാനൊക്കെ സഹായകമാവുന്നത് ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. الله من الشيطان الرجيم. بسم الله الرحمن الرحيم. أم حسبت أن أصحاب الكهف والرقيم كانوا من آياتنا عجبا إذ أوى الفتية إلى الكهف فقالوا ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا فضربنا على آذانهم في الكهف سنين عددا ثم بعثناهم لنعلم أي الحزبين أحصى لما لبثوا أمدا. സഹോദരന്മാരെ, സൂറത്തുൽ കഹ്ഫിലെ ഗുഹാവാസികളുടെ സംഭവം വിശദീകരിക്കുന്ന ആയത്തുകളാണ് ഇനി നമുക്ക് പറയാനുള്ളത്. ഇരിക്കുന്നവരൊക്കെ ആ കാര്യത്തെപ്പറ്റി അറിയുന്നവരാണ്. വായിച്ചും കേട്ടും ആ ചരിത്രം മനസ്സിലാക്കിയ ആളുകളാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ വിശദീകരണങ്ങൾ എനിക്ക് കുറക്കാം. നമ്മളിവിടെ ചെയ്യാനുള്ളത്, നമ്മൾ പഠിച്ചതൊക്കെ അവിടെ ഇരിക്കട്ടെ. തെറ്റാണ്, വേണ്ടാത്തതാണെന്ന് ഞാൻ പറയുന്നില്ല. അതൊക്കെ ഒരു ഭാഗത്ത് അവിടെ ഇരുന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കാര്യം പറയാൻ വേണ്ടി ഏത് രീതിയാണ് സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാൻ, ഓർമ്മിക്കാൻ, ഏതെല്ലാം കാര്യങ്ങൾ ഓർമ്മിക്കണമെന്നാണ് അള്ളാഹു ആഗ്രഹിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അതായത് ഖുർആൻ ആ കാര്യം എങ്ങനെ പറയുന്നു,
ഏതെല്ലാം വശങ്ങൾ പ്രതിപാദിക്കുന്നു. അതാണല്ലോ ഇപ്പൊ പടച്ചോൻ നമ്മൾ ഓർമ്മയിൽ ഉണ്ടാവാൻ വേണ്ടി അള്ളാഹു ഉദ്ദേശിക്കുന്നത്. അത് നമ്മൾ അടിസ്ഥാനമായിട്ട് എടുക്കുക. എന്നിട്ട് കഥ അവസാനിച്ചതിന് ശേഷം നമുക്ക് നോക്കാം നമ്മുടെ പ്രചാരത്തിലുള്ള കഥകളിൽ അല്ലെങ്കിൽ മനസ്സിലാക്കി വെച്ചതിൽ നമ്മളുമായി ബന്ധപ്പെടുകയോ പഠിക്കുകയോ ചെയ്യേണ്ട ആവശ്യമുള്ളതുണ്ടോ എന്ന് നോക്കുകയും ചെയ്യാം. ആ ഒരു അർത്ഥത്തിൽ ആയത്ത് കേൾക്കാൻ വേണ്ടിയിരിക്കുക. അങ്ങനെ പറയുന്നത് നിങ്ങൾ കേൾക്കാത്തൊരു സൂറത്ത് അല്ലെങ്കിൽ മനസ്സിലാക്കാത്തൊരു കാര്യമാണെങ്കിൽ ഞാൻ അങ്ങനെ പറയേണ്ടതില്ല. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന മനസ്സിലുള്ള ഒരു കാര്യമായതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു തുടങ്ങുന്നത്. തുടങ്ങട്ടെ. അം ഹസിബ്ത, നീ വിചാരിക്കുന്നുവോ, അന്ന അസ്ഹാബൽ കഹ്ഫ്, ആ ഗുഹാവാസികൾ, റഖീം, ആ റഖീം നാട്ടുകാരും, കാനുമിൻ ആയാത്തിന അജബ, നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ അത്ഭുതകരമായൊരു കാര്യമായിരുന്നു എന്ന് നീ കരുതുന്നുവോ? കഹ്ഫ് എന്ന വാക്ക് ഗുഹ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. റഖീം എന്ന വാക്ക് ഈ ആയത്തിൽ ഉപയോഗിച്ചിരിക്കുന്നതിന് രണ്ട് വിശദീകരണങ്ങളാണ് നൽകപ്പെട്ടിരിക്കുന്നത്. ഒന്ന്, ഈ ഗുഹാവാസികൾ ഉണ്ടായിരുന്ന ആ പ്രദേശത്തിന്റെ പേരാണത് റഖീം എന്ന് പറഞ്ഞുകൊണ്ട്, ആ നാടിന്റെ പേരാണ്. അപ്പോ ആ വാക്കിന്റെ അർത്ഥം എന്തായെന്ന് പറഞ്ഞാൽ അസ്ഹാബുൽ കഹ്ഫ് ഗുഹാവാസികളും റഖീം റഖീം വാസികളും എന്ന് വെച്ചാൽ റഖീമിലെ ആളുകളും, ആ ഗുഹയിൽ താമസിച്ച ആളുകളും ആ റഖീം പ്രദേശത്തുണ്ടായിരുന്ന ആളുകളും അതൊക്കെ ഒരു അത്ഭുതമാണ് എന്ന് നിനക്ക് തോന്നുന്നുവോ എന്നായി അപ്പൊ അതിന്റെ അർത്ഥം. ഇനി റഖീം എന്ന വാക്കിന് റഖമ എന്നതിന് എഴുതി എന്ന വാക്കിന് അർത്ഥമുണ്ട്. ഇപ്പൊ റഖീം എന്ന് പറഞ്ഞാൽ ഫലകം എഴുതി വെക്കപ്പെട്ടത് എന്നർത്ഥം വരും. അപ്പോ ആ ഗുഹാവാസികളും ആ എഴുതി വെച്ച പലകയുമൊക്കെ ഒരു അത്ഭുതമാണെന്ന് നിനക്ക് തോന്നുന്നുവോ എന്ന് പറയുമ്പോൾ ആ ഗുഹാവാസികളുടെ പേരുകളും മറ്റും എഴുതി വെച്ചിരുന്ന എന്തോ ഒരു ഫലകം, എഴുതി വെച്ച എന്തോ ഒരു പലക എന്തോ ഒന്നിൽ എഴുതി വെച്ചിരുന്നു. ആ എഴുതി വെച്ച വസ്തു കേടുവരാതിരിക്കുകയും അത് പിന്നീട് വന്ന തലമുറകൾക്ക് കാണാൻ കഴിയുകയും ചെയ്തു, നശിക്കാതെ വർഷങ്ങൾ കഴിഞ്ഞിട്ടും. അപ്പൊ അതൊക്കെ ഒരു അത്ഭുതമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ എന്നായിരിക്കും അപ്പോഴതിന്റെ അർത്ഥം. റഹീം എന്ന വാക്കിന് ആ സ്ഥലത്തിന്റെ, ആ രാജ്യത്തിന്റെ പേരാണ്, ആ പ്രദേശത്തിന്റെ പേരാണ് എന്നർത്ഥം പറഞ്ഞവരുണ്ട്. എഴുതി വെച്ച പലക എന്നർത്ഥം, എഴുതി വെച്ച സ്ഥലം എന്നൊക്കെ അർത്ഥം, എഴുതി വെച്ചത്. അപ്പോ റഹീം എന്ന വാക്കിന് അങ്ങനെ അർത്ഥമുണ്ട്. ഈ രണ്ടർത്ഥം ഉപയോഗിക്കാവുന്നതാണ്. രണ്ടർത്ഥം പറഞ്ഞു പോയിട്ട് സംശയമായിട്ട് ബാക്കി നിൽക്കണ്ട ഏതാന്ന്. ഞാൻ പറഞ്ഞു പോകുന്നത് പലരും അഭിപ്രായപ്പെട്ട വിധത്തില് റഖീം എന്നത് ആ പ്രദേശത്തിന്റെ പേരായിട്ടാണ്. അങ്ങനെ മനസ്സിലാക്കുക, മറ്റതും ഉണ്ടെന്ന് ഓർമ്മിച്ചിരിക്കുകയും ചെയ്യാം. അപ്പൊ അസ്ഹാബൽ കഹ്ഫ് ഗുഹാവാസികൾ, റഖീം റഖീം വാസികളും, അസ്ഹാബർ റഖീം എന്നർത്ഥം വരാം. റഖീം വാസികളും, കാനുമിൻ ആയാത്തിന അജബ, നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ ഒരു അത്ഭുതമാണ് എന്ന് നിനക്ക് തോന്നുവോ? അജബ് അത്ഭുതമാണ്. അപ്പൊ അള്ളാഹുവിന്റെ ആയത്തുകളിൽപ്പെട്ടൊരു കാര്യം തന്നെയാണത്. പക്ഷെ അത് അത്ര എടുത്തു പറയാൻ മാത്രം ഒരു വലിയ അത്ഭുതമാണ് എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചാല്, ഈ താഴെ പറയാൻ പോകുന്ന സംഭവങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് അത്ഭുതകരമായൊരു കാര്യമാണ്, ആശ്ചര്യകരമായൊരു കാര്യം തന്നെയാണ്. പക്ഷേ ആ കാലഘട്ടത്തിൽ ഈ കഥക്ക് നൽകപ്പെട്ടിരുന്ന, ഈ സംഭവത്തിന് നൽകപ്പെട്ടിരുന്ന അമിതമായൊരു പ്രാധാന്യം, ആ അമിതമായ പ്രാധാന്യത്തെ കുറച്ചു കാണിക്കുക എന്നുള്ളതാണ് ഈ ആയത്തിലൂടെ അള്ളാഹു ആഗ്രഹിക്കുന്നത്, അള്ളാഹു തീരുമാനിക്കുന്നത്. അത് ആരൊക്കെ പറഞ്ഞിരുന്നു എന്ന് ചോദിച്ചാൽ യഹൂദികൾ ആ കഥ പറയാറുണ്ടായിരുന്നു. യഹൂദികളുടെ ഭാഗത്ത് ആ കഥയുണ്ട്. ഒരു ഗുഹയിൽപ്പെട്ട് ഉറങ്ങിയ, വർഷങ്ങളോളം ഉറങ്ങിയ ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ കഥ അവർ പറയാറുണ്ട്. ഏത് വിധത്തിലാണ് ജാഹിലി അറബികൾക്ക് ഈ കഥ കിട്ടിയതെന്ന് അറിയില്ല. ജാഹിലി അറബികളുടെ പക്കലും ഈ കഥയുണ്ടായിരുന്നു. ഈ സൂറത്ത് അവതരിക്കുന്നത് മക്കയിലാണ്, മദീനയിലല്ല. അപ്പോ ആദ് വംശത്തിന്റെ, സമൂദ് വംശത്തിന്റെ കഥയൊക്കെ അവർക്കറിയാം. അവർ പറയാറുണ്ട് ആ കഥകൾ, ആ സംഭവങ്ങൾ. ഹൂദ് നബി അലൈഹി ഇസ്ലാമിന്റെയും പിന്നെ സാലിഹ് നബി അലൈഹി ഇസ്ലാമിന്റെയും ഒക്കെ കഥകൾ അവർ തലമുറകളായി പറഞ്ഞു വരാറുണ്ട്. അതിൽ പുതുമല്ല. കാരണം അത് അറേബ്യയുടെ തെക്കും വടക്കും വശത്ത് ഭാഗത്താണ് സംഭവങ്ങൾ നടക്കുന്നത്. മക്കയുടെ തെക്ക് ഭാഗത്തും മക്കയുടെ വടക്കു വശത്തുമായിട്ടാണ് ആ കാര്യങ്ങൾ നടക്കുന്നത്. അപ്പൊ അത് തലമുറകളായി അവിടെ പ്രചാരത്തിലുണ്ടാവുന്നതിൽ അത്ഭുതമൊന്നുമില്ല. എന്നാൽ ഗുഹാവാസികളുടെ ഒരു കഥ ഏത് വിധത്തിലാണ് മക്കയിൽ പ്രചരിച്ചതെന്നുള്ളതിന് ചരിത്രപരമായിട്ട് രേഖയും കാണിക്കാൻ കഴിയില്ല. മനസ്സിലാക്കി തരുന്നത് ആ കാലഘട്ടത്തിലെ ആളുകൾ ഇത് പറയാറുണ്ടായിരുന്നു എന്നാണ്. അപ്പോ ഇത് ആ രംഗം നമ്മുടെ മനസ്സിലുണ്ടാവുക. കഴിഞ്ഞ അയച്ചാൻ പറഞ്ഞു, പിന്നെ അബൂതാലിബും ഒക്കെ മരണപ്പെട്ട്, ഖദീജ റളിയല്ലാഹുഅൻഹയൊക്കെ മരണപ്പെട്ടിട്ട് ദുഃഖകരമായ ഒരു സാഹചര്യം ഇങ്ങനെ നിലനിൽക്കുക. പിന്നെ സ്വന്തം നിലനിൽപ്പ് പോലും, ജീവൻ പോലും സുരക്ഷിതമല്ലാതെ
വല്ലാത്ത ഒരു സന്നിഗ്ധമായ ഒരു ഘട്ടം. ഇനി എന്തെങ്കിലും ഒരു സഹായം എവിടെന്നെങ്കിലും കിട്ടിയില്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത രൂപത്തിലാണ് നബിയും സഹാബികളും എല്ലാവരും അവർ കഴിഞ്ഞുകൂടുന്നത്. ഈ ഒരു അവസരത്തിലാണ് ഈ ആയത്തിറങ്ങുന്നത്. അപ്പൊ ആയത്തുകൾ ഇറങ്ങി അവർക്ക് പല കാര്യങ്ങളും ചിന്തയും ആയത്തിറക്കൽ നിർത്തുന്നില്ല. ആ സമയത്തും ആയത്തുകൾ അവതരിക്കുന്നുണ്ട്. തൗഹീദും ആഖിറത്തും റിസാലത്തും ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ ഈ ഇറങ്ങുന്ന ആയത്തുകൾക്ക് പരിഗണനയും ശ്രദ്ധയും നൽകുന്നതിന് പകരം ആളുകൾക്ക് എപ്പോഴും കഥ പറയാനും കഥ കേൾക്കാനുള്ള താല്പര്യം ഉണ്ടാവുക. അപ്പൊ ഈ കഥകൾ പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്തിട്ട് അവക്ക് അമിതമായ പ്രാധാന്യം നൽകുകയും അവയിൽ ജനങ്ങൾ ആകർഷകരായി നിൽക്കുകയും ചെയ്യുന്ന സാഹചര്യം ആ മക്കയിലുണ്ട്. ഖുർആൻ പറഞ്ഞു, എന്താണ് ഇത്രമാത്രം അത്ഭുതം പറയാൻ, എന്താണ് ഇത്രമാത്രം അത്ഭുതം കൂറാൻ ഇതിന്? ഇതിൽ വലിയ അത്ഭുതകരമായ കാര്യമൊന്നുമില്ല. ഇങ്ങനെ എടുത്ത് എത്രമാത്രം പറയാൻ മാത്രമൊന്നുമില്ല. യഥാർത്ഥ സംഭവം ഇത്രയേ ഉള്ളൂ. ബാക്കിയൊക്കെ കഥകളാണ്. അതിൽ യാതൊന്നുമില്ല. ഇനി മാത്രമല്ല, ആ കഥകൾ വായിച്ചു പഠിച്ചാൽ അറിയാം ആ കഥകൾ ചൊല്ലാൻ അർഹത ഈ പ്രവാചകനും അനുയായികൾക്കുമാണോ എതിരാളികൾക്കാണോ എന്നത് ആ കഥ ഞാൻ പറയാം, എന്നിട്ട് നിങ്ങൾ പരിശോധിച്ച് നോക്കിക്കോളൂ. ഇതാണ് സംസാരം. മനസ്സിലായില്ലേ? അതായത് ഖുർആൻ ആയത്തുകളില് നമുക്കുണ്ടാവില്ല. ഇപ്പൊ അത് നമ്മളിപ്പോ പലപ്പോഴും നമ്മുടെ സമൂഹത്തിലൊക്കെ നോക്കൂ നിങ്ങള്, ഖുർആൻ ആയത്തുകളും ഹദീസുകളും ആ ഗൗരവമുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ അത് കേൾക്കാൻ ആളുകൾക്ക് ശ്രദ്ധ കൊടുക്കാൻ വളരെ കുറച്ച് ആളുകളെ കിട്ടും. നേരെ മറിച്ച് 2 മണിക്കൂർ നേരം കഥ നീട്ടി പറഞ്ഞു നോക്കൂ നിങ്ങള്, ഒരു മുഷിപ്പില്ലാതെ ആളുകൾ ഇങ്ങനെ കേട്ടിരിക്കും. ബാക്കി നാളെ നേരത്തെ വരണം എന്ന് പറഞ്ഞാൽ വളരെ നേരത്തെ വരും ചെയ്യും. അതാണല്ലോ പലപ്പോഴും നമ്മുടെ പല മതപ്രസംഗങ്ങളും അങ്ങനെയാണ് ഉണ്ടാവാറ്, കഥകൾ പറഞ്ഞുണ്ടാക്കാറുണ്ട്. അപ്പൊ കഥ കേൾക്കാനുള്ള ആ വികാരം മനുഷ്യരിൽ വല്ലാതെ അഭിവാഞ്ചുണ്ട്. അതിങ്ങനെ പ്രചരിച്ചു നിന്ന് അത് പറഞ്ഞ് കണ്ടില്ലേ ഓ എന്നിങ്ങനെ അത്ഭുതം വെച്ച് നടക്കുമ്പോഴേ ഖുർആൻ പറഞ്ഞു, അമ്മസിത്ത നിനക്ക് തോന്നുന്നുവോ വിചാരിക്കുന്നുവോ അന്ന അസ്ഹാബൽ കഹ്ഫ് ആ ഗുഹാവാസികളും റഖീം ആ റഖീം വാസികളും കാനു അവരായിരുന്നുവെന്ന് മിൻ ആയാത്തിന നമ്മുടെ ദൃഷ്ടാന്തങ്ങളിലെ അജബ അത്ഭുതകരമായ ഒരു കാര്യമായിരുന്നു എന്ന് നിനക്ക് തോന്നുന്നുവോ? ഇവർ ഈ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നതിന് മാത്രം അത്ഭുതമൊന്നും അതിലില്ല. അതിനേക്കാൾ വലിയ അത്ഭുതങ്ങൾ ലോകത്ത് സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇനി നടക്കാനിരിക്കുകയും ചെയ്യുന്നുണ്ട്. ബാക്കി ഇനി എന്താ അള്ളാഹു ചെയ്യുന്നതെന്ന് ചോദിച്ചാല് 2-3 ആയത്തുകൾ ഇങ്ങനെ ഓതി നോക്കും. ഇത് അവൽ ഫിത്തിയ ആ ചെറുപ്പക്കാർ അഭയം തേടി, അവ ചെന്നണഞ്ഞു അഭയം തേടി ഇരൽ കൈഫി ആ ഗുഹയിലേക്ക്. ഫഖാലു അവർ നേരം പറഞ്ഞിരുന്നു, റബ്ബന ഞങ്ങളെ നാഥ ആത്തിന നീ ഞങ്ങൾക്ക് നൽകണേ, മില്ലതുൻക നിന്റെ പക്കൽ നിന്ന് റഹ്മ കാരുണ്യം നൽകണം, വഹയ്യ് നീ ഒരുക്കിത്തരണം ലന ഞങ്ങൾക്ക് മിൻ അംരിന ഞങ്ങളുടെ കാര്യത്തിൽ റഷദ ഒരു മാർഗദർശനം സന്മാർഗം നീ ഒരുക്കി തരികയും വേണം. ആ ചെറുപ്പക്കാർ ആ ഗുഹയിലെത്തിയ സന്ദർഭത്തിൽ അവരവരെ റബ്ബിനോട് പ്രാർത്ഥിച്ചിരുന്നു, ഇലാഹി നീ ഞങ്ങൾക്ക് കാരുണ്യം നൽകണം, ഞങ്ങൾ ഒരുങ്ങുന്ന ഈ മാർഗത്തിൽ ഞങ്ങൾക്ക് നീ വഴികാട്ടിയായി ഉണ്ടാവുകയും വേണം, ഞങ്ങൾക്ക് നീ മാർഗങ്ങൾ ഒരുക്കി തരികയും വേണം എന്നവർ പ്രാർത്ഥിക്കുകയും ചെയ്തു. അപ്പോ ഫളറബ്ന അലാ ആദാനി അവരുടെ കാതുകൾ നാം അടച്ചു കളഞ്ഞു. ഫളറബ്ന അലാ ആദാനി ഫിൽ കൈഫി ആ ഗുഹയിൽ സിനീന അജദ എണ്ണാവുന്ന കുറെ കൊല്ലങ്ങൾ, എണ്ണി തീർക്കാവുന്ന കുറെ വർഷങ്ങൾ അവരുടെ കാതുകൾക്ക് നാം അടപ്പിട്ട് കളഞ്ഞു, കാതുകളെ അടച്ചു കളഞ്ഞു. സുമ്മ പിന്നെ ബാസ്നാവും നാം അവരെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു. ലിനാലമ നമുക്കറിയേണ്ടിയിരുന്നു അയ്യുൽ ഹിസ്ബൈൻ ഏത് വിഭാഗക്കാരാണ് അഹ്സ കൂടുതൽ തിട്ടമായി പറയുക ലിമാ ലബിസു അമദ അവരവിടെ കഴിഞ്ഞുകൂട്ടിയ കാലത്തെപ്പറ്റി കൂടുതൽ തിട്ടമായി ആർക്കാണ് പറയാൻ കഴിയുക എന്നറിയാൻ വേണ്ടിയിട്ട് പിന്നെ നാം അവരെ എഴുന്നേൽപ്പിക്കുകയും ചെയ്തു. ഇത്രേ സംഭവമുള്ളൂ. മുകളിൽ പറഞ്ഞ ആ അത്ര ഗൗരവം നൽകേണ്ടതില്ല എന്ന് പറയുന്ന ആ രീതിയോട് ഒപ്പിച്ചുകൊണ്ടാണ് താഴെ പറയുന്ന 3 ആയത്തുകൾ. എന്താ ചെയ്തതില് ആ കഥ എന്താണെന്ന് അങ്ങ് സംഗ്രഹിച്ചു പറഞ്ഞു 3 ആയത്തുകൾ. പിന്നെ അത് നിങ്ങൾ ആ കേൾക്കുമ്പോൾ വിചാരിക്കുമ്പോൾ അത്ര ഒന്നുമില്ല. ഒരു കൂട്ടം ചെറുപ്പക്കാര് ആ ഗുഹയിലേക്ക് അങ്ങ് കയറി ചെന്നു. അവരന്നേരം പറഞ്ഞിരുന്നു, റബ്ബെ കാരുണ്യം നൽകണേ, ഞങ്ങൾ ഒരുങ്ങിയ കാര്യത്തില് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യത്തില് നിന്റെ മാർഗദർശനവും സഹായം ഉണ്ടാവും വേണമെന്ന് പറഞ്ഞു. അപ്പൊ നാം അവരെ ഉറക്കിക്കിടത്തി കുറെ കൊല്ലങ്ങളോളം പിന്നെ നാം അവരെ എഴുന്നേൽപ്പിക്കുകയും ചെയ്തു. എന്നിട്ട് അവർ തമ്മിൽ അന്വേഷിക്കാറുണ്ടായിരുന്നു, ആരാണ് നാം കഴിഞ്ഞുകൂടിയ കാലത്തെപ്പറ്റി തിട്ടമായി പറയാ, എത്ര ഉറങ്ങി എന്നതിനെപ്പറ്റി ആർക്കാണ് തെറ്റാതെ പറയാൻ കഴിയുക എന്നവർ ചോദിക്കുകയും ചെയ്തു. ഇത്രേ കാര്യമുള്ളൂ, അതിലപ്പുറമൊന്നുമില്ല. എന്തായി ചെയ്തത്? താഴെ നഹ്നു നഖുസ്സു അലൈക് നാം നിനക്ക് വിശദീകരിച്ച് പറഞ്ഞു തരാം, നബാഹും അവരുടെ വർത്തമാനങ്ങൾ ബിൽ ഹഖി യാഥാർത്ഥ്യമായി
യാഥാർത്ഥ്യത്തോടെ എന്ന് പറഞ്ഞുകൊണ്ട് അല്പം വിശദീകരണ രീതിയിൽ താഴെ പറയുന്നുണ്ട് പടച്ചവൻ ഇതേ സംഭവം. ആദ്യം എന്ത് ചോദിച്ചാൽ ആ ഖുർആന്റെ ആ ശൈലിയുടെ ആ മാഹാത്മ്യാണ് കാണുന്നത്. എന്ത് ചെയ്തു ആദ്യം എന്ന് ചോദിച്ചാൽ, ഇതങ്ങൾ വിചാരിക്കും പോലെ ഒന്നുമില്ല കൂട്ടരെ. ഏതാനും ചെറുപ്പക്കാർ ഗുഹയിൽ കയറി വന്നു. ആ ഗുഹയിൽ കയറിയപ്പോഴവർ പറഞ്ഞു, റബ്ബെ ഞങ്ങളെ കാക്കണേ രക്ഷിക്കണേ എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ അവരോട് പറഞ്ഞു ഉറങ്ങിക്കൊള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഉറക്കിക്കെടുത്തി കുറെ കൊല്ലം കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവരെ ഉണർത്തുകയും ചെയ്തു. അന്നേരം അവർ ചോദിച്ചിരുന്നു, ആരാണ് നമ്മൾ എത്ര കാലം കഴിഞ്ഞുകൂടി ഇവിടെ എന്നുള്ളതിനെ പറ്റി അവർ തമ്മിൽ ചില സംസാരങ്ങൾ നടന്നിരുന്നു. ഇത്രയുള്ളൂ കാര്യം, അത് ഈ പറഞ്ഞു പരത്തുമ്പോൾ അത്ര വലുതൊന്നുമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ വലിയൊരു ചരിത്ര സംഭവത്തെ 3 ആയത്തുകൾ ഉപയോഗിച്ചിട്ട് സംഗ്രഹിച്ചിങ്ങ് പറഞ്ഞു, ഇത്രയുള്ളൂ കൂട്ടരെ കാര്യം. എന്നിട്ട് അതിന് മതിയാവില്ല എന്ന് പടച്ചോൻക്കറിയാം. ഏത് ഗുഹ, എന്താള്, ആൾക്കാരെ മനസ്സിൽ ആകാംക്ഷ ഉണ്ടാവും. അപ്പൊ പടച്ചോൻ എന്ത് ചെയ്തു, എന്നാൽ ഇനി ആ കാര്യം ഞാൻ ഇപ്പം വിശദീകരിച്ച് പറഞ്ഞു തരാൻ താഴെ. ഇതാണ് ഇനി നോക്കുക. ഇത് അവൽ കിട്ടിയ ആ യുവാക്കൾ അഭയം തേടിയ സന്ദർഭം ഓർമ്മിക്കുക. അവ അഭയം തേടിയവർ ഇലൽ കഹ്ഫി ആ ഗുഹയിലേക്ക്. ഈ ആ എന്ന് ചേർത്ത് പറയാൻ കാരണം അൽ കിട്ടിയ അൽ കഹ്ഫ് എന്നൊക്കെയുള്ള പ്രയോഗം കൊണ്ടാണ്. അതെന്താ അങ്ങനെ പറയുന്നത്? ഖുർആനിൽ വേറെ എവിടെയെങ്കിലും ഈ യുവാക്കളെ പറ്റി പറഞ്ഞോ? ഇല്ലല്ലോ. ഈ ഗുഹയെ പറ്റി വേറെ എവിടെയെങ്കിലും പറഞ്ഞോ? ഇല്ലല്ലോ. പിന്നെന്താണ് ആ ഗുഹ, ആ ചെറുപ്പക്കാരനൊക്കെ പറയാൻ കാരണോ? ഈ കേൾക്കുന്ന സമൂഹത്തിന് ആ ഗുഹ ഏതാണെന്നറിയാം, ആ ചെറുപ്പക്കാരെ പറ്റിയും അറിയാം. അപ്പൊ അതുകൊണ്ട് ഖുർആൻ എന്ത് ചെയ്തു, ഇവർക്ക് അറിയുന്ന ഒരു കാര്യത്തെ പറ്റിയാണ് ഖുർആൻ സംസാരിക്കുന്നത്. ഇത് കേൾക്കുന്ന ജനങ്ങൾക്ക് വിവരമുള്ള, അറിവുള്ള, അവർ കേട്ട് പരിചയിച്ചൊരു സംഭവത്തെ പറ്റിയാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് പറഞ്ഞു, പിന്നെ നിങ്ങൾ കേട്ട ചെറുപ്പക്കാരും ആ ഗുഹ ആ സംഭവമില്ലേ, ഇത്രയേ ഉള്ളൂ. ആ ചെറുപ്പക്കാരെ ആ ഗുഹയിലേക്ക് കയറി ചെന്നു അഭയം തേടി എന്ന് പറയാൻ കാരണം ആ നാട്ടുകാർക്ക് അത് അറിയാമായിരുന്നത് കൊണ്ടാണ്. അപ്പൊ അള്ളാഹു ആ ആയത്തിലൂടെ നമ്മൾ പഠിക്കാൻ വേണ്ടി എന്താ പറയുന്നത്? ഇത്ര മനസ്സിലാക്കിക്കോളൂ നിങ്ങൾ. എന്താണ്? അതൊരു പറ്റം ചെറുപ്പക്കാരായിരുന്നു. ഇത് അവൽ ഫിത്തിയ, അതൊരു പറ്റം യുവാക്കളായിരുന്നു. പിന്നെ അവര് ഗുഹയിൽ എത്തിപ്പെട്ടത് അഭയം തേടിയാണ്, രക്ഷ തേടി എത്തിപ്പെട്ടതാണ്. അപ്പൊ ബുദ്ധിയുള്ളൊരു മനുഷ്യന് മനസ്സിലാവും, ഏതോ ദുഷ്ടന്മാരായ ആളുകളിൽ നിന്ന് രക്ഷ തേടിയിട്ടാണ്. എല്ലാ രക്ഷ തേടുന്ന മനുഷ്യന്മാർ ഗുഹയിലെത്തണമെങ്കിൽ. അപ്പൊ രക്ഷ തേടിയിട്ട് എത്തിപ്പെട്ടതാണെന്ന് പറയുമ്പോൾ ഇപ്പുറത്തൊരു പശ്ചാത്തലം നമുക്ക് ഓർമ്മിക്കാം. ഭരണാധികാരി അല്ലെങ്കിൽ സമൂഹം ആരാണ്ടൊക്കെയോ ഈ ആളുകളെ ദ്രോഹിക്കാനും മറ്റും മെനക്കെട്ടപ്പോൾ അഭയം തേടിയാണ് അവരെത്തിപ്പെട്ടത്. രക്ഷ തേടി വന്നതാണ്. അബദ്ധവശാൽ ഗുഹയിൽ എത്തിപ്പെട്ടതല്ല, അഭയം തേടി ഓടിച്ചെന്ന് അണഞ്ഞതാണ്, ഒളിച്ചതാണ് അവര് എന്ന് മനസ്സിലായി. പിന്നെ പറഞ്ഞെന്താ, ഖാലു റബ്ബന ആതിനാ മിൻ ലദുൻക റഹ്മ വഹയ്യിഅ ലനാ മിൻ അംരിനാ റശദ എന്ന് പറയുമ്പോൾ നമുക്ക് വ്യക്തമായി അവർ അള്ളാനെ മാത്രം അവലംബിച്ചുകൊണ്ട് ഓടി വന്ന ആളുകളായിരുന്നു. അവർ അള്ളാഹിനോട് മാത്രമാണ് പ്രാർത്ഥിച്ചത്. കാരണം റബ്ബിനോട് അവർ പറഞ്ഞിരുന്നു, ഇലാഹി നീ ഞങ്ങൾക്ക് കാരുണ്യം നൽകണമേ, ഹയ്യിഅ ലനാ ഞങ്ങൾക്ക് നീ ഒരുക്കി തരണമേ, മിൻ അംരിന ഞങ്ങളുടെ കാര്യങ്ങളിൽ, റശദ ഒരു വഴികാട്ടി മാർഗദർശനം നീ ഒരുക്കി തരികയും ചെയ്യണമേ. എന്ന് വെച്ചാല് ഞങ്ങളുടെ ഒരുങ്ങിയ കാര്യത്തിൽ ഏത് വഴിക്ക് നീങ്ങണമെന്ന് ഞങ്ങൾക്ക് നീ വ്യക്തമായ മാർഗം കാണിച്ചു തരണമേ നാഥ. ഞങ്ങൾ ഒരുങ്ങിയ ഈ കാര്യത്തിൽ നീ ഞങ്ങൾക്ക് വിജയം നൽകണമേ എന്നവർ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഒരാള് ഈ ഗുഹാവാസികളുടെ ബാക്കി കാര്യങ്ങൾ അവർ ഖുർആൻ പറഞ്ഞ ആയത്തുകളിൽ പറഞ്ഞതല്ലാത്ത മറ്റൊരു അംശം പോലും എവിടുന്നും വായിച്ചു പഠിക്കുകയോ കേട്ടു പഠിക്കുകയോ ചെയ്യാതെ അങ്ങനെ പോയാൽ അയാൾക്കൊരു പോരായ്മ സംഭവിക്കാൻ പോകുന്നില്ല. എപ്പോഴും നിങ്ങൾ മനസ്സിൽ ഓർമ്മിക്കുക, ഗുഹാവാസികളെ പറ്റി പറഞ്ഞതല്ലാതെ സഹിയായ ഒരു ഹദീസിലും ഒരു വിശദീകരണവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്നില്ല. ഇവരാരാ എന്താന്നതിനെ പറ്റി. എന്താ അങ്ങനെ വിടാനല്ലേ? ആ സഹാബികൾക്ക് കിട്ടിയ പാഠം എന്താണെന്നറിയോ നബിയിൽ നിന്ന്? ഞങ്ങൾ വല്ലതും പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും ആണെങ്കിൽ അത് പടച്ചോൻ വഹിയിൽ പറഞ്ഞിരുന്നു. ഇത്തരം കാര്യങ്ങൾ ഞങ്ങൾ കൂടുതൽ എന്തെങ്കിലും അറിയേണ്ടതുണ്ടെങ്കിൽ അത് ഈ പ്രവാചകൻ മൂടി വെക്കില്ലല്ലോ. ഞങ്ങളോട് ഇത്ര പറഞ്ഞെങ്കിൽ അവിടെ നിർത്തും. ഞങ്ങൾ കൂടുതൽ ഞങ്ങളെ അന്വേഷിക്കില്ല. ഒരസ്വസ്ഥതയും അവർക്കാർക്കുണ്ടായില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കുക ആളുകളെ. ഏതാണ് ആ ഗുഹ, എത്ര ആളുണ്ടായിരുന്നു, ഏതാ കാലം, എവിടെ നാട്, ഒരു നമ്മളോടൊക്കെ പറഞ്ഞാല് അന്നേരം പോയാലും പിന്നെ ഇന്നാലും ആ ഗുഹ, എന്നാലും ആ ഗുഹ, ബാക്കിയുള്ള ആയത്തൊക്കെ മറന്നിട്ട് പിന്നെ ഗുഹ എന്നേ ഉണ്ടാവുള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കുക, സഹാബികൾ എത്ര വർഷം അവർ ഈ ആയത്തോതി എന്ന് പറയുന്നത്. ഇത് ഹിജ്റക്ക് മുമ്പ് ഇറങ്ങിയതല്ലേ. ഹിജ്റക്ക് ശേഷം ആ സാഹചര്യത്തിൽ ഇല്ലാത്ത ആളുകൾ ഇസ്ലാമിലേക്ക് വരുന്നുണ്ട്. അവരും ഈ ആയത്തോതി. എന്തെങ്കിലും പറഞ്ഞോ നബി ഇതേപ്പറ്റി? നബി ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മൾ ഇത്ര മനസ്സിലാക്കി അവിടെ നിർത്തുക. ആ ഒരു ശീലത്തിൽ അവർ പിടിച്ചു നിന്നിരുന്നു. അതിൽ സാധ്യമായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ അത്രേ നമ്മൾ മനസ്സിലാക്കേണ്ടതുള്ളൂ. ഇനി വല്ലതും ഉണ്ടോന്നല്ലേ അവസാനിക്കുന്നതിന് മുമ്പ് നമുക്ക് പരിശോധിക്കാം, വിഷമിക്കണ്ട.
പക്ഷെ നമ്മള് ഖുർആന്റെ ആ ശൈലിയിൽ ഒതുങ്ങി നിൽക്കാൻ വേണ്ടി ശ്രമിക്കുക. അതൊരു കൂട്ടം ചെറുപ്പക്കാരായിരുന്നു എന്ന് മനസ്സിലാക്കണം. ശരി, അപ്പൊ മുമ്പെങ്കാണ്ട് ഒരു കൂട്ടം ചെറുപ്പക്കാർ അവര് അഭയം തേടി എത്തിപ്പെട്ടതാണ് ഒരു ഗുഹയിൽ, ഏതോ ഒരു ഗുഹയിൽ, സ്ഥലമൊന്നും പറഞ്ഞിട്ടില്ല, ഒരു ഗുഹയിൽ എത്തിപ്പെട്ടു. അവരെത്തിപ്പെട്ടപ്പോൾ അവർ പടച്ചവനോട് ദ്വാരന്നിട്ടാണ്, പ്രാർത്ഥിച്ചുകൊണ്ടാണ് അവരെത്തിപ്പെട്ടത്. റബ്ബിന്റെ സഹായം തേടിക്കൊണ്ട്, കാരുണ്യം തേടിക്കൊണ്ടാണ് അവരെത്തിപ്പെട്ടത്. അത്രയും മനസ്സിലായി. എന്നിട്ട് എന്തുണ്ടായി? ലറബ എന്ന വാക്കിന് അടിച്ചു എന്നാണ് അർത്ഥം അറിയാം. ഉദാഹരിച്ചു, ഉപമിച്ചു എന്നർത്ഥമുണ്ട്. ഒരുപാട് അർത്ഥങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് അറബിയിൽ ലറബ. ഫലറബ്ന അല ആദാനി, നാം അള്ളാഹു അവരുടെ കാതുകളെ അടച്ചു കളഞ്ഞു, അടപ്പിച്ചു കളഞ്ഞു. അതാണ് അർത്ഥമില്ല. അടിച്ചു കളഞ്ഞു എന്നുള്ള അർത്ഥത്തിനല്ല, അടപ്പിക്കുക എന്ന അർത്ഥത്തിലാണ് ഇതില്ല. ആ പ്രയോഗം അറബി ഭാഷയിലുണ്ട്. എന്തിനെന്നറിയോ? ഉറക്കുക, ഉറക്കിക്കളയുക എന്ന അർത്ഥത്തിന്. ലറബ്ന അല ആദാനി എന്ന പ്രയോഗം ഖുർആനിൽ മാത്രമല്ല, അറബി ഭാഷയിൽ ആ പ്രയോഗമുണ്ട്. ലറബ്ന അല ആദാനി എന്ന് പറഞ്ഞാൽ ചെവിടെ അടപ്പിച്ചു കളഞ്ഞു, ഒന്നും കേൾക്കാത്തൊരു കോലത്തിൽ അവരങ്ങനെ ഉണ്ടായിത്തീർന്നു, ഉറക്കിക്കളഞ്ഞു, ഉറങ്ങുന്നവരായി മാറി. ഫിൽ കഹ്ഫി, ആ ഗുഹയിൽ എത്ര കാലം? അതൊക്കെ പിന്നെ വിശദീകരിക്കുന്നു. ഇവിടെ എത്ര പറയുന്നത്? സിനീന, കുറെ വർഷങ്ങൾ. അജത, എണ്ണാൻ പറ്റുന്ന, എണ്ണിക്കണക്കാക്കാവുന്ന കുറെ വർഷങ്ങൾ അള്ളാഹു അവരെ അതിൽ ഉറക്കിക്കളഞ്ഞു. അപ്പൊ എന്തുണ്ടായി? കുറെ കൊല്ലങ്ങളോളം ആ ആളുകൾ ആ ഗുഹയിൽ ഉറങ്ങിക്കിടന്നിരുന്നു. ഇത് നമുക്ക് ആലോചിക്കാനുള്ളത്, അത് സാധ്യമാണോ? ഭക്ഷണമൊന്നും കിട്ടാതെ, വെള്ളമൊന്നും കിട്ടാതെ കുറെ ആളുകൾ ഒരു ഗുഹയിൽ അങ്ങനെ ഉറങ്ങിക്കിടക്കാൻ സാധ്യതയുണ്ടോ? മനുഷ്യന്മാർ മരിച്ചു പോകില്ല തിന്നാതിരുന്നാൽ. അങ്ങനെയൊക്കെയാണ്. അതൊന്നും ഇപ്പോ നമ്മുടെ ഈ കാലഘട്ടത്തിൽ ആളുകളോട് കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല. ആ ജാതി സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാവുന്നത് തന്നെയാണ്. കിടക്കുന്ന ഗുഹയിലാവില്ല, ആശുപത്രിയിലെവിടെയെങ്കിലും ആയിരിക്കുന്നേ ഉള്ളൂ. ബോധം ഉണ്ടാവില്ല. മരിച്ചോന്ന് വെച്ചാൽ മരിച്ചിട്ടുമില്ല, ജീവനുണ്ടോന്ന് വെച്ചാൽ ജീവനുമില്ല. ശ്വാസം ഇങ്ങനെ പോകുന്നുണ്ടാവും, അത്ര തന്നെ. എപ്പോഴെങ്കിലും വല്ല ഗ്ലൂക്കോസ് ആരെങ്കിലും കുത്തിക്കയറ്റിയെങ്കിൽ ചിലപ്പോൾ കയറും, ഇല്ലെങ്കിലും അങ്ങനെ കിടക്കും. ഈ അവസ്ഥയിൽ ദിവസങ്ങളോളം, മാസങ്ങളോളം പല രോഗികളും കിടക്കാറുണ്ട്. ഇപ്പോഴും പത്രങ്ങളിൽ അത്തരം വാർത്തകൾ വരാറുണ്ട്. കുറെ കൊല്ലം അയാൾ അങ്ങനെ കിടക്കും, മരിച്ചിട്ടില്ല. എന്നാ അയാൾ ജീവിച്ചിരിക്കുന്നുണ്ടോ? ജീവിച്ചിരിക്കുന്നുമില്ല. അയാൾ കൈകൊണ്ടുള്ള ഭക്ഷണം കഴിക്കുന്നുണ്ടോ? അതുമില്ല. ഇയാൾക്ക് കൃത്യമായി ഡോസ് പിന്നെ വല്ലതും കുത്തി കയറ്റിക്കൊണ്ടിരിക്കുന്ന ശരീരത്തിൽ അതുമില്ല. എപ്പോഴെങ്കിലും ഒക്കെ ഒരു രൂപത്തിൽ മാത്രം അങ്ങനെ കിടക്കുന്ന രോഗികളുടെ സംഭവം ഉണ്ടല്ലോ. അതിപ്പോ ഈ കാലത്ത് വരെ ആവർത്തിക്കപ്പെടുന്നുണ്ടെങ്കിൽ സംഭവ്യമാണ്, അത്രേ പറഞ്ഞുള്ളൂ. സാധ്യതയുള്ളതാണ്, അസംഭവ്യമായ ഒരു കാര്യമല്ല എന്ന് മനസ്സിലാക്കുക. സാധ്യതയുള്ളതാണ്. പിന്നെ ഈ തരം അത്ഭുത സംഭവങ്ങൾ നമ്മൾ അംഗീകരിക്കുന്നത് അത് പറഞ്ഞത് ഖുർആനിലാണെന്നത് കൊണ്ടാണ്. ഇങ്ങനെ കുറെ കൂട്ടർ ഉറങ്ങിയെന്ന് ഖുർആനിൽ പറഞ്ഞുകൊണ്ട് വേറെ ആരെങ്കിലും ഉറങ്ങിയെന്ന് പറഞ്ഞാൽ നമ്മളോട്ട് അംഗീകരിക്കേണ്ടതില്ല. അത്രയുള്ളൂ. ഖുർആൻ ഇങ്ങനെ പറയുന്നു, അവരെ കുറെ കൊല്ലങ്ങളോളം ഉറക്കിക്കിടത്തി. ഇപ്പൊ എന്താന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ, ആ ഖുർആന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. അള്ളഹാനോട് മാത്രം സഹായവും രക്ഷയും തേടിക്കൊണ്ട് അവർ വന്നപ്പോ റബ്ബ് അവരുടെ പ്രാർത്ഥന സ്വീകരിക്കുകയും അവർക്ക് സമാധാനവും ശാന്തിയും നൽകിക്കൊണ്ട് കുറെ വർഷങ്ങളോളം അള്ളാഹു അവരെ ഉറക്കിക്കിടത്തുകയും ചെയ്തു. എന്നിട്ട് സുമ്മ പിന്നെ ബാസ്നാഹും, നാം അവരെ രണ്ടാമത് എഴുന്നേൽപ്പിച്ചു. ബാസ, ഇപ്പോ ഉറക്കുന്നൊക്കെ ഒരു മനുഷ്യൻ കിടക്കുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്നതിന് ബാസ പറയും. മരിച്ചിട്ട് രണ്ടാമത് ജയിപ്പിക്കുന്നതിന് അറബിയിൽ ബാസ പറയും. ബാസ എന്ന് പറയും. നിയോഗിക്കുക, ഒരു ദൂതനെയൊക്കെ അയക്കുക, പ്രവാചകന്മാരെ നിയോഗിക്കുക എന്ന അർത്ഥത്തിന് അറബിയിൽ ബാസ പറയും. എവിടെ ഉപയോഗിച്ചിരിക്കുന്നത്? ഇതൊക്കെ ഖുർആൻ ഉപയോഗിച്ചിട്ടുണ്ട് ഈ അർത്ഥത്തിനൊക്കെ. ഇവിടെ ബാസ എന്ന് പറഞ്ഞാൽ മരിച്ചു ജയിപ്പിച്ച അർത്ഥത്തിനല്ല, ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു എന്നാണ്. സുമ്മ ബാസ്നാവും, പിന്നെ നാം അവരെ എഴുന്നേൽപ്പിച്ചു. ലിനാലമ, അറിയാൻ വേണ്ടി. ഇവിടെ നിങ്ങളുടെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അറബി ഭാഷയിൽ ഒരു ലി ഉണ്ട്, ഒരു ലി എന്നൊരു പ്രയോഗം. മലയാളത്തിന് അതിന് തുല്യമായിട്ടൊരു വാക്കില്ല. ലിനാലമ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ എന്താ മലയാളം പരിഭാഷ കൊടുക്കാൻ പറ്റുമല്ലോ, പിന്നെ അറിയാൻ വേണ്ടിന്നാണ്. പക്ഷെ വേണ്ടി എന്നല്ല അത്. എന്താ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ ആഖിബത്തിന്റെ, ലാമുൽ ആഖിബത്ത് എന്നാണ് അറബിയിൽ പറയാ. എന്ന് വെച്ചാൽ എന്നിട്ട് എന്തുണ്ടായി എന്ന് പറയാം. എന്നിട്ട് എന്തുണ്ടായി എന്ന് വിശദീകരിക്കാൻ വേണ്ടിയിട്ട് ഒരു ലാമാണ് അറബിയിൽ ഉപയോഗിക്കുക. മനസ്സിലായി എന്നോട് ചോദിക്കണം. അല്ലിനാലമ എന്നൊക്കെ പറഞ്ഞാല് അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? അങ്ങനെ നാം അവരെ രണ്ടാമത് എഴുന്നേൽപ്പിച്ചിട്ട് പിന്നെ എന്തേ ഉണ്ടായത്? ഉണ്ടായതോ താഴെ പറയുന്ന കാര്യം ഉണ്ടായി. എന്തുണ്ടായി? അള്ളാഹ്ക്ക് അറിയാൻ കഴിഞ്ഞു. എന്ത്? അയ്യുൽ ഹിസ്ബൈൻ, രണ്ട് കക്ഷികളിൽ ആരാണ് അഹ്സ, കൂടുതൽ തിട്ടപ്പെടുത്താൻ കഴിയുന്നവര് എന്നറിയാൻ കഴിഞ്ഞു. എന്തിനെപ്പറ്റി? ബിമാ ലബിസു, അവർ കഴിച്ചുകൂട്ടിയതിനെപ്പറ്റി, കഴിഞ്ഞതിനെപ്പറ്റി. എവിടെ? ആ ഗുഹയില്. അമത, കാലം.
ബിമാ ലബിസു അമദ, എത്ര കാലം കഴിച്ചുകൂട്ടി എന്നത് ആർക്കാണ് കൂടുതൽ തിട്ടപ്പെടുത്താൻ കഴിയുക എന്നറിയാൻ കഴിഞ്ഞു. അങ്ങനെ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഇവര് രണ്ടാമത് എഴുന്നേൽച്ചപ്പോഴുണ്ടായ അവസ്ഥ എന്താണെന്നറിയോ? ഇവര് രണ്ടു കൂട്ടരായി മാറി. കക്ഷികളായി പിരിഞ്ഞു നടത്തുന്നതല്ല, ഇവർ ഈ കാര്യത്തിൽ രണ്ടഭിപ്രായക്കാരെ. ഏത് കാര്യത്തില്? നമ്മൾ എത്ര കാലം ഉറങ്ങിക്കിടന്നിടോ എന്ന കാര്യത്തിൽ ഈ ആളുകൾ രണ്ടഭിപ്രായക്കാരെ. എന്നിട്ട് അവരിൽ ഏറ്റവും കൂടുതൽ അതിനോട് സത്യത്തോട് യോജിച്ച അഭിപ്രായം പറഞ്ഞവരുണ്ടായിരുന്നതിൽ നമ്മൾ കുറെ കൊല്ലങ്ങൾ ഉറങ്ങിയിട്ടുണ്ടോ എന്ന അഭിപ്രായം കണ്ടവരുണ്ട്, അത്രയൊന്നുമില്ല എന്ന് തോന്നിയവരുമുണ്ട്. അത് തിരിച്ചറിയാനുള്ള അനുഭവമായി. ഖുർആൻ സാധാരണ പറയാറുണ്ട്, പരലോകത്ത് മനുഷ്യരെ വിളിച്ചു ചേർക്കുന്ന സമയത്ത് എത്ര സമയമാണ് മരണത്തിന് ശേഷമുള്ള ഇടവേള എന്ന് ചോദിച്ചാൽ ഇന്നലെ എങ്ങാണ്ട് മരിച്ച മാതിരി മനുഷ്യന് തോന്നുള്ളൂ എന്നാ. ആ അനുഭവം ഒരു കൂട്ടർക്ക് ദുനിയാവിൽ വെച്ച് അനുഭവിപ്പിക്കുകയാണ് പഠിച്ചവൻ. എത്ര കാലമായി എന്ന് ചോദിക്കുമ്പോൾ ഇപ്പോഴുന്നാര് എല്ലായിടോ 1-2 ദിവസമൊക്കെ ആയിട്ടുണ്ട് എന്ന് ബാക്കിയുള്ളവരും. ആര് പറഞ്ഞോ സത്യത്തോട് വളരെ അടുത്ത് വന്നിട്ടില്ല. ഇതാ ഉണ്ടായത്. അപ്പൊ ഖുർആൻ ആ സംഭവം പറയുമ്പോൾ അതിന്റെ ബാക്കി വശത്തേക്ക് ശ്രദ്ധ കൊടുത്തതിനേക്കാളേറെ രണ്ടാമതരെ എഴുന്നേൽപ്പിച്ചിട്ട് എന്താ ഉണ്ടായത്? അവര് 2 വിഭാഗം ആൾക്കാരായി മാറി. ഏത് കാര്യത്തിൽ? തമ്മിൽ തെറ്റിപ്പിരിഞ്ഞ 2 കക്ഷികളായെന്നല്ല, എത്ര കാലമാണോ നാം ഈ ഗുഹയിൽ ഉറങ്ങിക്കിടന്നത് എന്ന കാര്യത്തിൽ അവർ 2 അഭിപ്രായക്കാരായിരുന്നു. എന്നിട്ട് ആരാണതിൽ കൂടുതൽ ശരി പറഞ്ഞത്, ശരിയോട് അടുത്ത അഭിപ്രായം പറഞ്ഞത്? അത് അള്ളാഹ്ക്ക് തിരിച്ചറിയാൻ സാധിക്കുകയും ചെയ്തു. അതാരാ? ഓലെ പേരൊന്നും കൂടാൻ പറഞ്ഞില്ല. ചിലര് പറഞ്ഞത് ശരിയോട് അടുത്തതായിരുന്നു, ചിലര് പറഞ്ഞത് യാതൊരു ശരിയുമായിട്ട് സത്യവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്തതായിരുന്നു. ഈ ഒരു അവസ്ഥയാണ് അവർക്ക് ഉണ്ടായത്. അപ്പൊ ആ ശൈലി അറബിയിൽ പറഞ്ഞാൽ കിട്ടുന്ന ആശയം ഇതാണ്. അവർ അങ്ങനെ കുറെ കൊല്ലങ്ങളോളം ഉറങ്ങിക്കിടന്ന് എഴുന്നേറ്റ് വന്നപ്പോഴുണ്ടായത് എത്ര കാലം ഈ ഉറങ്ങിക്കിടന്നു എന്ന കാര്യത്തിൽ അവർക്ക് യോജിച്ച അഭിപ്രായമല്ല ഉണ്ടായിരുന്നത്, 2 അഭിപ്രായങ്ങൾ അവരിൽ ഉണ്ടായിരുന്നു. ചിലരുടെ അഭിപ്രായം ശരിയോടടുത്തതാണ്, ചിലർക്ക് സത്യത്തിന്റെ അടുത്ത് പോലും എത്താൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇതാണ് സംഭവിച്ചത്. ആ ആശയം പറയാനാണ് അറബിയിൽ ഈ രീതി ഉപയോഗിക്കാറ്. ലിനഅലമ, നമുക്കറിയാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ അതുകൊണ്ടുണ്ടായത് നമുക്കറിയാൻ കഴിഞ്ഞു എന്നതാണ്. എന്തറിയാൻ കഴിഞ്ഞു? അയ്യുൽ ഹിസ്ബൈൻ, 2 വിഭാഗങ്ങളിൽ ആരാണ്? ഏതാണ് ഇപ്പൊ 2 വിഭാഗം? ഒന്നുകിൽ ഈ ഗുഹാവാസികളിൽ തന്നെ 2 വിഭാഗം ആളുകളായി മാറിക്കാണും നമ്മൾ ഇത്ര കാലം കഴിഞ്ഞു എന്നുള്ളതിൽ. അല്ലെങ്കിൽ ഗുഹാവാസികളെ പറ്റി പിന്നീട് വിവരമറിഞ്ഞ നാട്ടുകാർ അവരുടെ അഭിപ്രായമുള്ളവരായി മാറാം. ആചാരം വിശദീകരണങ്ങൾക്കൊന്നും ബുദ്ധിമുട്ടുന്ന ആവശ്യമില്ല. ഖുർആൻ പറഞ്ഞ രീതിയിൽ എടുത്താൽ ഇവരെ കൂട്ടത്തിൽ തന്നെ 2 വിഭാഗം ആളുകളായിട്ട് അവരെ പറ്റി തിരിച്ചറിയാൻ കഴിഞ്ഞത്. അഹ്സ, കൂടുതൽ തിട്ടപ്പെടുത്താൻ കഴിയുന്നവൻ. ഗമാ ലബിസു അമദ, അവർ അവിടെ കഴിച്ചുകൂട്ടിയ കാലഘട്ടത്തെപ്പറ്റി തിട്ടമായി പറയാൻ കഴിയുന്നവര് ഈ 2 വിഭാഗത്തിൽ ആരാണ് എന്ന് അള്ളാഹ്ക്ക് തിരിച്ചറിയാനും വേണ്ടി. ഇത് അറബിയോട് ബന്ധപ്പെടുത്തി പരിഭാഷ പറയുമ്പോഴാണ് ഈ ബുദ്ധിമുട്ട്. നേരെ പറഞ്ഞാൽ അതിന് ഇത്ര അർത്ഥമുള്ളൂ. പിന്നീട് അള്ളാഹു അവരെ എഴുന്നേൽപ്പിച്ചു. അങ്ങനെ എഴുന്നേൽപ്പിച്ചു വന്നപ്പോൾ അവരിൽ 2 അഭിപ്രായക്കാരുണ്ടായി. ഏത് വിഷയത്തിൽ? നാം എത്ര കാലം ഉറങ്ങിക്കിടന്നു എന്ന കാര്യത്തിൽ അവർക്ക് 2 അഭിപ്രായക്കാരുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ ഗുഹാവാസികളായ ആളുകളുടെ കൂട്ടത്തിൽ ചിലരുടെ അഭിപ്രായം സത്യത്തോട് യോജിക്കുന്നതായിരുന്നു, ചില അഭിപ്രായം സത്യത്തോട് അങ്ങനെ യോജിക്കുന്നതുമായിരുന്നില്ല. ഉറക്കം വരേണ്ട കഥ കേൾക്കുമ്പോ 100 കൊല്ലത്തെ ഉണ്ട്. അപ്പോ നമ്മൾ ചിന്തിക്കേണ്ട എന്താണെന്നറിയോ? നമുക്കിങ്ങനെ പഠിച്ചോനെ ഏതാണ് ആ ഗുഹ, ഏത് നാട്ടിലാണത്, എന്താന്നുള്ള ആ വശം അവിടെ ഇരിക്കട്ടെ. അത് ഖുർആൻ എപ്പോഴും പറയുന്നുണ്ട്, നമുക്ക് നോക്കാം, പരിശോധിക്കാം. നമ്മൾ അന്വേഷിക്കേണ്ടത് ഈ ആയത്തിറങ്ങുന്ന കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ ആയത്തിറങ്ങുമ്പോൾ ആ ആയത്ത് കേൾക്കുന്ന നബിക്കും സഹാബികൾക്കും എന്ത് പ്രയോജനം ലഭിച്ചു? ആ ആയത്ത് കേട്ട ആ നാട്ടുകാരുടെ മുന്നിൽ എന്ത് പ്രയോജനം അവർക്ക് ലഭിച്ചു? ഈ ആയത്ത് പിന്നീട് ഓതുന്ന നമുക്ക് എന്ത് പ്രയോജനം ലഭിക്കണം? ഇതാണ് ഈ ആയത്തിന്റെ പിന്നാലെ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഞാനിത് ഇങ്ങനെ അവിടെ പറയാൻ കാരണം, അള്ളാഹു ഇറക്കിയ ഈ മഹത്തരമായ വാക്കുകൾക്ക് അതിന്റെ ആ വില നഷ്ടപ്പെട്ടിട്ട് കഥന്റെ പിന്നാലെ പോയിരിക്കുന്നു എന്ന് തോന്നുന്നു. പടച്ചോനെ ഇറക്കിയതിന് വളരെ ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങൾ നഷ്ടപ്പെട്ടിട്ട് എന്തോ ഒരു കഥ പറഞ്ഞ ആളുകളെ രസിപ്പിക്കാൻ വേണ്ടി എങ്ങാണ്ട് ആയത്തിറക്കിയ മാതിരി ആ കഥയുടെ വിശദീകരണങ്ങളിൽ ഇങ്ങനെ കിടന്ന് കറങ്ങാണ്. അതാണ് ആ ഗുഹാവാസികളുടെ നായന്റെ കഥയും ബാക്കി കഥകളും പറഞ്ഞിട്ട് അവിടെ ഇങ്ങനെ കിടന്ന് കറങ്ങണേ. പടച്ചോൻ ആ കഥ കേട്ട് രസിക്കാനല്ലല്ലോ പറഞ്ഞത്. ഈ ആയത്തിറങ്ങുന്ന കാലഘട്ടത്തിൽ നബിക്ക് എന്ത് പ്രയോജനം ലഭിച്ചു? സഹാബികൾക്ക് എന്ത് പ്രയോജനം ലഭിച്ചു? ആലോചിച്ച് നോക്കൂ, എന്താ കിട്ടിയത്? അതിന് ഈ കഥ പറഞ്ഞു നടക്കാറാരാ? സഹാബികളാണോ അതോ എതിരാളികളോ? എതിരാളികളാണല്ലേ.
ഈ കഥ സാധാരണ നാട്ടിൽ ചൊല്ലി നടക്കാറുള്ളവർ നബിയുടെ എതിരാളികളാണ്. ഒന്നുകിൽ യഹൂദികൾ അല്ലെങ്കിൽ മക്ക മുശ്രിക്കുകൾ. ഇവരെ കയ്യിലായി കഥ. ഈ കഥ സഹാബികൾ പറയാറില്ല. കാരണം അവർ നബി പറയാത്ത ഒന്നും പറയാറില്ല. പിന്നെ സൂക്ഷിച്ച് നടക്കാറാണ്. ഖുർആൻ ആയത്തിറങ്ങി നോക്കുമ്പോ ആ കഥ പറയാൻ അർഹതയുള്ളത് ആരാ? ഞങ്ങളാൾക്കാരാണടാ ഉറങ്ങിയത്. ഞങ്ങളാൾക്കാരാ. നിങ്ങളല്ല കഥ പറയേണ്ടത്. ഞങ്ങളെപ്പോലത്തെ ആളുകളാ. ഇതാണ് ആ കൊടുത്ത ആവേശം. ഞങ്ങളെ പൂർവികന്മാരാണല്ലേ ഇവര്. ഇത്ര കൊല്ലങ്ങളായി ഞങ്ങൾ ഈ കഥ പറഞ്ഞു കേൾക്കുന്നു നിങ്ങളുടെ വായിൽ നിന്ന്. ഞങ്ങൾക്കിത് മനസ്സിലായില്ലല്ലോ. ഖുർആൻ പറഞ്ഞപ്പോഴാണ് ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലാകുന്നത്. നിങ്ങളല്ലട ഈ കഥ പറയാനും അതിന്റെ ആവേശം ഉൾക്കൊള്ളാനും അർഹതപ്പെട്ടവർ. ഞങ്ങളെ പൂർവികന്മാരാണവര്. ഞങ്ങളെപ്പോലത്തെ ആളുകൾ റബ്ബിനെ മാത്രമേ ആരാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഗുഹയിൽ പോയി അഭയം തേടേണ്ടി വന്ന ആളുകൾ അവർ ഞങ്ങളുടെ പൂർവികന്മാരാണ്, നിങ്ങളുടേതല്ല. ഞങ്ങൾ ഇവിടെ നിസ്സഹായന്മാരാണ്. പക്ഷേ അന്നൊരു കൂട്ടം ചെറുപ്പക്കാർ റബ്ബിന്റെ കാരുണ്യവും തേടി പോയപ്പോ ഉറക്കിക്കിടത്തി അവരെ റബ്ബ് രക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നിസ്സഹായരായി മാറൂല. റബ്ബിന്റെ സഹായവും തൗഫീഖും നമുക്കാർക്കും മനസ്സിലാക്കാൻ കഴിയാത്ത വിധത്തിൽ ഞങ്ങളെ തെരഞ്ഞു വരും. ഞങ്ങളും രക്ഷപ്പെടും. അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകുന്ന ധൈര്യം. അതാ സഹാബികൾക്ക് നൽകുന്ന ധൈര്യം. അത് തന്നെ തന്റെ ഇടാ കിട്ടിയത്. അത് കൊടുക്കാനാ പടച്ചോനെ ആയത്തിറക്കുന്നതും. അന്നൊരു കൂട്ടം ഗുഹാവാസികള് നബിയൊന്നുമല്ല, നബിമാരൊന്നുമല്ല. നബി ആ കൂട്ടത്തിലുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. വെറും വിശ്വാസികളായ ഒരു കൂട്ടം ചെറുപ്പക്കാർ. അവർ ഇങ്ങനത്തെ ഒരു സന്ദർഭത്തിൽ രക്ഷ തേടിയിട്ട് ഒരു ഗുഹയിൽ പോയി ഒളിച്ചപ്പോ ആ ആളുകളെ പടച്ചോൻ കൈയൊഴിഞ്ഞിട്ടില്ല. ഒരു പ്രവാചകൻ ജീവിച്ചിരിക്കുന്നുണ്ട് ഇവിടെ. ആ പ്രവാചകന്റെ അനുയായികളുമാണ്. ഇങ്ങനെ ഈ വിശ്വാസികള് ഒരു പറ്റം ചെറുപ്പക്കാരെ രക്ഷിച്ച് തമ്പുരാൻ ഒരു പ്രവാചകനെയും ആ പ്രവാചകന്റെ അനുയായികളെയും കൈയൊഴിയെന്ന് വിചാരിക്കുന്നുണ്ടോ? വിചാരിക്കരുത്. ഈ പ്രവാചകനെയും ഈ പ്രവാചകന്റെ അനുയായികളെയും രക്ഷിക്കും, സംരക്ഷിക്കും. വികാസം വരും. നിങ്ങൾക്ക് കൊതു തീർക്കാനും നശിപ്പിക്കാനും കഴിയില്ല. അവര് നബിയെ കൊല്ലാനൊക്കെ തീരുമാനിച്ച ആ സാഹചര്യം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നശിപ്പിക്കാനാണല്ലോ, എല്ലാം തീർന്നിട്ടുള്ള ചിന്തയാണല്ലോ ഇത്. എപ്പോഴാ ഒരാളെ കൊല്ലു തീർക്കാൻ വിചാരിക്കുക? ആ സന്ദർഭം ഏതാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേറെ പറ്റിയൊരു കുറ്റം അവർക്ക് പറയാനില്ലല്ലോ. എന്നിട്ട് അവരുടെ തീരുമാനം എന്താ? നബിയെ പ്രബോധനം ഞങ്ങൾ നടന്നോട്ടെ എന്നല്ലല്ലോ. കൊല്ല, നശിപ്പിക്കുക, മതി, ഈ മുസീബത്ത് നമ്മളെ കൈകാൽ തീർക്കണം എന്ന് ചിന്തിക്കാനുള്ളവര്. ആ സ്വരത്തിൽ ചിന്തിച്ചുകൊണ്ട് അവർ വരുന്നത്. അപ്പൊ അവരെ ശത്രുതയുടെ കാഠിന്യം, ശക്തി എത്രത്തോളം നമുക്ക് മനസ്സിലാവും. അവർ മനസ്സുകൊണ്ട് സന്തോഷിക്കുക ചെയ്തത്. അബൂതാലിബും പോയി, തായിഫും പോയി, അവിടുന്ന് അഭയം കിട്ടിയില്ല. ഇനി ആരാവനെ സഹായിക്കുക? നോക്കാലോ. ആരാവനെ കൂട്ടുക എന്ന നിലക്ക് ഇപ്പൊ നമുക്കിത് നശിപ്പിച്ചു കളയാം എന്ന നിലക്കുള്ള എല്ലാ മുറുക്കത്തിലും ഒരുങ്ങി നിൽക്കുകയാണ് മുശ്രിക്കുകളായ ആളുകൾ. സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുമ്പോൾ അള്ളാന്റെ സഹായം വരും, അള്ളാഹ് രക്ഷിക്കാതിരിക്കില്ല എന്ന സമാധാനം മാത്രമേ നബിക്ക് നൽകാൻ സാധിക്കുന്നുള്ളൂ. ബാക്കി കുറച്ച് ആളുകളുള്ളത് എത്യോപ്യയിലേക്ക് അഭയം പോയിട്ട് അവിടെ കഴിഞ്ഞുകൂടുകയാണ്. ബാക്കി ഗോത്രങ്ങളുടെ പിന്നാലെ. അതാണ് ആ ചരിത്ര സംഭവം. ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരസ്യമായിട്ട് ഒരു തായിഫിൽ മാത്രമല്ല പോയത്. തായിഫാണ് പ്രധാനം. തായിഫിൽ മാത്രമല്ല, ചെറിയ ചെറിയ ഗോത്രങ്ങള് കബീലയായിട്ട് കാരണവന്മാരായിട്ട് കഴിഞ്ഞുകൂടുന്ന ഒരുപാട് ഗോത്രങ്ങൾക്ക് നബി പോകുന്നുണ്ട്. ഇന്ന് നിങ്ങളൊന്ന് അഭയം നൽകണം, എന്റെ കൂടെ നിങ്ങൾ നിൽക്കണം, നിങ്ങൾക്ക് വിജയിക്കുക ഈ ലോകത്തും പരലോകത്തും എന്ന് പറഞ്ഞിട്ട് ഓരോ ഈ ആളുകൾ എടുത്തു പോകും. വല്ലാത്തൊരു കാലഘട്ടമാണ്. ചരിത്രത്തിൽ ആ കുടുംബങ്ങളുടെ ഒക്കെ പേരിടുന്നുണ്ട്. ഒരു തായിഫിലേക്ക് പോയത് ഒരു വലിയ യാത്രയായതുകൊണ്ടും ഒരു വലിയ വിഭാഗത്തോടായതുകൊണ്ടുമാണ് അതിന് പ്രാധാന്യം ലഭിക്കുന്നത്. അത് മാത്രമല്ല ചരിത്രത്തിലുള്ളത്. ഖുറൈശികളുടെ മക്കയുടെ പ്രാന്തപ്രദേശങ്ങളിൽ കഴിഞ്ഞുകൂടുന്ന ഒരു നേതാവും ഒരു കബീല ഗോത്ര തലവനും ബാക്കി ആളുകളായിട്ട് കഴിഞ്ഞുകൂടുന്ന ചെറിയ ചെറിയ ഗോത്രങ്ങളുടെ പക്കലൊക്കെ പോയിട്ട് പ്രവാചകൻ പറയുന്നുണ്ട്, ഞാന് മുഹമ്മദാണ്, അള്ളാന്റെ ദൂതനാണ്, നിങ്ങൾ എന്റെ കൂടെ നിൽക്കണം, നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട്. പകല് നബി പോകാൻ തുടങ്ങിയപ്പോൾ പകല് പിന്നാലെ അബൂലഹബും ബാക്കിയുള്ളവരും പോകാൻ തുടങ്ങി. ഇവിടെ മുഹമ്മദ് വന്നിരുന്നില്ലേ, എന്താ അവൻ പറഞ്ഞത്? അനങ്ങിപ്പോകരുത് എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. അപ്പൊ ആ നാട്ടുകാർ പറഞ്ഞു, ഖുറൈശിയാണല്ലോ വന്നാള്, ഖുറൈശിയാണ് ഈ വന്ന കാരണവന്മാരും, അപ്പൊ അവർക്ക് ഇഷ്ടമില്ലാത്തൊരു പണി നമ്മൾ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ വിട്ടുനിന്നു. ഇതറിഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് പകല് പോക്ക് നിർത്തി. പിന്നെ രാത്രിയായി പോലെ പലപ്പോഴും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൂടെ ഉണ്ടാവാറുണ്ട്. തായിഫിലെ യാത്രയിൽ സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു ആണ് കൂടെയുള്ളത്, വേറെ ആരും കൂടെയില്ല. അത് മുഴുവൻ ഏറ്റത് അദ്ദേഹം, ആ സഹാബി മാത്രമാണ്. അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ മാത്രം അനുഭവിച്ചത്. പിന്നീടുള്ള ദിവസങ്ങളിൽ നബിയുടെ യാത്രയിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൂടെയുണ്ട്, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു കൂടെയുണ്ട്. ഈ രണ്ടാളുകളെയും കൂട്ടിയിട്ട് നബിയും കൂടിയിട്ട് പലപ്പോഴും പല സ്ഥലത്തും പോയി വാതിലിന് മുട്ടിയിട്ട് ഞങ്ങൾ ഇങ്ങനെ വന്നതാ എന്ന് പറഞ്ഞ് രഹസ്യമായിരുന്ന സംസാരിക സാഹചര്യങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഇവരൊറ്റ കുട്ടി അഭയം നൽകിയില്ല.
ഒരു കുട്ടി പോലും. ഇനി എങ്ങനെ ഞാൻ ഈ കർമ്മം പൂർത്തീകരിക്കുക? അതാ ഖുർആനായത്. ഫല അല്ലക ബാഖിയുൻ നഫ്സക അലാ ആസാരിൻ ഇല്ലം യുഅ്മിനു ബിഹാദൽ ഹദീസ് യാ സഫ. നിന്റെ ഈ വചനങ്ങൾ, ഖുർആന്റെ വചനങ്ങൾ നീ എഴുതി കൊടുത്തിട്ട് അത് ഈ ആളുകൾ വിശ്വസിക്കാത്തതിന്റെ പേരിൽ ദുഃഖിച്ചിട്ട് താൻ തന്നെ തന്നെ നശിപ്പിച്ചു കളയുമല്ലേ എന്ന് പറയുന്ന രംഗം ഇതാണ്. ആ സഹായം ചേർച്ചിങ്ങനെ ഓരോ വീട്ടിലും ഓരോ കുടുംബത്തിന്റെ അടുത്തും പോയി സംസാരിക്കുക, ആരോരും ഏറ്റെടുക്കാൻ സന്നദ്ധമില്ലാതെ ഇനി ഞാൻ എന്താ ചെയ്യുക എന്ന് നിലയ്ക്ക് ഇങ്ങനെ പോകുന്ന ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാഹചര്യ പറയുന്നത്. അപ്പൊ ആ സമയത്താണ് ഖുർആന്റെ ഈ ആയത്തിറങ്ങിയിട്ട് പറയുന്നത്, ഇതാ ഒരു പറ്റം ചെറുപ്പക്കാർ റബ്ബിന് മാത്രം പ്രാർത്ഥിക്കാൻ വേണ്ടി തീരുമാനിച്ചൊരു ഗുഹയിൽ അഭയം തേടിയൊരു സമയത്ത് അവർ അത്ഭുതകരമായ വിധത്തിൽ രക്ഷിച്ചൊരു റബ്ബ് ജീവിച്ചിരിക്കുന്നുണ്ട്, അറിയുന്നുണ്ട്. ആ റബ്ബ് ഈ പ്രവാചകനെയും പ്രവാചകന്റെ അനുയായികളെയും അവഗണിക്കയില്ല, സംരക്ഷിക്കും എന്ന് വചനമിറക്കിയിട്ട് അവരെ മനസ്സിന് ദൃഢത നൽകുകയാണ്, ഉറപ്പ് നൽകുകയാണ് നബിക്കും സഹാബികൾക്കും. മറ്റവർക്ക് നേരെ ഭീഷണിയും അത് അവർക്ക് കിട്ടിയത്. നിങ്ങൾ വിചാരിക്കുന്ന മാതിരി അത്ര എളുപ്പമല്ല ഈ പ്രവാചകനെ പരാജയപ്പെടുത്തല്. ഈ പ്രവാചകൻ രക്ഷപ്പെടും. ഇനി ചരിത്രത്തിന്റെ പിൻപുറം നോക്കൂ നിങ്ങൾ. ബാക്കി ഭാഗം എന്താ ഉണ്ടായത്? പലതും പറയാമോ? പിന്നെന്താ ഉണ്ടായത്? ഈ ആയത്തിറങ്ങി ദിവസങ്ങളും മാസങ്ങളും കഴിയുമ്പോഴേക്ക് എന്ത് സംഭവിച്ചു? ഹിജ്റയുടെ സാഹചര്യം ഒരുങ്ങി. ആ ഹിജ്റയിൽ എന്ത് തിരിച്ചു വരുന്നുണ്ട്? ഒരു ഗുഹ തിരിച്ചു വരുന്നുണ്ട്. അറിയാലോ, ഒരു സൗർ ഗുഹ തിരിച്ചു വരുന്നുണ്ട്. ആ ഗുഹയിൽ ഒരു സംരക്ഷണം വരുന്നുണ്ട്. അവരെങ്ങാനും തിരിഞ്ഞു നോക്കിയ പ്രവാചകരെ നമ്മളെ കാണുമല്ലോ എന്ന് ചോദിക്കുന്ന സന്ദർഭം ഈ ഗുഹാവാസികളെ അള്ളാഹു സംരക്ഷിച്ച അതേ അവസ്ഥക്ക് തുല്യമാണ്. പടച്ചോൻ വെറുതെ പറഞ്ഞതല്ല, ആ ബന്ധം ബന്ധിപ്പിച്ചു തന്നെയാണ് പടച്ചോൻ. ഇതാ ഒരു ഗുഹാവാസികളെ കഥ ഹിജ്റക്ക് മുമ്പ് ചൊല്ലിക്കൊടുത്തു. പിന്നെ പ്രവാചകന് സ്വന്തം ജീവിതത്തിലെ സന്ദർഭം ഉണ്ടാകുകയാണ് ആ ഗുഹയിൽ പോയിരിക്കാനുള്ള സന്ദർഭം. ഇതോടൊപ്പം ഒരു ചെറിയ ബന്ധം കൂടി പറഞ്ഞുതരാം. തായിഫിൽ നിന്ന് തിരിച്ചു വരുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ മക്കയിൽ കടക്കുന്നില്ല. നബി വന്നിട്ട് പോകുന്നത് ഹിറാ ഗുഹയിലേക്കാണ്. ഇഖ്റ ബിസ്മിയുടെ വാക്കുകൾ കേട്ടതിന് ശേഷം വളരെ കുറഞ്ഞ സന്ദർഭങ്ങൾ മാത്രമാണ് നബി ഹിറയിൽ പിന്നീട് തിരിച്ചു എന്നായിട്ട് ചരിത്രത്തിൽ കാണാൻ കഴിഞ്ഞു. ഹിറാ ഗുഹയിലേക്ക്, പണ്ടത്തെ ആ ഹിറയിലേക്ക് പിന്നീട് തായിഫിൽ നിന്ന് ഈ വല്ലാത്തൊരു അനുഭവം ഏറ്റിട്ട് തിരിച്ചു വരുന്ന നബി രണ്ട് കാര്യങ്ങളാ ചെയ്യുന്നു. ഒന്ന്, തനിക്കാരെങ്കിലും അഭയം നൽകിയെങ്കിലല്ലാതെ ഇനി മക്കയിൽ നിന്ന് നിലനിൽപ്പില്ല എന്ന് കണക്കാക്കിയിട്ട് മക്കയിലെ പ്രധാനപ്പെട്ട ആളുകളെ പക്കലേക്ക് തനിക്ക് അഭയം ചോദിച്ചുകൊണ്ട് ദൂതനെ ചൊല്ലി പറഞ്ഞയക്കാണ്. അതിന് തെരഞ്ഞെടുത്തത് സെയ്ദ് ബിൻ ഹാരിസയല്ല. കാരണം സെയ്ദ് ബിൻ ഹാരിസ പവന്ന് കണ്ട് അവർക്ക് മനസ്സിലാവും ഇത് നബി പറഞ്ഞയച്ചിട്ട് പോണ യാത്രയാണെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാവും. അതുകൊണ്ട് സെയ്ദിനെ പറഞ്ഞയക്കാതെ ഹുസാ കുടുംബത്തിൽപ്പെട്ട ഒരു പാവം മനുഷ്യനെ, അത്ര പരിചയപ്പെടാത്ത അറബികൾക്ക് പരിചയമില്ലാത്ത ഒരു മനുഷ്യനെ തെരഞ്ഞെടുത്ത് പറഞ്ഞു, നീ ഇന്ന ആളെടുത്ത് 2-3 ആളത്തേക്ക് പറഞ്ഞയക്കുന്നുണ്ട്, എനിക്ക് അഭയം നൽകുമോ, നീ ഒന്ന് പോയി ചോദിച്ചു നോക്ക്, ഞാൻ ഇവിടെ ഉണ്ടാവും, ഇറയിലുണ്ടാവും, പോയി നോക്ക്. അവരാരും സ്വീകരിക്കാതെയാണ് മുത്തമിൻ ഔദി അദ്ദേഹം എന്ന് ഏറ്റെടുത്തു. അദ്ദേഹം പിന്നെ മുസ്ലിക്കായിക്കെ തന്നെ ഏറ്റെടുക്കാൻ തയ്യാറായ സമയം. ഒന്നതാണ്, തനിക്ക് അഭയം നൽകാൻ പറ്റുമോ എന്ന് ആളന്വേഷിക്കുന്ന സമയം. എന്നിട്ട് പിന്നീട് പോയിരിക്കുന്നത് ആ പഴയ തന്റെ ഹിറയിൽ പോയിരുന്നിട്ട് അവിടെ ഇരിക്കുകയാണ്. അഭയം ലഭിച്ചിരിക്കുന്നു എന്ന് തിരിച്ചറിവ് കിട്ടുന്ന സമയം വരെ, അറിവ് കിട്ടുന്നവരെ അവിടെ ഇരുന്നിട്ട് പിന്നെയാണ് മക്കയിൽ വരുന്നത്. ഞാനിതാ മക്കയിൽ തിരിച്ചു വരുന്നു, ഇന്ന ആളുടെ അഭയത്തിലാണ് ഞാൻ കടക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോ വളരെ എന്താണെന്ന് പറയാ, ഖുർആനിലെ സൂറത്ത് യൂസുഫ് വായിക്കുമ്പോഴാണ് നമ്മൾ ഇതുപോലത്തെ കുറെ രംഗങ്ങൾ പിന്നെ ഖുർആനിൽ കാണുന്നത്. അതുപോലത്തെ രംഗം അത് ഹിജ്റക്ക് മുമ്പ് പറഞ്ഞു, ഇതാ ഒരു ഗുഹയിലൂടെ രക്ഷപ്പെടുത്തിയിട്ട് ഞാൻ മുമ്പ് വിശ്വാസികളെ, എന്റെ ജീവിതത്തിലും ഗുഹ ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ടല്ലോ, അവിടെയായിരുന്നല്ലോ നേരത്തെ ഇഖ്റ ബിസ്മി കിട്ടുന്നത് വരെ. ഈ തായിഫിൽ നിന്ന് തിരിച്ചു വന്നപ്പോഴും നബി എവിടെയാണ്? യാത്രയിൽ പിന്നീട് എത്തിപ്പെടുന്നത് സൗർ ഗുഹയിലാണ്. ആ ബന്ധം സൂചിപ്പിക്കുകയാണ് ഖുർആൻ ഇവിടെ ചെയ്തിരിക്കുന്നത്. അത് ചരിത്രത്തിന്റെ പിൻഭാഗം വായിച്ചു വരുമ്പോൾ നമുക്ക് ഈ ആയത്തുമായി ബന്ധിപ്പിക്കാൻ സാധിക്കുന്നു. അപ്പോ ആയത്തിറങ്ങിയ കാലഘട്ടത്തിൽ കിട്ടിയ പാഠം അതാണ്. മനസ്സിന് ധൈര്യം, സ്ഥൈര്യവും ഉറപ്പും നൽകുന്നുണ്ട്. നമുക്ക് ലഭിക്കേണ്ടത് എന്താ? നമുക്ക് ഈ ആയത്ത് വായിച്ചാൽ കിട്ടുന്നത് ഇതിന് അള്ളാഹു ഈ സംഭവങ്ങൾ നമ്മുടെ മുന്നിൽ പറഞ്ഞത് നമ്മുടെ ഭാവനകൾക്ക് അതീതമായിട്ടാണ് റബ്ബിന്റെ സഹായങ്ങൾ വരിക. അത് നമുക്ക് ഒരിക്കലും സങ്കല്പിക്കാൻ കഴിയില്ല ഏത് വിധത്തിലാണെന്നുള്ളത്. നാം ഇരുന്നിങ്ങനെ ആലോചിക്കാണ്, പഠിച്ചവരെ നമ്മളിങ്ങനെ പോയാല്, ഈ തൗഹീദും പറഞ്ഞുകൊണ്ട് മാത്രം ഇങ്ങനെ പോയാൽ, അള്ളാഹിനെ മാത്രം ആരാധിക്കുക എന്ന കാര്യവും പറഞ്ഞുകൊണ്ട് പോയാൽ, ഇങ്ങനെയൊക്കെ പോയാൽ എവിടുന്നാ രക്ഷ കിട്ടുക? കണ്ടില്ലേ നമ്മുടെ ശത്രുക്കളായ ആളുകൾ അങ്ങനെ ഇങ്ങനെ എന്നെല്ലാം കൂടിയാ നമ്മുടെ പലപ്പോഴും ചിന്ത പോകുന്നത്. പക്ഷെ നാം മറക്കുന്നൊരു കാര്യമുണ്ട്, റബ്ബിന്റെ സഹായത്തെപ്പറ്റി ഖുർആൻ പറഞ്ഞതൊക്കെ മനുഷ്യന്റെ ഭാവനകൾക്ക് അതീതമാണ്, മനുഷ്യന്റെ ഭാവനകൾക്ക് അപ്പുറമാണ്.
ഒരിക്കലും ഔസും ഖദറജും വിചാരിച്ചിട്ടില്ല ഞങ്ങൾക്ക് ഈ പ്രവാചകനെ സ്വീകരിക്കണമെന്ന്. നിങ്ങൾക്കറിയില്ലേ എന്തിനാ ഔസും ഖദറജും മക്കയിൽ വന്നത്? തമ്മിൽ തല്ലുകൂടുന്ന ഔസിനും ഖദറജിനും തമ്മിൽ തല്ലുകൂടുന്ന കാര്യത്തിൽ ഖുറൈശികളെ സഹായം ചോദിക്കാൻ വേണ്ടി വന്ന ഔസ് വന്നത് ഖുറൈശികളോട് സഹായം ചോദിക്കാനാ, ഖദറജിനോടുള്ള യുദ്ധത്തിൽ സഹായിക്കണം. ഖദറജും അതേ ഉദ്ദേശത്തിനാ വന്നത്, ഖുറൈശികളോട് സഹായം ചോദിക്കാൻ. ഔസിനെ ഞങ്ങൾ യുദ്ധം ചെയ്യും, അപ്പൊ നിങ്ങൾ സഹായിക്കണം. ഈ രണ്ടു കൂട്ടരും വന്നത് തമ്മിൽ ശത്രുതയിൽ ഖുറൈശികളെ സഹായിക്കണം തേടിക്കൊണ്ട കൊല ഹജ്ജിന് വന്നത്. ഹജ്ജിന് വന്ന സമയത്ത് കടന്നു വരുന്ന വഴിയിൽ ഒരു പാവം മനുഷ്യൻ എന്നിട്ട് പറഞ്ഞ്, ഞാൻ മുഹമ്മദാണ്, അള്ളാന്റെ ദൂതനാണ്, നിങ്ങൾ ഇങ്ങനെ എന്നെ വിശ്വസിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് സ്നേഹത്തിന്റെ, സഹവർത്തിത്വത്തിന്റെ, സാഹോദര്യത്തിന്റെ സംസാരം പറയാം. ഔസിൽപ്പെട്ട ഒരു പാവം മനുഷ്യൻ, ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിന് അധികകാലം പിന്നീട് ജീവിക്കാൻ സാധിച്ചില്ല, പേര് മറന്നുപോയി. അദ്ദേഹമാണ് പറയുന്നത് പെട്ടെന്നുള്ള പ്രതികരണം, നമ്മളിപ്പോ എന്തിനാ ഇവിടെ പോകുന്നത്, ഈ മനുഷ്യന്റെ വർത്താനം അതിനേക്കാളും രസമുണ്ടല്ലോ എന്ന ആദ്യത്തെ പ്രതികരണം അയാളുടെ. അപ്പൊ കാരണന്മാര് പറഞ്ഞു, ഉണ്ടാക്കട കാരണന്മാരുള്ളപ്പോഴാണ് നീ സംസാരിക്കുന്നത്. അവരന്നേരൊന്നും പറഞ്ഞില്ല. പിന്നെ അപ്പുറം പോയിട്ട് പോലും പറഞ്ഞു, നമ്മളെന്തിനാ അവരെ തമ്മിൽ തല്ലിവിടാൻ വേണ്ടി ഇയാളെ വർത്താനം കേൾക്കാൻ, നമുക്ക് അയാളൊന്ന് കാണല്ലോ ഒച്ചയ്ക്ക്. നബിക്കറിയില്ല, നബി അന്വേഷിക്കുന്ന പോലെ ഒന്നും അറിയില്ല, ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക. പിന്നെയാണ് ഇവർ നബി ഒറ്റയ്ക്ക് വിളിച്ചുകൊണ്ടേ കാണുന്നത്. എങ്കിലും നിങ്ങൾ ആരെങ്കിലും പറഞ്ഞു തരണം, ഞങ്ങൾ ശ്രമിച്ചു. ഇതേമാതിരി ഖദറജും വന്ന് വിടാൻ നബിന്റെ മുന്നില് നമ്മളെന്തിനെ പോലെ പക മാത്രം മനസ്സിലായിട്ട് ഈ ഹജ്ജാണ്ട് കഴിഞ്ഞ് ചെല്ലട്ടെ, മുഹറം മാസം കഴിയട്ടെ, എന്നിട്ട് വേണം നല്ല യുദ്ധത്തിന് പോപ്പ് കൂടണം എന്ന് ഉദ്ദേശിച്ചു വന്നൊരു കൂട്ടർ നബിയുടെ ഏതാനും മിനിറ്റ് നേരത്തെ സംസാരങ്ങൾ കൊണ്ട് മാറിയിട്ട് അവസാനം നബിയുടെ സഹായികളായി മാറിയിട്ട് നബിയെ ക്ഷണിക്കുന്ന ഒരു സാഹചര്യമില്ല. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആരും സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഈ സംഭവമാണ് ഖുർആൻ നമ്മുടെ മുന്നിലെടുത്ത് കാണിക്കുന്നത്. ഇൻ തസ്ബിറു വതത്തഖു ലൻ യദുറുക്കും കൈദുഹും ശൈഅ. നിങ്ങൾ സഹിക്കാൻ തയ്യാറാ, നിങ്ങൾ തഖ്വ സൂക്ഷ്മത കാണിക്കാൻ തയ്യാറാ എങ്കിൽ നിങ്ങളുടെ ശത്രുക്കളെ എന്തെല്ലാം കോപ്പുകൾ കൂട്ടട്ടെ, അവർക്ക് നിങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയില്ല. പടച്ചോന്റെ വാക്കാ. ജീവിതത്തിലെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സഹിക്കാൻ നിങ്ങൾ സന്നദ്ധരാ, ജീവിതത്തിലെ സൂക്ഷ്മത മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ സന്നദ്ധരാ എങ്കിൽ നിങ്ങളെ എതിരാളികൾ എന്തൊക്കെ കോപ്പ് കൂട്ടിയിരുന്നാലും ശരി, അവർക്ക് നിങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയില്ല. മറിച്ച് ഈ സഹനത്തിന്റെ ശീലം നിങ്ങളിൽ നിന്ന് പോയി തഖ്വയുടെ ശ്രദ്ധയെ നിങ്ങൾ എടുത്തുനിന്ന് പോയാൽ ആർക്കും നിങ്ങളെ എന്ത് ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യം വരികയും ചെയ്യും. ഇതാ ഖുർആൻ പറഞ്ഞു തരുന്ന പാഠം. അതന്നെ ഇവിടെയുള്ളത്. ആ ധൈര്യം നൽകുന്നത് റബ്ബിന്റെ സഹായം നമ്മളല്ല തീരുമാനിക്കാറ്, ഏതെങ്കിലും വഴിക്ക് നമ്മളെ കടന്നു വരുന്നു, നമ്മളെ തെരഞ്ഞു വരുന്നു. ബാക്കി നഹ്നു നഖസ്സു അലൈക്, നാം നിനക്ക് വിശദീകരിച്ചു തരാം, നബഅഹും അവരുടെ വാർത്തകൾ, ബിൽ ഹഖ് യാഥാർത്ഥ്യമായി. അതിനർത്ഥം എന്തായിരുന്നു? ഇനി ഇതുവരെ പറഞ്ഞൊക്കെ കളവാണ്. സുബ്ഹാനല്ലാഹ്. എന്താ ഹക്ക് പറയാൻ കാരണം? ഇവിടെ പലരും ഹക്കല്ല ഈ പറഞ്ഞൊന്നും. ഇവിടെ യഹൂദികൾ പറഞ്ഞാലും തിരക്കില്ല, അറബികൾ പറഞ്ഞാലും തിരക്കില്ല, പറഞ്ഞടക്കുന്ന കഥകളിലൊന്നും ഹക്കില്ല. ഹക്കായ വിവരം ഞാൻ പറഞ്ഞുതരാം. എന്താണത്? ഇങ്ങനെ വായിച്ചു പോട്ടെ ഞാൻ. ഇന്നവും ഫിത്യ, അവരൊരു കൂട്ടം യുവാക്കളാണ്. ആമനൂ ബി റബ്ബിഹിം, രക്ഷിതാവിൽ അവർ വിശ്വസിച്ചിരുന്നു. വസിദ്നാഹും, നാം അവർക്ക് വർദ്ധിപ്പിച്ചു നൽകിയിരുന്നു. ഹുദ വർദ്ധിപ്പിച്ചു നൽകിയിരുന്നു. ഇവിടെ ഹുദക്ക് മലയാളത്തിൽ പരിഭാഷ പറയുമ്പോൾ സന്മാർഗം അഥവാ സന്മാർഗത്തിന്റെ ബോധം, സന്മാർഗികളാവണമെന്ന ചിന്ത, ഈ അർത്ഥത്തിന് അറബിയിൽ ഹുദ പറയാറുണ്ട്. നേർമാർഗികളാവണം എന്നുള്ളൊരു ബോധം ഉണ്ടല്ലോ. അപ്പൊ സിദ്നാഹും ഹുദ എന്ന് പറഞ്ഞാല് ആ സന്മാർഗത്തിന്റെ ബോധം നാം അവർക്ക് വർദ്ധിപ്പിച്ചു കൊടുത്തിരുന്നു. എന്ന് വെച്ചാൽ ഞങ്ങൾ ഹിദായത്തിൽ തന്നെ ആവണമെന്ന ഒരു ബോധം ശക്തമായി ഉണ്ടായിരുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരായിരുന്നവരിൽ ഒരു ചെറിയ വിശദീകരണം ഉണ്ട്. അവിടെ എന്താണ്? ഒരാൾ സന്മാർഗീയാവാന്നുള്ളതും